Good morning, everyone. Welcome to Adda247 Malayalam channel. എൻ്റെ പേര് Rintu Sebastian. അതുപോലെ വെൽക്കം ടു ദി ബാങ്കേഴ്സ് Adda247 Malayalam ചാനൽ ആസ് വെൽ. രണ്ട് ചാനലിൽ നമ്മുടെ എഡിറ്റോറിയൽ സെഷൻ ഡെയിലി പോകുന്നുണ്ട്. നമ്മുടെ എഡിറ്റോറിയൽ സെഷനിലേക്ക് എല്ലാവർക്കും വെൽക്കം. ഇന്ന് 12-ാം തീയതി, ജൂലൈ 12-ാം തീയതി ഇന്നത്തെ ഹിന്ദു എഡിറ്റോറിയൽ വന്നിരിക്കുന്ന ആർട്ടിക്കിൾസ് ഏതൊക്കെയാണെന്നും വൊക്കാബുലറി ഏതൊക്കെയാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് അനലൈസ് ചെയ്തിടാം. അപ്പോൾ ഇന്നലെ ടെക്നിക്കൽ ഇഷ്യൂ കാരണം നമുക്ക് എഡിറ്റോറിയൽ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ആഫ്റ്റർ എ ഗ്യാപ്പ് നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ എഡിറ്റോറിയൽ. എല്ലാ ദിവസമുള്ള സെഷനാണ്, മൺഡേ ടു ഫ്രൈഡേസിലുള്ള സെഷനാണ്. നമ്മൾ ഹിന്ദു എഡിറ്റോറിയൽ ആർട്ടിക്കിൾസ് ഡിസ്കസ് ചെയ്യും, വൊക്കാബുലറി ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്യാൻ സെൻറ്റൻസ് റീസ്ട്രക്ചർ ചെയ്ത് സെൻറ്റൻസ് ഫ്രെയിമിങ്ങും നടത്താറുണ്ട്. അപ്പോൾ റെഗുലർ ആയിട്ടുള്ള സെഷനാണ്. എല്ലാ ദിവസവും നിങ്ങൾ റെഗുലറായിട്ട് ഇത് പഠിക്കുക, ഫോക്കസ് ചെയ്തിട്ട് ഡൗട്ട്സ് ഒക്കെ വരുമ്പോൾ ചോദിക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. യെസ്, ഇന്നലെ ടെക്നിക്കൽ ഇഷ്യൂ കാരണം കേട്ടോ ഇല്ലാതിരുന്നേ. അപ്പോൾ എല്ലാവർക്കും വൺസ് അഗൈൻ ഗുഡ് മോർണിംഗ്. നമുക്ക് തുടങ്ങാം. അപ്പോൾ ഈ ഒരു സെഷൻ്റെ പ്രത്യേകത ഞാൻ പറയാം. നമ്മുടെ 14-ാം തീയതി, ഇത് 12-ആണ്, 14-ാം തീയതി CGL എക്സാം തുടങ്ങുകയാണ്. CGL Tier 1 എക്സാം. Tier 1 കഴിഞ്ഞിട്ട് Tier 2 വരുന്നുണ്ട്. അപ്പോൾ അതിൽ എക്സാംസിനും അതുപോലെ വരാൻ പോകുന്ന എല്ലാ എക്സാംസിനും നിങ്ങളുടെ SSC, CHSL, MTS, അതുപോലെ തന്നെ നിങ്ങൾ PSCക്ക് ഡിഗ്രി ലെവലൊക്കെ എക്സാമൊക്കെ പഠിക്കുന്നവരൊക്കെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ റീഡിംഗ് എബിലിറ്റി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട്, അതുപോലെ ബാങ്കിങ് എക്സാമിനൊക്കെ നോക്കുന്ന ആൾക്കാർക്ക് നിങ്ങളുടെ റീഡിംഗ് എബിലിറ്റി, നിങ്ങളുടെ ഗ്രാമർ സ്ട്രക്ചേഴ്സ് ഒക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് എങ്ങനെ ടാക്കിൾ ചെയ്യാൻ പറ്റും? ഡെയിലി ബേസിസ് ഓഫ് റീഡിങ് തന്നെയാണ്. അപ്പോൾ വേറൊരു കാര്യം നിങ്ങൾ പഠിക്കാൻ വേണ്ടി പോകുമ്പോൾ അല്ലെങ്കിൽ വായിക്കാൻ വേണ്ടി പോകുമ്പോൾ ടൈം അവിടെ നമുക്ക് പോവാണ്. സോ വാട്ട് വി ഹാവ് ടു ഡു ഇസ്, നമ്മൾ നമ്മുടെ പഠിക്കുന്ന കാര്യങ്ങൾ, ഡെയിലി ജനറൽ നോളജ് ഉള്ള കാര്യങ്ങൾ തന്നെ നമുക്ക് അങ്ങ് റീഡ് ചെയ്ത് വിടുവാണെങ്കിൽ അവിടെ ആ കാര്യത്തിൽ രണ്ട് കാര്യങ്ങളൊക്കെ നടക്കുമല്ലോ. കൂടാതെ നമ്മളവിടെ ഗ്രാമറും വൊക്കാബുലറി ഒക്കെ ഒരുപോലെ അങ്ങ് ഡിസ്കസ് ചെയ്ത് വിടുന്നതുകൊണ്ട് നമുക്കത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ആ ടൈം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും, ടൈം കളയാതെ അങ്ങ് പോവാം. അപ്പോൾ അതിനുവേണ്ടി ഒരു സെഷനാണ് റെഗുലറായിട്ട് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതായത് നമ്മുടെ കോട്ട് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. എവറി ഡേ ഈസ് എ ചാൻസ് ടു ബി ബെറ്റർ. നമുക്ക് എല്ലാ ദിവസവും ഒരു ദിവസം ഒരു മിസ്റ്റേക്ക് വരുത്തില്ലെങ്കിൽ ഇന്നലെ വരെ ഞാൻ എൻ്റെ അമ്മ ഞാൻ ഒന്നും ചെയ്യാതിരുന്നു, ഇറ്റ്സ് ഓക്കെ, ഇന്നലത്തെ കാര്യമല്ലേ, കഴിഞ്ഞു. ബട്ട് ടുഡേ ഇസ് എ ന്യൂ ഡേ, ഇറ്റ്സ് എ ന്യൂ ബിഗിനിങ് ആണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇറ്റ്സ് എ ചാൻസ് ഫോർ യു. നിങ്ങൾക്കൊരു ചാൻസ് ആണ്, ഓപ്പർച്യൂണിറ്റി ആണ് ടു ബി ബെറ്റർ. ഇന്നലത്തെക്കാളും ഒരു പിടി ബെറ്റർ ആവാനുള്ള ചാൻസ് ആണ് നിങ്ങൾക്ക് ഓരോ ദിവസവും കിട്ടുന്നത്. സോ മേക്ക് യൂസ് ഓഫ് ഇറ്റ്, യൂട്ടിലൈസ് ചെയ്യുക. ആ ദിവസം യൂട്ടിലൈസ് ചെയ്യുക, പരമാവധി നല്ല രീതിയിൽ അതിനെ കൊണ്ടുപോവുക, നിങ്ങൾക്ക് ബെനിഫിഷ്യൽ ആക്കി അതിനെ കൊണ്ടുപോകുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. അപ്പോൾ അതാണ് ഇന്നത്തെ ചിന്ത കേട്ടോ. അപ്പോൾ നമുക്കിന്ന് വന്നിരിക്കുന്ന ആർട്ടിക്കിളിനെ പറ്റി പറയാം. 2023 ഫോറസ്റ്റ് കൺസർവേഷൻ അമെൻമെൻറ്റ് ബില്ലിനെ പറ്റി ഒരു ആർട്ടിക്കിൾ ഉണ്ട്. അപ്പോൾ ഫോറസ്റ്റ് കൺസർവേഷൻ അമെൻമെൻറ്റ് ബില്ല് എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പോൾ നമുക്കറിയാം വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലേ. പരിസ്ഥിതി ലോല പ്രദേശം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയുന്നത് കേട്ടിട്ടുണ്ടല്ലേ. അപ്പം ഫോറസ്റ്റ് ഏരിയയുടെ അമെൻമെൻറ്റിനെ പറ്റിയും കൺസർവേഷൻ അമെൻമെൻറ്റിനെ പറ്റിയൊക്കെ ആയിട്ട് ആർട്ടിക്കിൾ ഉണ്ട്. ആ ബില്ലിനെ പറ്റിയ ആർട്ടിക്കിളാണ്. അപ്പോൾ അത് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തുവിടാം. അതാണ് നമ്മുടെ ആർട്ടിക്കിൾ ഓഫ് ദി ഡേ. നമുക്ക് വേറൊരു ആർട്ടിക്കിൾ കൂടെ ഉണ്ട്. നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ഓൺ ദ റോഡ്, ദർ ഓൺ ടൂറിലാണ്, കരീബിയൻ ടൂറിലാണ്. അപ്പം അവരുടെ സക്സസിനെ പറ്റിയും അവരുടെ കാര്യങ്ങളെ പറ്റിയൊക്കെയാണ് ഇന്നത്തെ ഒരു ആർട്ടിക്കിൾ. സ്പോർട്സ് റിലേറ്റഡ് ആർട്ടിക്കിളാണ്. അതിൻ്റെ ഒരുപാട് വൊക്കാബുലറി ഉള്ള ആർട്ടിക്കിളാണ്. നമ്മളെല്ലാ വൊക്കാബുലറി ഇവിടെ എടുത്തിട്ടുണ്ട്. ജസ്റ്റ് അതിനെപ്പറ്റി ഒരു ഇൻഫോ മാത്രം നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. സ്പോർട്സ് ആകുമ്പോൾ നിങ്ങൾക്ക് വേണ്ട പോയിന്റ്സ് മാത്രം നിങ്ങൾ ന്യൂസിൽ നോക്കിയാൽ മതി. വേറെ ഒന്നും നിങ്ങൾ ആർട്ടിക്കിൾ വൈസ് ഇതിന് ഡിസ്കസ് ചെയ്യേണ്ട കാര്യം വരുന്നില്ല. ബട്ട് നമുക്ക് നമ്മുടെ മറ്റു ആർട്ടിക്കിൾ, ഫോറസ്റ്റ് റിലേറ്റഡ് ആർട്ടിക്കിൾ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം നിങ്ങൾക്കറിയാം, നമ്മളൊരു പാരജമ്പിൾ ആയിക്കോട്ടെ, റീഡിങ് കോംപ്രിഹെൻഷൻ ആയിക്കോട്ടെ, ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു റീഡിങ് കോംപ്രിഹെൻഷൻ ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ ഡെഫിനറ്റ്ലി പറയും എക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള, എൻവയോൺമെൻറ്റൽ റിലേറ്റഡ് ആയിട്ട് ആർട്ടിക്കിളാണ് എപ്പോഴും ചോദിക്കാം. സോ ദാറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്ക് അത് ഇന്ന് ഡിസ്കസ് ചെയ്ത് വിടാം. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം വിത്ത് അവർ സിനോണിം, ബിഫോർ ദാറ്റ് നമ്മുടെ വൺ വേർഡ്സ്, ഫ്രേസൽ വേർബ്സ്, ഇഡിയംസിലോട്ട് പോകും. അപ്പോൾ ഡെയിലി ബേസിസിൽ ക്വസ്റ്റസ് അറ്റൻഡ് ചെയ്യുക. കറണ്ട് അഫയേഴ്സിൻ്റെ ക്വസ്റ്റസ്, ഡെയിലി വൊക്കാബുലറി, എഡിറ്റോറിയൽ വൊക്കാബുലറി ക്വസ്റ്റസ് ഉണ്ട്, സബ്ജക്ട് വൈസ്, എക്സാം വൈസ് ഒക്കെ ക്വസ്റ്റസ് ഉണ്ട്. അറ്റൻഡ് ചെയ്യുക. Adda247 ആപ്പിൽ ഇത് അവൈലബിൾ ആണ്. അപ്പോൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും പോയിട്ട് എന്നിട്ട് സൈൻ ഇൻ ചെയ്യുക. സൈൻ ഇൻ ചെയ്യുമ്പോൾ സ്റ്റേറ്റ് എക്സാംസ് കൊടുക്കുക, സ്റ്റേറ്റ് എക്സാംസിൽ കേരള എക്സാംസ്. അപ്പോഴാണ് നിങ്ങൾക്ക് ഈ പറഞ്ഞ ക്വസ്റ്റസ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റുക കേട്ടോ. അതുപോലെ നമ്മുടെ ചാനൽ മറക്കണ്ട, ബാങ്കേഴ്സ് Adda247 മലയാളം, അതുപോലെ Adda247 മലയാളം ചാനലാണ്. കൃത്യമായിട്ട് ക്ലാസ്സുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഇതാണ്. യൂട്യൂബിൽ ഒരുപാട് സെഷൻസ് നിങ്ങൾക്കുണ്ട്. അത് സെൻട്രൽ ഗവൺമെൻറ് എക്സാംസിനും സ്റ്റേറ്റ് ഗവൺമെൻറ് എക്സാംസിന് വേണ്ടി. പറഞ്ഞു വരുന്ന പോലെ ഇന്ന് മാരത്തൺ സെഗ്മെൻറ്റ് തുടങ്ങുവാണ് 12 മണിക്ക്. CGLൻ്റെ മാരത്തൺ ക്ലാസ് ഉണ്ട്, മാരത്തൺ റിവിഷൻ സെഗ്മെൻറ്റ് ഉണ്ട്. അപ്പം ആദ്യം കാവ്യമിസ് തുടങ്ങുക, എന്നിട്ട് റിജിൻ സാറിൽ അവസാനിക്കുന്ന ഒരു സെഷൻ. അപ്പോൾ നമുക്ക് 4.5 hours മാരത്തൺ ഉണ്ട്. പരമാവധി അത് യൂട്ടിലൈസ് ചെയ്യുക. കണ്ടന്റ് നിങ്ങൾ പരമാവധി നിങ്ങളിലോട്ട് എത്തിക്കട്ടെ. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് അവർ ഇഡിയംസ്, ഫ്രേസൽ വേർബ്സ്, വൺ വേർഡ്. ഇന്ന് കുറച്ചുണ്ടല്ലേ. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ വൺ വേർഡ് എന്ന് നോക്കാം, ബൈനിയൽ.
ബൈനിയൽ. നമ്മൾ ആനുവൽ എന്ന് പറയുമ്പോൾ വർഷത്തിൽ ഒരിക്കൽ നടക്കുന്നതിനാണ് ആനുവൽ എന്ന് പറയാം. എന്നാൽ ബൈനിയൽ എന്ന് പറഞ്ഞാൽ എന്നാണെന്നറിയോ, 2 വർഷത്തിൽ ഒരിക്കൽ നടക്കുന്നതിനാണ് നമ്മൾ ബൈനിയൽ എന്ന് പറയാം. ഓക്കെ, സോ ബൈനിയൽ ആയിട്ടുള്ള നടക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഓർത്താൽ മതി, എപ്പോഴും എല്ലാ വർഷവും നടക്കുകയല്ല, 2 വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന കാര്യമാണ് നമ്മൾ ബൈനിയൽ എന്ന് പറയുന്നത്. ഓർത്താൽ മതി. അക്കറിങ് എവറി 2 years അതിനാണ് ബൈനിയൽ. ബൈ എന്ന് പറയുമ്പോൾ തന്നെ 2 അല്ലേ, അപ്പോൾ ഓർത്തോണം ബൈ മന്ത്ലി എന്നൊക്കെ പറഞ്ഞത്. സോ ബൈനിയൽ എന്ന വാക്കിൻ്റെ അർത്ഥം അക്കറിങ് എവറി 2 years. ഓർത്ത് വെച്ചോ കേട്ടോ. അതുപോലെ തന്നെ അടുത്ത ഒരു ഫ്രേസാണ്, എക്സാമിനൊക്കെ ചോദിക്കുന്ന ഒരു ഫ്രേസാണ് ഓൺ ദ റൈസ്. സംതിങ് ഈസ് ഓൺ ദ റൈസ്. ഇപ്പോൾ നമ്മൾ പറയാണ് ഡ്യൂറിങ് മൺസൂൺ ദ emerging of diseases, emerging of numerous diseases is on the is on the rise എന്ന് പറഞ്ഞാൽ അവിടെ അറിയാം ഒരുപാട് പുതിയ പുതിയ ഡിസീസസ് ഒക്കെ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓൺ ദ റൈസ് എന്ന് പറഞ്ഞാൽ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു, അതാണ് ഓൺ ദ റൈസ് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ നമ്മൾ പ്രൈസസ് ഓഫ് ദ കമോഡിറ്റീസ് ആർ ഓൺ ദ റൈസ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ദ പ്രൈസ് ഓഫ് ദ ഫ്യൂവൽ, പെട്രോളിയം പ്രോഡക്ട്സ് ആർ ഓൺ ദ റൈസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഇൻക്രീസിങ് എന്ന അർത്ഥത്തിലാണ് കേട്ടോ. അപ്പോൾ അത് ഓർത്ത് വെച്ചോളാം. ഓൺ ദ റൈസ് എന്ന് പറഞ്ഞാൽ റൈസ് ചെയ്യുക എന്ന് പറയുമ്പോൾ തന്നെ ഇൻക്രീസ് ചെയ്യാന്നല്ലേ. അപ്പോൾ ഓൺ ദ റൈസ് എന്ന് പറയുന്ന ഫ്രേസ് വരുമ്പോൾ റൈസ് അവിടെ നൗൺ ആണ് കേട്ടോ, നൗൺ ആണ്. അപ്പം അങ്ങനെ ഫ്രേസ് വരുമ്പോൾ ഓർത്താൽ മതി ഇൻക്രീസ് ചെയ്യുക. വളരെ കോണ്ടെക്സ്റ്റുവൽ മീനിങ് ആയിട്ട് നമ്മളതിനെ കൂട്ടിയാൽ മതി. റൈസ് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യുന്നു. സോ ഓൺ ദ റൈസ് പറഞ്ഞാൽ ഇൻക്രീസ് ചെയ്യപ്പെടുന്നു, അത്രേ ഉള്ളൂ കേട്ടോ. അതാണ് അതിൻ്റെ ഒരു മീനിങ്, ഓർത്ത് വെച്ചോളാം. ഓൾ റൈറ്റ്. അടുത്താണ് ടേക്ക് ഓൺ ചെയ്യാം. എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ടേക്ക് ഓൺ ചെയ്യാന്ന് പറയില്ലേ. ടേക്ക് ഓൺ ചെയ്യാന്ന് പറയുമ്പോൾ ഒന്ന് എൻഗേജ് ചെയ്യുക ഒരു കാര്യത്തിൽ, അല്ലെങ്കിൽ നമ്മൾ ഒരാളെ ഹയർ ചെയ്യുക എന്നൊക്കെ അർത്ഥമുണ്ട് ടേക്ക് ഓൺ ചെയ്യാന്ന് പറയും. എന്നാൽ അതേ സമയത്ത് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് അതിൻ്റെ ഒരു മീനിങ് കൂടി ഉണ്ട്, ഒപ്പോസ് ചെയ്യുക. നമ്മളൊരാളെ ഒരു ഒപ്പോണന്റിനെ ചാലഞ്ച് ചെയ്യുക, അവരെ എതിർക്കുന്നതിന് നമുക്ക് എന്ത് പറയാം, ടേക്ക് ഓൺ ചെയ്യാന്ന് പറയും. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഫാമേഴ്സ് പ്രൊട്ടസ്റ്റ് ഒക്കെ വന്നപ്പോൾ ദ ഫാമേഴ്സ് ടുക്ക് ഓൺ ദി ഗവൺമെൻറ്, ഒപ്പോസ് ദ ഗവൺമെൻറ് അല്ലെ. ഗവൺമെൻറ് നന്നായിട്ട് ഫാം ബില്ലിനെതിരെ അവർ ഭയങ്കരമായിട്ട് ഒപ്പോസ് ചെയ്തു. സോ ടേക്ക് ഓൺ ചെയ്തു എന്ന് പറഞ്ഞാൽ ഒപ്പോസ് ചെയ്തു എന്നൊരു അർത്ഥമുണ്ട്. എന്നാൽ അതേ സമയത്ത് ടേക്ക് ഓൺ ചെയ്യുന്ന പറഞ്ഞാൽ എൻഗേജ് ചെയ്യുക, ഒരു കാര്യത്തിൽ നമ്മൾ എൻഗേജ്ഡ് ആവുക എന്നൊരർത്ഥം ടേക്ക് ഓൺ ചെയ്യുക എന്നുള്ള അർത്ഥമുണ്ട് കേട്ടോ. സോ റിമെമ്പർ ടേക്ക് ഓൺ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഫ്രേസൽ വെർബ് തന്നെയാണ് ടേക്ക് ഓൺ. ഓർത്തോണേ, അത് നമ്മൾ ഓർത്തിരിക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വൺസ് അഗൈൻ ഗുഡ് മോർണിംഗ്. എന്നാണ് വിശേഷം? എല്ലാവരും ഉഷാറല്ലേ? യെസ്. പ്രൈസ് ഓഫ് ദി വെജിറ്റബിൾസ് ആർ ഓൺ ദ റൈസ് അല്ല, കാർത്തികയെ ശ്രദ്ധിച്ചേ, പ്രൈസ് ആണ് ഈ പറയുന്നത്. പ്രൈസസ് ആണെങ്കിൽ ആർ ഓൺ ദ റൈസ് ആണ്, പ്രൈസ് ആണെങ്കിൽ സിംഗുലർ ആണ് കേട്ടോ. അപ്പോൾ വേർബ് സിംഗുലർ വരും. വെജിറ്റബിൾസ് അല്ല, പ്രൈസ് ഓഫ് വോട്ട് അതൊന്നും നോക്കേണ്ട കാര്യമില്ല, ആ പ്രൈസ് ആണ് അടുത്ത സബ്ജക്റ്റ്. അപ്പോൾ പ്രൈസിന് സിംഗുലർ വേർബ് കൊടുക്കുക. വെജിറ്റബിൾസ് നോക്കിയിട്ടല്ല കേട്ടോ വേർബ് കൊടുക്കേണ്ടത്, സബ്ജക്റ്റ് നോക്കാം. ബൈനിയൽ ഫെസ്റ്റിവൽ ഈസ് ഹാപ്പനിങ് നൗ. ദാറ്റ്സ് ഗ്രേറ്റ് മിസ്. I haven't തമ്മിലുള്ള I didn't dash and I haven't. ഓക്കെ, വ്യത്യാസം ഇത്രേ ഉള്ളൂ. എൻട്രി I didn't ആകുമ്പോൾ അത് സിമ്പിൾ പാസ്റ്റിലാണ്, I haven't ആകുമ്പോൾ പ്രസന്റ് പെർഫെക്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ പറയാം I didn't do it, ഞാനത് ചെയ്തില്ല എന്ന് പറയുമ്പോൾ പാസ്റ്റ് ടെൻസിലാണ് ഞാൻ പറഞ്ഞത്, സിമ്പിൾ പാസ്റ്റ് പറഞ്ഞത് ഞാനത് ചെയ്തില്ല. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ എന്ത് വരും? ഡിഡ് യു ഡു ഇറ്റ്, നീ അത് ചെയ്തോ? അപ്പോൾ ഞാൻ പറയും ഇല്ല ഞാൻ ചെയ്തില്ല, I didn't do it. നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ PSCയുടെ ഒരു പുതിയൊരു രീതിയിലുണ്ടോ, ഇൻട്രഗേറ്റീവ്സിലോട്ട് മാറ്റാന്ന് ചോദിക്കും അല്ലേ. അതായത് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം അനുസരിച്ചുള്ള ചോദ്യം ഏതായിരിക്കും. അപ്പോൾ നമ്മൾ നമ്മുടെ ഇത് നോക്കണം, എന്താ പറയുക, പ്രൈമറി ഓക്സിലറി വെർബ് നോക്കിയിട്ട് വേണം അത് ഏത് ഇതിൽ വരും, ടെൻസിൽ വരും എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്. അതാണ്. അപ്പം I didn't do it എന്ന് പറയുമ്പോൾ ഡിഡ് യു ഡു ഇറ്റ് എന്നുള്ളതാണ് ചോദ്യം വരിക അല്ലേ. അപ്പോൾ അത് സിമ്പിൾ പാസ്റ്റ്. എന്നാൽ ഹാവ് യു ഡൺ ദാറ്റ് ഓർ ഡൺ ഇറ്റ്, ഹാവ് യു ഡൺ ഇറ്റ്, നീ അത് ചെയ്തോ. അപ്പം അതായത് ഈ ഒരു സമയത്തിനുള്ളിൽ നീ ചെയ്തോ എന്നുള്ളതാണ് സിമ്പിൾ പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറയുന്നത് അർത്ഥം. അപ്പോൾ ഞാൻ I haven't done that, ഞാനത് ചെയ്തിട്ടില്ലേ എന്ന് പറയും. I haven't done, അതായത് ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ല, വേണമെങ്കിൽ ചെയ്യാം അല്ലേ, ഇതുവരെ ചെയ്തിട്ടൊന്നുമില്ല, അതാണ് അർത്ഥം. സോ ദാറ്റ് ഈസ് I haven't done that. സിമ്പിൾ അല്ല, പ്രസന്റ് പെർഫെക്റ്റ് ആണ്. പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു മൊമെന്റ് കുറച്ച് മുമ്പേ ഹാപ്പൻ ചെയ്യാം, പക്ഷേ സംഭവം നടന്നു കഴിഞ്ഞ കാര്യമാണ്, ബട്ട് അതിൻ്റെ ഇഫക്റ്റ് ഇപ്പോഴും പ്രസൻറ്റിൽ ഉണ്ട്, അതിനെയാണ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയാം. ബട്ട് സിമ്പിൾ പാസ്റ്റ് അങ്ങനെയല്ല, പണ്ട് എപ്പോഴോ കഴിഞ്ഞ ആക്ഷൻ, എപ്പോഴോ പണ്ട് അല്ലെ കുറച്ച് മുമ്പോ എപ്പോഴും ആയിക്കോട്ടെ, ഇറ്റ് ഈസ് ഡൺ ആൻഡ് അല്ലേ, അത് കഴിഞ്ഞു, പരിപാടി ഈസ് കഴിഞ്ഞു. പക്ഷേ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആകുമ്പോൾ അതിൻ്റെ എഫക്റ്റ്, ആക്ഷൻ്റെ എഫക്റ്റ് ഇപ്പോഴും നമ്മുടെ പ്രസന്റിൽ ഇങ്ങനെ ഉണ്ട്, അതിനെയാണ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയാം. അത് വ്യത്യാസമുള്ളൂ കേട്ടോ, ഓർത്ത് വെച്ചാൽ മതിയേ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ശ്രീ I couldn't buy that because its price is on the rise. That's great. We used to conduct our alumnus meetup. Alumnus meeting അല്ല, alumnus എന്ന് പറയുന്നത് സിംഗുലർ അല്ലേ, നമ്മൾ പറയുന്ന alumni meetup എന്നാ കേട്ടോ, ഇങ്ങനെ പറയാം. We used to conduct our alumni meetup. ബൈനിയൽ അല്ല, ബൈനിയൽ അഡ്ജക്റ്റീവ് അല്ലേ, ബൈനിയലി എന്ന് കൊടുക്കുക, ബൈനിയലി. അപ്പോൾ കരിച്ച കണ്ടക്ട് ചെയ്യുക ഇസ് എ വേർബ് അല്ലേ, വേർബിനെ ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി അനുപമ എന്ന് കൊടുക്കണം,
അല്ല അനുപമയല്ല, അനക്ക് എന്നെ കൊടുക്കണം, അഡ്വേർബ് കൊടുക്കുക. കണ്ടക്ട് എന്ന വേർബിനെ ക്വാളിഫൈ അഡ്വേർബ് കൊടുത്തേ ബൈനിലി കൊടുക്കുക കേട്ടോ. മീറ്റപ്പ് ബൈനിലി. ഡ്യൂറിംഗ് graduation time we have biennial industrial visits. All right, that's great. ഈസ് ഉദ്ദേശിച്ച് പിന്നെ മാറ്റിയോ അടിച്ച് ഈസാട്ടോ, അതേടാ ഈസാടെ കറക്റ്റ്, അത് നോക്കിയാൽ മതി. പ്രൈസ് ഓഫ് ടൊമാറ്റോ ഈസ് ഓൺ ദ റൈസ്. യെസ്, ഡ്രീം ക്യാച്ചർ ആണ് അല്ലേ. കൂടുന്നൊരു വില, എന്താണ് പറയുക, തക്കാളിയുടെ വില. അതാ ഇപ്പൊ ചർച്ചാ വിഷയം ശരിക്കും. ഹിസ് ഫാദർ ഓൾവേസ് ഡു അല്ല, ഫാദർ അല്ല ലക്ഷ്മി, അപ്പൊ സിംഗുലർ അല്ല വേണ്ടേ. ഹിസ് ഫാദർ ഓൾവേസ് ഡസ് ബൈനിയൽ മെഡിക്കൽ ചെക്കപ്പ് കേട്ടോ. ഹിസ് ഫാദർ ഓൾവേസ് ഡസ് ബൈനിയൽ മെഡിക്കൽ ചെക്കപ്പ് കേട്ടോ. ഐ എം ഓൾവേസ് ടേക്ക് ഓൺ മെനി അല്ല, ഐ എം ഓൾവേസ് അല്ല കാർത്തിക്, ഐ ഓൾവേസ്. അവിടെ ആം വേണ്ട, നമ്മൾ ആം കൊടുക്കില്ലേ, ആമോ ഈസോ ആറോ ഒക്കെ നമ്മൾ കൊടുക്കുന്ന, വോസ് ഒക്കെ വേറെ കൊടുക്കുന്ന എപ്പോഴാണെന്നറിയോ, കണ്ടിന്യൂസ് ടെൻസ് കൊടുക്കാൻ. ഇപ്പം ഞാൻ പറയാണ് ഐ എം ടോക്കിംഗ് ടു യു, ഞാൻ നിന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഐ എം ടേക്കിംഗ് ക്ലാസ് റൈറ്റ് നൗ, ഞാനിപ്പോൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കണ്ടിന്യൂസ് ആക്ഷനാണ്. പക്ഷേ കാർത്തിക് പറഞ്ഞ അങ്ങനെയല്ല, ഞാൻ പല ആക്ടിവിറ്റീസിലും എൻഗേജ്ഡ് ആവാറുണ്ട് എന്നല്ലേ. അപ്പോൾ അതിന് തന്നെ കൊടുക്കുക ഐ ഓൾവേസ് ടേക്ക് ഓൺ മെനി ആക്ടിവിറ്റീസ്. ഐ ആം അവിടെ ആവശ്യമില്ല കേട്ടോ കാർത്തിക്. ഗുഡ് മോർണിംഗ് സർ, ഐ എം വെരി ബിസി ബിസിനസ് മാൻ, സോ ഐ മീറ്റ് മൈ ഫാമിലി വെരി റെയർലി, മേ ബി വൺസ് ഇന്ന് വേണ്ട, മേ ബി ബൈനിലി എന്ന് കൊടുത്താൽ മതി. ഏറ്റവും സിമ്പിൾ വേ ഈസ് അനൂപ ഇങ്ങനെ കൊടുത്താൽ മതി, മേ ബി ബൈനിലി, അത് മതി. അല്ലെങ്കിൽ വൺസിനെ ബൈനിൽ എന്ന് പറയില്ല, കാര്യം വൺസ് ഇൻ 2 years എന്ന് അങ്ങനെ കൊടുക്കണേ, വൺസ് ഇൻ 2 years എന്ന് കൊടുക്കണം. കാര്യം ഇന്ന് കഴിഞ്ഞിട്ട് ബൈനിൽ കൊടുക്കില്ല, കാരണം ബൈനിൽ ഇസ് ആൻ അഡ്ജക്റ്റീവ്. നമ്മൾ ഒരിക്കലും പ്രിപ്പോസിഷൻ ഇട്ട് കഴിഞ്ഞാൽ അതിന് ഒബ്ജക്റ്റ് വേണ്ടേ, അതുകൊണ്ട് കൊടുക്കണം. അല്ലെങ്കിൽ നീ എന്നെ കൊടുക്കണം എന്ന് പറയാം, മേ ബി ബൈനിലി കൊടുക്കുക, മേ ബി ബൈനിലി, ഓർ ഇങ്ങനെ കൊടുക്കുക, ഓർ വൺസിന് 2 years എന്ന് കൊടുക്കണം. അപ്പം ആലോചിച്ച് ആൻസർ എടുക്കുക അവിടെ കേട്ടോ. ഹി കെയിം ടു ഹോം ബൈനിലി, കെയിം ടു ഹോം അല്ല, ഹി കെയിം ഹോം ബൈനിലി കേട്ടോ. ടു അവിടെ വേണ്ട, കാര്യം ഹോം എന്ന് പറയുന്ന ഇത് ഒബ്ജക്റ്റ് ആയിട്ടല്ല ഇവിടെ ഉപയോഗിക്കുന്നത്. കം എന്ന വേർബിന് ഒബ്ജക്റ്റ് ഇല്ലല്ലോ, അല്ലേ, ട്രാൻസിറ്റ് വേർബ് അല്ലല്ലോ, അപ്പോൾ അത് അഡ്വേർബാ, ഹോം ഒരു അഡ്വേർബാ. സോ ഹി കെയിം ഹോം ബൈനിലി എന്ന് കൊടുക്കും കേട്ടോ. ഓൺ ദ റൈസ് ഓഫ് ഫീവർ ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഡിസൈഡ് ടു ഗിവ് പ്രിക്കോഷണറി ഡോസ് കേട്ടോ. You should take on any activities to overcome this depression. That's great. Fuel consumption is on the rise, that leads to its shortage. That's great. We have biennial family get together. Great. In the rain season alla Raufe, in the rainy season keto, the adjective rainy aane. In the rainy season communal allallo, communal ന്റെ മീനിങ് വരാം, കമ്മ്യൂണിക്കബിൾ. അങ്ങനെയല്ല ഞാൻ പറയാം മാറിപ്പോയല്ലോ എനിക്ക്. കമ്മ്യൂണൽ അല്ല, കമ്മ്യൂണൽ എന്ന് പറഞ്ഞാൽ എന്നാ അർത്ഥം അറിയോ, കമ്മ്യൂണൽ റൈറ്റ്സ് ഒക്കെ പറയില്ലേ, വർഗീയമായ കമ്മ്യൂണിറ്റികൾ തമ്മിലുള്ള എന്നാണ്. എന്തായിരുന്നു അതിന് പറയുന്നത്, കമ്മ്യൂണിക്കബിളോ എന്തായിരുന്നു, യെസ്, ഇറ്റ്സ് കമ്മ്യൂണിക്കബിൾ ഡിസീസ്. ഒന്നിൽ നിന്ന് മറ്റൊരിടത്ത് അല്ലേ പാസ് ഓൺ ചെയ്യുന്നത്, ദാറ്റ് ഇസ് കമ്മ്യൂണിക്കബിൾ ഡിസീസ്. അതെ, കമ്മ്യൂണൽ ഡിസീസ് അല്ലേ. കമ്മ്യൂണൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം കമ്മ്യൂണിറ്റികൾ തമ്മിലുള്ള എന്ന് അല്ലല്ല, ആൾക്കാരോട് സ്പ്രെഡ് ചെയ്ത് പോകുന്നതല്ല ഡിസീസസ്, കമ്മ്യൂണിക്കബിൾ ഡിസീസ് അല്ലേ, അതാണ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ്. ഞാൻ ഓർക്കുന്നു എന്തോ സംതിങ് ഇസ് അവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ടല്ലോ. സോ ദാറ്റ്സ് ഇറ്റ് കേട്ടോ. റൗഫ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ഇങ്ങനെ പറയാം. ഇൻ ദ റെയിനി സീസൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആർ ഓൺ ദ റൈസ്. ഡിസീസസ് ആണ് അവിടുത്തെ സബ്ജക്റ്റ്. അപ്പോൾ ആർ ഓൺ ദ റൈസ്, അവിടെ വെർബ് കൊടുത്തിട്ടില്ല. ഓൺ ദ റൈസ് വെറുതെ കൊടുക്കരുതേ, ആർ ഓൺ ദ റൈസ് വെർബ് കൊടുത്താലേ സെന്റൻസ് കംപ്ലീറ്റ് ആവുള്ളൂ. ഇല്ലെങ്കിൽ അതിന് ഹാർട്ടില്ലെന്നേ, ജീവൻ ഇല്ലാണ്ട് പോകും. ഓക്കെ, അതൊന്ന് ശ്രദ്ധിച്ചോണേ റോഫെ, ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് അത് കേട്ടോ. പിന്നെ ലെറ്റ്സ് സീ, അടുത്തോട്ട് നോക്കാം. ഓൺ ദ റൈസ് ഓഫ് വെജിറ്റബിൾസ് പ്രൈസ് ആൻഡ് സ്കേഴ്സിറ്റി. ഓൺ ദ റൈസ് ഓഫ് വെജിറ്റബിൾസ് പ്രൈസ് and scarcity are mainly due to അല്ലല്ല, അങ്ങനെ അവിടെ ഓൺ ദ റൈസ് ഓഫ് വെജിറ്റബിൾസ് പ്രൈസ് കൊടുക്കില്ല. ഓൺ ദ റൈസ് ഓഫ് വെജിറ്റബിൾസ് പ്രൈസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഫ്രേസ് ആയിട്ടുള്ളൂ, അതിന് കംപ്ലീറ്റ് ചെയ്യാൻ ഒരു മെയിൻ സെന്റൻസ് കൊടുക്കണം എന്നൊക്കെ. അല്ലെങ്കിൽ ഇങ്ങനെ കൊടുക്കണം എന്നറിയാം, റൈസിങ് വെജിറ്റബിൾ പ്രൈസ് അല്ലെങ്കിൽ ഹൈക്കിംഗ് വെജിറ്റബിൾ പ്രൈസ് ആൻഡ് സ്കേഴ്സിറ്റി ആർ മെയിൻലി ഡ്യൂ ടു ഫ്ലഡ് ഇൻ നോർത്ത് ഇന്ത്യ എന്ന് കൊടുക്കും കേട്ടോ. കാരണം വെച്ചാൽ ഇപ്പോൾ ഓൺ ദ റൈസ് വെജിറ്റബിൾ പ്രൈസ് എന്ന് കൊടുത്തിട്ട് ബാക്കി അതിനൊരു കംപ്ലീറ്റ് ചെയ്യാനോട് ഒരു ക്ലോസ് കൊടുത്തില്ലെങ്കിൽ മീനിങ് ഫുൾ ആവില്ല അത് കേട്ടോ അനക. ഓൺ ദ റൈസ് ഓഫ് വാട്ടർ ഇവിടെ കൊടുത്തിരിക്കുന്നുണ്ടോ, കൊമ്മ, വി കമ്പൽ ടു
we compelled to get out from the house അല്ല, we are compelled. നമ്മൾ കമ്പൽ ചെയ്യപ്പെടുന്നു, passive voice. We are compelled to get out from house or from home. റസിയ, on the rise of water, comma, we are compelled. അതായത് somebody compelled us അല്ലെ, ആരോ പറഞ്ഞു വേഗം ഇറങ്ങും, ഗവൺമെന്റ് പറയണം വേഗം ഇറങ്ങണം കേട്ടോ, ഇവിടെ ശരിയാവില്ല. അപ്പോൾ we are compelled to get out from house കേട്ടോ. Get out from house, get out of house, get out of a house, out of home. He took on his father's decision. That's great. Sorry, I can't attend your call because I'm take on duty. I'm taking on duty. Taking on duty. ഇന്ന് വേണ്ട, ഓൺ കഴിഞ്ഞിട്ട് പിന്നെ എന്തിനാ ഇന്ന് കൊടുക്കുന്നത്, വേണ്ട കേട്ടോ. I am കൊടുത്ത ing ഫോം കൊടുക്കുക. I am taking on duty എന്ന് പറഞ്ഞു. That's why. Advocate of Adivasi leader strongly took on the statements made by the Advocate General. That's great. He is not ready to step in our office. Okay, മനസ്സിലായല്ലേ? Okay, fine. We all have responsibility. Have എന്ന് പറയുമ്പോൾ പൊസിഷൻ ആണ്, അപ്പോൾ have responsibility. അല്ലെങ്കിൽ we all are responsible. കേട്ടോ, we all are responsible. അപ്പോൾ we all are എന്ന് നമ്മൾ നോർമലി പറയുക, അത് ഫോർമൽ യൂസേജ് അല്ല. അതിന് വരെ എന്നെ കൊടുക്കണ all of us are responsible to make amends whatever mistakes we ever done അല്ല, we have ever done, unless it causes to അല്ലടാ, it causes. ഓക്കെ, എന്ത് കോസ് ആവും ചെയ്യുന്നു, കോസ് ട്രാൻസിറ്റീവ് അല്ല, കോസസ് വാട്ട്, എന്ത് കൊടുക്കണം, അതേഴ്സ് ഹു ആർ ഫോളോയിങ് അസ്. ഇവിടെ കോസ് കഴിഞ്ഞിട്ട് ടു ഫോളോ, ടു ഇൻഫിനിറ്റീവ് കൊടുക്കാൻ പറ്റില്ല, ഒന്ന് ശ്രദ്ധിച്ചോണം. അപ്പോൾ അടുത്തതായിട്ട് പറയാം, സ്റ്റെപ്പ് ഇൻ ടു സംബഡീസ് ഷൂസ് എന്ന് പറയില്ലേ, നമ്മൾ മറ്റൊരാളുടെ ഷൂസിലോട്ട് സ്റ്റെപ്പ് ഇൻ ചെയ്യാം എന്ന് വെച്ചാൽ ടേക്ക് ഓവർ സംബഡീസ് ജോബ് ഓർ പൊസിഷൻ. അവരുടെ ആ ഒരു പൊസിഷൻ, നീ അവരുടെ പൊസിഷനിൽ നിന്നും ചിന്തിച്ച് നോക്കിയേ. നമ്മൾ പറയില്ലേ ജസ്റ്റ് സ്റ്റെപ്പ് ഇൻ ടു ഹർ ഷൂസ്, നീ അവളുടെ പൊസിഷനിൽ നിന്നൊന്ന് ആലോചിച്ച് നോക്ക്. ജസ്റ്റ് സ്റ്റെപ്പ് ഇൻ ടു ഹിസ് ഷൂസ്, നീ ഇങ്ങനെ ചൂടാവാതെ അവൻ്റെ ഭാഗത്ത് നീ ഒന്ന് ചിന്തിച്ച് നോക്കിയേ എന്ന് പറയില്ലേ. അതായത് നമ്മൾ യു ആർ ഐഡൻറ്റിഫൈങ് യുവർ സെൽഫ് വിത്ത് ദാറ്റ് പേഴ്സൺ. അതാണ് സ്റ്റെപ്പ് ഇൻ ടു സംബഡീസ് ഷൂസ്. ഒന്ന്, അല്ലാതെ മറ്റൊരാളുടെ ജോലി നമ്മൾ ഏറ്റെടുത്ത് ചെയ്യുക, അതുമാണ് സ്റ്റെപ്പ് ഇൻ ടു സംബഡീസ് ഷൂസ് കേട്ടോ. രണ്ടർത്ഥമുണ്ട്. സ്റ്റെപ്പ് ഇൻ ടു സംബഡീസ് ഷൂസ് എന്ന് പറഞ്ഞാൽ ടേക്ക് ഓവർ വൺ സംബഡീസ് ജോബ്, അല്ലെങ്കിൽ ടേക്ക് ഓവർ ഒരാളുടെ പൊസിഷൻ, അവരുടെ അവസ്ഥയിലിട്ട് നിങ്ങളൊന്ന് ടേക്ക് ഓവർ ചെയ്ത് നോക്കുക. ദാറ്റ്സ് എ ഡിഫറൻസ്. ഓക്കെ, രണ്ടും ഓർത്ത് വെച്ചോളാം. അടുത്ത വളരെ കോമൺ ആയ എക്സ്പ്രഷൻ ആണ്, എക്സാമിന് വന്നിട്ടുള്ള ഇതാണ് മേക്ക് അമെൻസ്. അമെൻമെന്റ് എന്ന് പറഞ്ഞാൽ ചേഞ്ച്, മാറ്റം അല്ലെ, ഭേദഗതി, അതാണ് അമെൻമെന്റ്. അപ്പോൾ മേക്ക് അമെൻസ് പറഞ്ഞാൽ മാറ്റം വരുത്തുക. കറക്റ്റ് മിസ്റ്റേക്ക്, നമ്മൾ ചെയ്തൊരു തെറ്റിന് നമ്മൾ തിരുത്തുന്നതിന് നമുക്ക് പറയാം മേക്ക് അമെൻസ്. മേക്ക് അമെൻസ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് എ മിസ്റ്റേക്ക് എന്നാണ്. നമ്മൾ ചെയ്ത ഒരു തെറ്റ് നമ്മൾ തിരുത്തുന്നതിനാണ് മേക്ക് അമെൻസ് എന്ന് പറയാം കേട്ടോ. ഇതൊരു ഇഡിയമാണ്, മറക്കണ്ട. അതുപോലെ സ്റ്റെപ്പ് ഇൻ ടു സംബഡി ഷൂസും ഇഡിയം തന്നെ. അടുത്ത ഫിഗർ ഔട്ട് ചെയ്യാം. ലെറ്റ് മീ ഫിഗർ ഔട്ട് എ വേ. യു ഡോണ്ട് വറി, ലെറ്റ് മീ ഫിഗർ ഔട്ട് സം വേ. എന്തെങ്കിലും ലെറ്റ് മീ ഫിഗർ ഔട്ട് സംതിങ്, ഞാൻ എന്തെങ്കിലും ഒന്ന് നോക്കട്ടെ. ലെറ്റ് മീ സോൾവ് ദാറ്റ് പ്രോബ്ലം, ലെറ്റ് മീ ഫൈൻഡ് എ സൊല്യൂഷൻ അല്ലെ, ഡിസ്കവർ ദ ആൻസർ, സൊല്യൂഷൻ കണ്ടെത്തുക, അല്ലെങ്കിൽ സോൾവ് എ പ്രോബ്ലം. അതിനൊക്കെയാണ് നമ്മൾ ഫിഗർ ഔട്ട് ചെയ്യാന്ന് പറയാം അല്ലേ. ഫിഗർ ഔട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പ്രോബ്ലത്തിന് സോൾവ് ചെയ്യട്ടെ, അല്ലെങ്കിൽ ഇതിനുള്ള ആൻസർ കണ്ടെത്തട്ടെ, അതിനെയാണ് നമ്മൾ എന്ത് പറയാ, ഫിഗർ ഔട്ട് ചെയ്യാന്ന് പറയാം അല്ലെ. ഫൈൻഡ് എ വേ, ലെറ്റ് മീ ഫൈൻഡ് എ വേ, ലെറ്റ് മീ ഫിഗർ ഔട്ട് സംതിങ് എന്ന് പറയുന്ന സാധനം ഫിഗർ ഔട്ട് ചെയ്യുക ഈസ് എ ഫ്രേസൽ വേർബ്, മറക്കണ്ട. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് ഇൻ ചെയ്യുക. ഒരു കാര്യത്തോട് സ്റ്റെപ്പ് ഇൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഗെറ്റ് ഇൻവോൾവ് ഇൻ എ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ. നമ്മളൊരു കാര്യത്തിലോട്ട് നമ്മൾ അതിലോട്ട് ഇന്റർവ്യൂ ചെയ്യാണ്, സ്റ്റെപ്പ് ഇൻ ചെയ്യാണ്. യു ഗെറ്റ് ഇൻവോൾവ് ഇൻ ടു സംതിങ് ഇൻ എ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ എസ്പെഷ്യലി, അതിനാണ് സ്റ്റെപ്പ് ഇൻ ചെയ്യുക എന്ന് പറയാം. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് സ്റ്റെപ്പ് ഔട്ട് ചെയ്യുക കേട്ടോ. സ്റ്റെപ്പ് ഇൻ ചെയ്യുക ഇൻവോൾവ് ആവുക, സ്റ്റെപ്പ് ഔട്ട് ചെയ്യുക ജസ്റ്റ് ബാക്ക് ഔട്ട് ചെയ്യുക, ദാറ്റ്സ് ഇറ്റ്. എന്നാൽ അതായത് നമ്മൾ ക്വിറ്റ് ചെയ്യുക അല്ലേ, നമ്മൾ ഇട്ടിട്ട് പോവാണ്, അതന്നെയാണ് സ്റ്റെപ്പ് ഔട്ട് ചെയ്യുക പറയാം. സ്റ്റെപ്പ് അപ്പ് ചെയ്യുക വേറൊരു വാക്കാണ്, ഫ്രേസൽ വേർബാണ് സ്റ്റെപ്പ് അപ്പ് ചെയ്യുക. സ്റ്റെപ്പ് അപ്പ് ചെയ്യുക മീൻസ് ഒന്ന് ഇൻക്രീസ് ചെയ്യാം. നമ്മുടെ പ്രൊഡക്ഷൻ സ്റ്റെപ്പ് അപ്പ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ. അപ്പോൾ സ്റ്റെപ്പ് അപ്പ് ഇസ് ഒന്ന് ഇൻക്രീസ്. രണ്ടാമത് ഹി സ്റ്റെപ്ഡ് അപ്പ് ഇൻ ടു ഹിസ് ഫാദേഴ്സ് പൊസിഷൻ എന്നൊക്കെ പറഞ്ഞാൽ, അല്ലെങ്കിൽ ഹി സ്റ്റെപ്ഡ് അപ്പ് വിത്ത് എ സൊല്യൂഷൻ ഓർ ഹി സ്റ്റെപ്ഡ് അപ്പ് വിത്ത് എ പ്രൊപ്പോസൽ. പുള്ളി മുന്നോട്ട് വന്നു, ഒരു കാര്യത്തോട് നമ്മൾ ചെയ്യാൻ വേണ്ടി മുന്നോട്ട് വരിക, ആ അർത്ഥവും സ്റ്റെപ്പ് അപ്പിനുണ്ട്. നേരെ അതിൻ്റെ ഓപ്പോസിറ്റ് വരുമ്പോൾ സ്റ്റെപ്പ് ഡൗൺ. അപ്പിൻ്റെ ഓപ്പോസിറ്റ് ഡൗൺ ആണ്, അതുപോലെ ഇന്നിൻ്റെ ഓപ്പോസിറ്റ് ഔട്ട് ആണ്. അപ്പോൾ സ്റ്റെപ്പ് ഇൻ, സ്റ്റെപ്പ് ഔട്ട്, സ്റ്റെപ്പ് അപ്പ്, സ്റ്റെപ്പ് ഡൗൺ ഓർത്ത് വെച്ചോളാം. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ഓർത്ത് വെച്ചോളാം കേട്ടോ. അപ്പോൾ രണ്ടർത്ഥം ഉണ്ട് സ്റ്റെപ്പിനും സ്റ്റെപ്പ് അപ്പിനും, ഓർത്ത് വെച്ചോളാം. So that's it. All right, let me see your sentences. We all അത് പറഞ്ഞല്ലേ, he's taking on his final preparation because exam is at the next door. All right, I take on the corruption, I oppose the corruption. Okay, only Indian Parliament has the power to make amendments. All right, on the coming Sunday, I want to take on my friend's wedding. Okay, all right. I engage എന്ന അർത്ഥത്തിലല്ല ടു ടേക്ക് ഓൺ ചെയ്യാന്ന് പറഞ്ഞാൽ അത് എന്താ പറയുക,
ഞാനൊരു കാര്യത്തിൽ ഇൻവോൾവ് ആവുക, അതാണ് എൻഗേജ് ചെയ്യുക, ആ അർത്ഥമാണ്. എൻഗേജിന് രണ്ടർത്ഥമുണ്ട്. ഇൻവോൾവ് ആവുക അതാണ് ടേക്ക് ഓൺ, ഇൻവോൾവ് ഇൻ ആൻ ആക്ടിവിറ്റി, ആ ടേക്ക് ഓൺ അതാണ് എൻഗേജ് എന്ന അർത്ഥം. ഇത് അനുശ്രീ ഉദ്ദേശിച്ച ടേക്ക് ഓൺ അല്ല, ആ അർത്ഥമല്ല. ഓക്കെ, അത് കഴിഞ്ഞല്ലേ. ഐ എം വെരി മച്ച് കേപ്പബിൾ ഓഫ് ഫിഗർ ഔട്ട്. കാർത്തികേ, ഐ എം വെരി മച്ച് കേപ്പബിൾ ഓഫ് എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ അല്ലേ. പ്രിപ്പോസിഷന് ശേഷം നമുക്ക് ഒരിക്കലും വെർബിന്റെ V1 കൊടുക്കരുത്. ജെറണ്ട് കൊടുത്തു. ജെറണ്ട് എന്ന് പറഞ്ഞാൽ V4 ING ഫോം. എങ്ങനെ കൊടുക്കാം? ഐ എം വെരി മച്ച് കേപ്പബിൾ ഓഫ് ഫിഗറിംഗ് ഔട്ട് മെനി പ്രോബ്ലംസ് അറൌണ്ട് മീ. ഐ എം വെരി മച്ച് കേപ്പബിൾ ഓഫ് ഫിഗറിംഗ് ഔട്ട്. കേട്ടോ, ഫിഗറിംഗ് ഔട്ട് കൊടുക്കുക. ഫിഗർ ഔട്ട് അല്ല, ഫിഗറിംഗ് ഔട്ട്. You have to get ready to make amends. Make amends കൊടുക്കുക, റൌഫ്. amends കൊടുക്കുക കേട്ടോ. I want to make amends in my project report. That's great. Nobody could അവിടെ പക്ഷേ ശരിക്കും മേക്ക് അമെൻസ് പറഞ്ഞാൽ ഇങ്ങനെ നമ്മൾ അങ്ങനത്തെ സ്പെല്ലിംഗ് മിസ്റ്റേക്സോ അല്ലെങ്കിൽ പ്രോജക്റ്റ് വരുന്ന മിസ്റ്റേക്ക് അങ്ങനെയല്ല. നമ്മൾ ചെയ്യുന്ന തെറ്റില് ലിറ്ററലി നമ്മൾ പറയില്ലേ, ഐ ഹാവ് ടു മേക്ക് അമെൻസ് വിത്ത് ഹിം. അവനോട് ഞാൻ പോയിട്ട് ക്ഷമ പറഞ്ഞിട്ട് എല്ലാം ഒന്ന് കറക്റ്റ് ചെയ്യാൻ പോയി, ഞാൻ അവനോട് കുറേ തെറ്റ് ചെയ്തിട്ടുണ്ട്, ഐ എം ഗോയിങ് ടു മേക്ക് അമെൻസ് വിത്ത് ഹിം എന്ന് പറഞ്ഞാൽ ഞാൻ അവനോട് പോയിട്ട് അത് ആ ഒരു കറക്റ്റ് ഇല്ലേ, നമ്മൾ ചെയ്ത തെറ്റുകൾ തിരുത്ത ആ തെറ്റാണ്. അല്ല നമ്മൾ വരുന്ന ചെറിയ ഇങ്ങനത്തെ മിസ്റ്റേക്സ് അല്ലേ, ആ എറേഴ്സിനെ അല്ല കേട്ടോ പറയണേ, അത് ഓർത്തോണേ, അതിൻ്റെ വ്യത്യാസമുണ്ട്. കോണ്ടെക്സ്റ്റിൽ അതിൻ്റെ മീനിങ് മാറിയിട്ടുണ്ട് കേട്ടോ. Nobody could step into Modiji's shoes in the latest election. All right. On the rise of students to migrate abroad for studies is a reflection of outdated Kerala's education system. Outdated Kerala's outdated education system. Of Kerala's outdated education system. All right, that's fine. The government had not yet figured out the issues that is happening in Manipur. Had not alla, the government has not yet figured out. കേട്ടോ, കാര്യം എന്താ വെച്ചാൽ മറ്റേ യെറ്റ് എന്ന് പറയുന്ന പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു അഡ്വേർബ് ആണ് കേട്ടോ, അഡ്വേർബ് ഓഫ് ടൈം ആണ്. ഓക്കെ, അടുത്തത് ഹി മേക്സ് അമെൻസ് വിതൗട്ട് എനി ഷൈനെസ്. ഷൈ എന്ന് പറഞ്ഞ അഡ്ജക്റ്റീവ് ആണ്, ഷൈനെസ് ആണ് നൗൺ, ആൻഡ് ഇറ്റ് ഇംപ്രൂവ്സ് ഹിസ് പേഴ്സണാലിറ്റി. Okay, sometimes it becomes difficult to figure out some problems. Yes, it is. Anjali, yeah, I understand. The chief minister steps into speaker's shoes on his absence. That's great. You have to raise your voice and step up to seek justice. That's great. The festival is biennial in the village. All right. When the company is suffering from a massive loss, the employees step in to solve it. All right. The employees കൊടുക്കണം, പ്ലൂറൽ കൊടുക്കുക, എംപ്ലോയീസ്, എന്നാലേ സ്റ്റെപ്പ് ഇൻ വരുള്ളൂ, അല്ലെങ്കിൽ സ്റ്റെപ്സ് ഇൻ വരണം കേട്ടോ. അതിനാ സബ്ജക്റ്റ് എംപ്ലോയി ആണെങ്കിൽ സ്റ്റെപ്സ് ഇൻ കൊടുക്കുക, സബ്ജക്റ്റ് എംപ്ലോയീസ് ആണെങ്കിൽ സ്റ്റെപ്പ് ഇൻ കൊടുത്തു, പ്ലൂറൽ കൊടുത്തു, കുഴപ്പമില്ല. യു ഷുഡ് ഫിഗർ ഔട്ട് ദ കറണ്ട് ഇഷ്യൂ ബൈ മേക്കിംഗ് അമെൻമെന്റ്സ്. ഓൾ റൈറ്റ്, അമെൻമെന്റ്സ് വേറെ, മേക്ക് അമെൻറ്റ്സ് വേറെ കേട്ടോ. മേക്ക് അമെൻമെന്റ്സ് ഇസ് ഡിഫറെന്റ്, മേക്കിംഗ് അമെൻഡ് ഇസ് ഡിഫറെന്റ്, അമെൻറ്റ്സ് ഇസ് ഡിഫറെന്റ് കേട്ടോ. സോ അല്ലേ, ഐ എം വെരി ഇൻട്രസ്റ്റഡ് ടു സ്റ്റെപ്പ് ഇൻ മൈ ചൈൽഡ്ഹുഡ്. ഓക്കെ, all right, step in my childhood, get involved in my childhood. Okay, അതായത് തിരിച്ചു പോകാൻ, ബാക്കോട്ട് പോകാനാണ് നീ ആഗ്രഹിക്കുന്നത് അല്ലേ. നമ്മളെപ്പോഴും എപ്പോഴും വരണം, നമ്മുടെ ചൈൽഡ്ഹുഡിലോട്ട് നമ്മൾ ഭയങ്കര നൊസ്റ്റാൾജിക് ആയിട്ട് എൻ്റെ ബാല്യം എനിക്കത് ഇതെന്നൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ ബാല്യത്തിനെ ഗെറ്റ് ഓവർ ചെയ്തില്ലെങ്കിൽ നമ്മൾ ഒരിക്കലും മൂവ് ഫോർവേഡ് ചെയ്യില്ല, ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ഒരിക്കലും ഫോർവേഡ് ആയിട്ട് പോവില്ല എന്നാ പറയുന്നത്. അങ്ങനെ ഒരു കാര്യമുണ്ട്. നമുക്ക് ആർക്കെങ്കിലും അങ്ങനെ ഒരു എന്താ പറയുക, അമിതമായിട്ട് നമ്മുടെ ബാല്യത്തിൽ അല്ലെങ്കിൽ ചെറുപ്പത്തിനോടൊക്കെ ഒരു പരിധി കഴിഞ്ഞ് ചെറുതായിരുന്നാൽ മതിയായിരുന്നു ഒരു ഫീൽ തോന്നുകയാണെങ്കിൽ യു വിൽ നെവർ ഗ്രോ അപ്പ് കേട്ടോ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. സോ ദാറ്റ്സ് എ വെരി സൈക്കോളജിക്കൽ പ്രോബ്ലം. അത് വളരെ നോർമൽ എല്ലാവർക്കും ഉള്ള കാര്യം കേട്ടോ. ചെറിയ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ഓർക്കും വേണ്ടായിരുന്നു, വളരണ്ടായിരുന്നു, കൊച്ചായിട്ടിരുന്നാൽ മതിയായിരുന്നു എന്നൊക്കെ തോന്നില്ലേ. ബട്ട് ദാറ്റ്സ് എ ഡിഫിക്കൽട്ട് പ്രോബ്ലം ശരിക്കും. എന്നുവെച്ചാൽ അങ്ങനെ വരുമ്പോൾ യു ആർ നോട്ട് റെഡി ടു, ഓർ യു ആർ നോട്ട് മേക്കിംഗ് യുവർ സെൽഫ് റെഡി ടു ഗ്രോ അപ്പ്. അതാണ് പ്രശ്നം. Remember that. Once again, she proved that she is brilliant by figuring out all the questions. That's great. We have to step up our vigil against dengue fever. That's great. The government has made amendments effectively. ഞാൻ ഓൾറെഡി പറയുകയാണെ, മേക്ക് അമെൻഡ്സ് എന്ന് പറഞ്ഞാൽ ഈ അമെൻമെന്റ്സ് എന്ന അർത്ഥത്തിലല്ല, നമ്മളൊരു മിസ്റ്റേക്ക് കറക്റ്റ് ചെയ്യുന്നത്. അമെൻമെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്നാ അർത്ഥം? അമെൻമെന്റ് എന്ന് പറഞ്ഞാൽ ഭേദഗതി, മാറ്റങ്ങൾ അല്ലേ. അതല്ല, മാറ്റങ്ങൾ വരുത്തുക എന്നുള്ളതല്ല ഇതിൻ്റെ അർത്ഥം കേട്ടോ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന അമെൻമെന്റ്സും അമെൻഡും രണ്ടായിട്ടാണ്. ഇതൊരു ഇഡിയമാണ്, അത് മനസ്സിലാക്കിയോളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ കുറേ എടുത്ത് മേക്കിംഗ് അമെൻമെന്റ്സ് കണ്ടു, അതല്ലാട്ടോ നമ്മൾ ഉദ്ദേശിക്കുന്നത് വേറെയാണ്. The manager should figure out the slow progress of the organization. That's great. You should step up from your failures. That's great. Stepping up to face problems increases. Figure out problems അല്ല,
ഫിഗറിങ് ഔട്ട് പ്രോബ്ലംസ് ആണ്. ഫിഗർ ഔട്ട് അല്ല കേട്ടോ, ഫിഗറിങ് ഔട്ട് ആണ്. ഫിഗറിങ് ഔട്ട് കാര്യം വെച്ചാൽ ഇൻക്രീസസ് വെർബ് അല്ലേ, വെർബിന് ശേഷം ഒബ്ജക്റ്റ് കൊടുക്കണം. ഒബ്ജക്റ്റ് ആയിട്ട് നമുക്ക് വെർബിന്റെ ജെറൻഡ് ഫോർമുലേഷൻ വരാം. വേറെ ഒന്നിനും വെർബിന്റെ വേറൊരു ഫോർമുലേഷനും ഒബ്ജക്റ്റ് ആയിട്ട് വരാൻ പറ്റില്ല. എൻ്റെ പൊന്നു ഷഹാന, എന്താ വിശേഷം? കുറേ ആയല്ലോ കണ്ടിട്ട്. ഞാൻ വിചാരിച്ചു ഷഹാനൊക്കെ പോയി, ഇപ്പോൾ നമ്മുടെ എഡിറ്റോറിലൊന്നും വരാറേ ഇല്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. എന്തുകൊണ്ട് വിശേഷം? ഉഷാറായിട്ടിരിക്കുന്നോ? ഹാപ്പി ആയിട്ടിരിക്കുന്നോ? കുറേ നാളായി. ഐ എം സോ ഗ്ലാഡ് ടു സീ യു. Welcome back. The government wants to make amends in the administration. That's great. Usually politicians are not ready to make amends. That's great. Correct their mistakes. Yes, that's fine. സ്കൂളിൽ പോയി 2 തല്ല് കിട്ടുമ്പോൾ മാറിക്കോളൂ. സത്യം. പഴയ കാര്യം ഞാൻ എപ്പോഴും ആലോചിക്കുക. പലരും പറയുന്നത്, എൻ്റെ ഫ്രണ്ട്സ് പലരും എന്നോട് പറയും, ഞങ്ങൾ സംസാരിക്കുമ്പോൾ ഒരു ഓ വളരണ്ടായിരുന്നു, ഇതിപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളാണ് വളർന്നപ്പോൾ, ചെറിയ കുട്ടിയായിരുന്നു വില ഇരുന്നിട്ടുണ്ടായിരുന്നു, എന്ത് എളുപ്പമായിരുന്നു എന്നൊക്കെ അവർ പറയും. അപ്പോൾ ഞാൻ പറയുവേ, ചെറിയ കുട്ടിയായിരുന്നെങ്കിൽ നമുക്ക് കണ്ടുമുട്ടാൻ പറ്റുമായിരുന്നു. ഇനി നമ്മൾ പി ജി പഠിച്ച ഫ്രണ്ട്സിനൊക്കെ മീറ്റ് ചെയ്യണമെങ്കിൽ, ഞാൻ ചെറിയ കുട്ടിയായിരുന്നു, അവരെങ്ങനെ കണ്ടുമുട്ടാൻ പറ്റുമായിരുന്നു. നമുക്ക് ശരിക്കും സ്ട്രോങ് ഓഫ് ഫ്രണ്ട്ഷിപ്പ് വരുന്നപ്പോഴും നമ്മൾ വളർന്ന് വലുതായി കഴിയുമ്പോൾ നമ്മുടെ വേവ് ലെങ്ത്തിലുള്ള ആൾക്കാരെ കണ്ടെത്തുമ്പോഴല്ലേ. അപ്പം ശരിക്കും തീരെ ചെറിയ കുട്ടിയായിട്ട് വളരെ ഇഗ്നോറൻ്റ് ആയിട്ട് ഇരുന്നിട്ടുണ്ട്, നമുക്ക് എന്ത് ലോകത്തെ പറ്റി ഒരു ഐഡിയ ഇല്ല. നമ്മൾ ഈ പറയുന്ന എല്ലാം നല്ല കാര്യം മാത്രം അറിഞ്ഞ് അതാണുള്ള ലൈഫ് മൊത്തം നല്ല കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാരായിരിക്കും അല്ലേ. അപ്പോൾ ഒരുപാട് കാര്യങ്ങളെ അറിവില്ലായ്മ, ഇഗ്നറൻസിൻ്റെ ഭാഗത്ത്. അപ്പം ഞാൻ ഓർത്തു, വളരുന്ന തോറും നമുക്ക് നോളജ് കൂടുകയാണ്, വളരുന്ന തോറും നമുക്ക് എക്സ്പീരിയൻസ് കൂടുകയാണ്. സോ ഐ ലവ് ഗ്രോയിങ് അപ്പ്, ഐ ലവ് ടു ബി ഓൾഡർ, ഐ ലവ് ടു ഗെറ്റ് ഓൾഡർ. എപ്പോഴും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വളർന്നുകൊണ്ട് പോകുന്നത്, പ്രായമാകുന്നത് എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് വരുന്നൊരു സാധനമാണ്. ഐ ഡോണ്ട് നോ വൈ, ബട്ട് ഐ എം റിയലി ഹാപ്പി ടു ബി ഓൾഡർ. ഓരോ ഡേ ബൈ ഡേ ഓൾഡറായി വരുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. പക്ഷേ ചില ആൾക്കാർ പറയുന്നുണ്ട്, ദേ ആർ സോ മച്ച്, ഐ ഫീൽ ദേ ആർ സ്റ്റിക്കിംഗ് ഓൺ ടു ദർ പാസ്റ്റ്. എപ്പോഴും അവർ ഭയങ്കരമായിട്ട് അവരുടെ പാസ്റ്റിനോട് സ്റ്റിക്ക് ഓൺ ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നും. ബട്ട് ഐ ഓൾവേസ് ലവ് ടു മൂവ് ഫോർവേഡ്, മൂവ് ഓൺ ചെയ്യുക അല്ലേ. ലൈഫിൽ എപ്പോഴും അടുത്തത്, ഇനി എന്താ അടുത്തെന്താ എന്നുള്ള രീതി, ആ ഒരു ഉഷാറോടെ ജീവിക്കണം. അതിനൊരു സുഖമുണ്ട്, ഭയങ്കര രസമാണ് അത്. നമുക്കറിയില്ല വാട്ട് ഈസ് ദർ ടു കം, എന്താ വരാൻ പോകുന്ന അറിയില്ല. അപ്പോൾ ഭയങ്കര ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് നമ്മൾ ജീവിക്കുമ്പോൾ ഇനി എന്തെന്നുള്ളത് നമ്മൾ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരിക്കും നമുക്ക്. ബിക്കോസ് സംതിങ് ന്യൂ ഇസ് ഗോണ ഹാപ്പൻ അല്ലേ. എവറി മൊമെന്റ് നമുക്ക് ഒരു പുതിയ കാര്യത്തിൽ സംഭവിക്കാൻ പോകുന്നുണ്ട്. സോ ദാറ്റ് സംതിങ് ഗുഡ് അല്ലേ. ലൈഫിലൊരു എക്സൈറ്റ്മെന്റ് വേണ്ട, ഇല്ല പിന്നെ ജീവിക്കാൻ എങ്ങനെയാണ് മനസ്സിൽ തോന്നുക നമുക്ക്. ഭയങ്കര ഒരു കാര്യമാണ്. സോ റിമെമ്പർ ദാറ്റ് എവറി ടൈം. ഓക്കെ, അനു പറഞ്ഞ കാര്യം ശരിയാണ്. സ്കൂളിലെ കാര്യം ഓർക്കും, പടി കിട്ടിയതൊക്കെ ഓർമ്മ അപ്പോൾ തീരും. റിപ്പീറ്റഡ്ലി കേരള ഗവൺമെന്റ് സ്റ്റെപ്ഡ് ഇൻ ബൈ ഫ്ലഡ്. ഓക്കെ, അവിടെ സ്റ്റെപ്പ് ഇൻ പറയുന്നത് ബൈ വേണ്ട, അവിടെ സ്റ്റെപ്പ് ഇൻ ടു ഫ്ലഡ് എന്ന് കൊടുത്തു. അപ്പോൾ ഓക്കെ ആവും കേട്ടോ. സ്റ്റെപ്പ് ഇൻ ടു കൊടുക്കുക, അപ്പോൾ ഓക്കെ ആണ്. ഓൾറൈറ്റ്. ഷി ഓൾവേസ് മേക്സ് അമെൻഡ്സ് ഓൺ ഹിം. ഓക്കെ, ഓൺ ഹിം അല്ല, വിത്ത് ഹിം. അവനോട് തെറ്റ് ചെയ്ത് തിരുത്തുന്നു അല്ല അഞ്ജലി. അപ്പം ഇങ്ങനെ കൊടുക്കുക, ഷി ഓൾവേസ് മേക്സ് അമെൻഡ്സ് വിത്ത് ഹിം കേട്ടോ. ഹാപ്പി ആണല്ലേ? കുറച്ച് ബിസി ആയി. ഓക്കെ, ആണോ? കുഴപ്പമില്ല, സന്തോഷം. അത് ഹാപ്പി ആയിട്ടിരിക്കുന്നു പറയുമ്പോഴേ സന്തോഷം. അസുഖങ്ങളൊന്നുമില്ല, ഹെൽത്തി ആയിട്ട് ഹാപ്പി ആയിട്ടിരിക്കുന്നു പറയുമ്പോൾ തന്നെ ഐ എം സോ ഗ്ലാഡ് ടു ഹിയർ ദാറ്റ്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. The first അല്ല Sunday first comma you figure out the problems and make amends to with that കേട്ടോ. To that okay, with somebody ആണ് പറയുന്നത്, with somebody ആണ്. Sunday the first അല്ല, വെറും ഫസ്റ്റ് കേട്ടോ. ഫസ്റ്റ് നീ ഒരു കാര്യം ചെയ്യേ, പ്രോബ്ലംസ് ഫിഗർ ഔട്ട് ചെയ്യേ, അങ്ങനെ കേട്ടോ. ഫസ്റ്റ് യു ഫിഗർ ഔട്ട് ദ പ്രോബ്ലംസ് എന്ന് കൊടുക്കണേ. She wants to make amends in her studies. That's fine. I always step up to take class. All right, that's great. I'm ready to figure out any mistakes and make amends them alla, make amends with them. Devika, I'm ready to figure out my mistakes and make amends with them. Okay, you must step up to reduce stage fear. That's great. Sometimes it's better to step into your partner's shoes. That may help you figuring out alla, that may help you. Help എന്ന verb ഒരു causative verb ആ. help എന്ന verb-ന്റെ കൂടെ നമുക്ക് to infinitive കൊടുക്കാം, അല്ലെങ്കിൽ വെറും bare infinitive കൊടുക്കാം. that may help you figure out or that may help you to figure out കൊടുക്കാം, അല്ലെങ്കിൽ that may help you in figuring out. അവിടെ ജെറണ്ടിന് മുൻപ് ഒരു ഇന്ന് കൊടുക്കണം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഹെൽപ്പിന് ശേഷം 3 നമുക്ക് കൊടുക്കാം, to infinitive കൊടുക്കാം. that may help you to figure out, that may help you figure out, bare infinitive കൊടുക്കാം. that may help you in figuring out, in plus gerund കൊടുക്കാം. അപ്പോൾ ഡ്രീം ക്യാച്ചറെ 3 രീതി ഉണ്ട്, ഏത് വേണ്ട എടുക്കാം കേട്ടോ. your mistake and make amends with them മറക്കല്ലേ അത്. Yeah, I want to figure out English grammar. That's great. I want to step up my energy in studies. That's great. Bob meanwhile was racking his brains trying to figure out
what could have happened? Okay, അവിടെ ഒരു പ്രശ്നമുണ്ട്. Meanwhile ആദ്യം കൊണ്ടുപോയിട്ട് കേട്ടോ ക്വസ്റ്റ്യൻ. Meanwhile Bob was racking his brains എന്ന് കൊടുക്കണം കേട്ടോ. Meanwhile ആദ്യം കൊടുക്കുക because it's an adverb. adverb നടുക്ക് കയറി അങ്ങനെ ചുമ്മാ നമുക്ക് ഇടാൻ പറ്റില്ല. ടൈം ആണ്, adverb of time ആണ്. ഒന്നെങ്കിൽ സ്റ്റാർട്ടിങ്ങിലിടുക അല്ലെങ്കിൽ അവസാനം ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ടിങ്ങിലിട്ടോ ബോബ്. Meanwhile Bob was എന്ന് കൊടുത്തോണം ടോസ്റ്റിനെ. ഓക്കെ, യെസ്. Before complaining someone step into his shoes. Before complaining someone, complain to someone. Before complaining about someone. ഒരാളെ പറ്റി കംപ്ലൈൻറ്റ് ചെയ്യുക. രണ്ട് രീതി പറയാം. ഒരാളോട് കംപ്ലൈൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരാളെ പറ്റി കംപ്ലൈൻറ്റ് ചെയ്യുക. അപ്പോൾ എന്നെ കൊടുക്കണം എന്ന് അറിയോ? ആദ്യം ഇവിടെ ബിഫോർ കംപ്ലൈനിങ് about someone, comma, step into his shoes. That may help one to forgive. That may help one വേണ്ട, കാരണം നമ്മൾ someone ആണ് കൊടുത്തത്, പിന്നെ one വരരുത്. him. That may help him to forgive that person. വീണ്ടും that may help you forgive him. നിന്നെ help ചെയ്യും to forgive him, ആ ആളെ, for his mistake എന്ന് കൊടുക്കണം. for his mistake. അവിടെ വൺസ് കൊടുക്കല്ലേ, അതിന് ശ്രദ്ധിക്കണം. someone, anyone, everyone, no one ഒക്കെ വരുമ്പോൾ നമ്മൾ he, him അങ്ങനെയുള്ള പ്രൊനൗൺസേ കൊടുക്കത്തുള്ളൂ. അവിടെ വണ്ണ് കൊടുക്കില്ല. വൺ എന്ന് പറഞ്ഞ പ്രൊനൗൺ മാത്രമേ നമ്മൾ വൺസ് എന്ന പൊസിഷൻ കൊടുക്കത്തുള്ളൂ. അപ്പോൾ അതവിടെ കൊടുക്കരുതേ, റിമൂവ് ദാറ്റ്. അതിന് പകരം കൊടുക്കുക that may help you, നിന്നെ ഹെൽപ്പ് ചെയ്യുന്നു to forgive him, that person. കേട്ടോ, അതാണ്. The collector figured out the problem in the village. That's great. His confident nature always step up him to any situation. അവിടെ ഒരു ഇതുണ്ട്, സ്റ്റെപ്പ് ഹിം അപ്പ്. അവനെ സ്റ്റെപ്പ് അപ്പ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ സ്റ്റെപ്പ് ഹിം അപ്പ് എന്ന് കൊടുക്കട്ടോ. പ്രൊനൗൺ വരുവാണെങ്കിൽ, ഒബ്ജക്റ്റീവ് പ്രൊനൗൺ വരുവാണെങ്കിൽ അതിവിടെ കൊടുക്കുക സ്റ്റെപ്പ് സംബഡി അപ്പ് എന്ന് കൊടുക്കണം കേട്ടോ. അവസാനിലെ ശ്രദ്ധിക്കണേ. യാ, ഫിഗർ ഔട്ടിന് രണ്ട് മീനിങ്സ് മാത്രമേ ഉള്ളൂ. ഫിഗർ ഔട്ടിന് രണ്ട് മീനിങ്സ് മാത്രമല്ല, ഏറ്റവും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന രണ്ട് മീനിങ്സ് ഇതാണ്. അല്ലാതെ വേറെ ഫിഗർ ഔട്ടിന് മീനിങ്ങുകളുണ്ട്. ശരിക്കും ഒരു ഫ്രേസൽ വെർബ് എടുത്താൽ നിങ്ങൾക്ക് ഒരു മിനിമം 4 മീനിങ്ങെങ്കിലും കാണാം. പിന്നെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന രണ്ട് മീനിങ് ഇതാണ്. ഓക്കെ, അതാണ് കേട്ടോ. CJS Media. യാ, he stepped up from the crowd to deliver a speech. That's great. It's time for Tom to step up to the plate and take on his share of work. Great work. Good work. അപ്പോൾ നമുക്ക് എന്നാ ചെയ്യാം? പോവാം to our synonyms, antonyms, related words. So words biennial, on the rise, take on, step into somebody's shoes, make amends, figure out, step in, step up. ഇതാണ് നമ്മുടെ ഇന്നത്തെ phrasal verbs, idioms and one words. Let's move forward. അപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലായെങ്കിൽ ഒരു thumbs up ഇട്ടോളൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ you can ask me. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഇടുക. ഷോ മീ സം ലവ് ആൻഡ് സപ്പോർട്ട്, മറക്കണ്ട കേട്ടോ അത്. ലെറ്റ്സ് മൂവ്. അപ്പോൾ നമ്മൾ ഡയറി ഫാം ഇൻസ്ട്രക്ടറിന്റെ 6ാമത്തെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ക്ലാസ്സിൽ മുന്നോട്ട് പോവാണ്. ഇനി ആരെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ കോഡ് അപ്ലൈ ചെയ്താൽ മതി. Y314 എന്ന കോഡ് അപ്ലൈ ചെയ്ത് ജോയിൻ ചെയ്യാം. കാര്യം നിങ്ങൾക്കറിയാം, സെപ്റ്റംബറിൽ എക്സാം ഇല്ല. ഞാൻ പറഞ്ഞു യു ഹാവ് ടൈം. പഠിക്കാം, പ്രാക്ടീസ് ചെയ്യാം. 2240 രൂപയ്ക്ക് കോഴ്സ് അവൈലബിൾ ആണ്. കോഡ് അപ്ലൈ ചെയ്താൽ മതി, ഡിസ്കൗണ്ട് അവൈലബിൾ ചെയ്യും. Y314 കേട്ടോ. അതുപോലെ LSGSന്റെ 2ാമത്തെ ബാച്ച് നമ്മൾ 14 പറഞ്ഞേക്കുന്നത് 19 മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. 19th മാറ്റി വെച്ചിട്ടുണ്ട്. വരുന്ന 19-ാം തീയതിയാണ് LSGSന്റെ 2ാമത്തെ ബാച്ച് നമ്മൾ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇനി ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ, ഞാൻ ഓൾറെഡി പറയാറുണ്ട്, ഇതൊരു ഗസ്റ്റഡ് പോസ്റ്റ് ആണ്, നല്ല പ്രിവിലേജ്ഡ് പോസ്റ്റ് ആണ്. ഒരുപാട് പേര് വരും നിങ്ങളുടെ ഒപ്പിന് വേണ്ടിയിട്ട്. അത് ഭയങ്കര വാല്യുബിൾ ആണ്. സോ അതിനുവേണ്ടി വരും. നല്ല പോസ്റ്റാണ്. ഡിഗ്രി പ്രിലിംസ് എക്സാം ആയിട്ട് നടത്തുകയാണ്. ദെൻ മെയിൻസിലോട്ട് പോകും. അപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്യുക. കോഡ് അപ്ലൈ ചെയ്യുന്നവർ മറക്കണ്ട. Y314 നമുക്ക് ഉഷാറായിട്ട് പഠിക്കാം. ഈ എല്ലാ ബാച്ചുകളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ലോങ് ടേം ബാച്ചാണ്. ഇതിപ്പോൾ LSGSന്റെ ലോങ് ടേം ബാച്ച് 5-6 മാസത്തിന്റെ ബാച്ചാണ്. LDCയുടെ ബാച്ച് 2024 LDCന്റെ ബാച്ച്. ഇതിനൊക്കെ 2240 രൂപയ്ക്ക് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് മെന്റർ സപ്പോർട്ട് ഉണ്ട്, ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ട്, ടെലിഗ്രാം ചാനൽ ഉണ്ട്. അതുപോലെ തന്നെ ഡൗട്ട്സ് ടീച്ചേഴ്സിനോട് എപ്പോൾ വേണ്ടി ചോദിക്കാം. ലൈവ് ക്ലാസ്സുകളാണ്. അതിൻ്റെ റെക്കോർഡഡ് വേർഷൻസും പിന്നീട് അവൈലബിൾ ആണ്. LDCയുടെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ അറിയാലോ, കോഡ് അപ്ലൈ ചെയ്യുക, ജോയിൻ ചെയ്യുക, ഡൗട്ട്സ് ഉണ്ട് ചോദിക്കുക. ദാറ്റ്സ് ഓൾ കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ സിനോണിംസ്, ആന്റണിംസ്, റിലേറ്റഡ് വേർഡ്സിലോട്ടൊക്കെ പോകാം. ആദ്യത്തെ വേർഡ് ഡെലിബറേറ്റ് എന്ന വാക്ക് കാണുമ്പോൾ ഓർത്തോണം, ഞാൻ നിങ്ങളെ ഡെലിബറേഷൻ എന്ന നൗൺ പറഞ്ഞപ്പോൾ ഡെലിബറേറ്റ് വേർബ് പറഞ്ഞായിരുന്നു. ഇറ്റ്സ് എ വേർബ് എന്ന് പറഞ്ഞായിരുന്നു. എന്നാൽ അതേ സമയത്ത് ഡെലിബറേറ്റ്
അറ്റംപ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്കതിനെ അഡ്ജക്റ്റീവായിട്ടും ഉപയോഗിക്കാം. ചില വേർബുകളെ അഡ്ജക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന വേർബുകളുണ്ട് കേട്ടോ, അത് ഓർക്കണം. അപ്പം അതിൽപ്പെടുന്ന ഒരു വേർബാണ് ഈ പറഞ്ഞ ഡെലിബറേറ്റ് എന്ന് പറയുന്നത്. പക്ഷെ അതിന് ഡെലിബറേഷൻ എന്നൊരു നൗൺ ഉണ്ട് കേട്ടോ, അത് മറക്കണ്ട. ഡെലിബറേഷൻ എന്ന് പറഞ്ഞാൽ കെയർഫുൾ കൺസിഡറേഷൻ എന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ കെയർഫുള്ളി ഒരു കാര്യം കൺസിഡർ ചെയ്യുക എന്നാണ് ഡെലിബറേറ്റ് ചെയ്യുക. ഒരു കാര്യത്തെ പറ്റി നന്നായി ആലോചിച്ച് തീരുമാനം എടുക്കുക എന്നൊക്കെ പറയില്ലേ, അതിനാണ് ഡെലിബറേറ്റ് ചെയ്യുക എന്ന് പറയാം. ഗവൺമെന്റിനോട് നമ്മൾ ഡെലിബറേറ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം കെയർഫുൾ ആയിട്ട് കൺസിഡർ ചെയ്യുക, ആലോചിച്ചൊരു തീരുമാനം എടുക്കുക എന്നാണ് ഡെലിബറേറ്റ് ചെയ്യുക എന്നുള്ള വാക്കിന്റെ അർത്ഥം. അപ്പൊ അത് അഡ്ജക്റ്റീവായിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിന്റെ അർത്ഥം ഇതാണ്: ഇന്റൻഷണൽ, കെയർഫുൾ, കോഷ്യസ് അല്ലെ, വളരെ കോഷ്യസ് ആയിട്ടുള്ള, കെയർഫുൾ ആയിട്ടുള്ള എന്നൊക്കെയാണ് നമ്മുടെ ഡെലിബറേറ്റ് ആക്ഷൻ എന്നൊക്കെ പറയാം. അപ്പോൾ ഡെലിബറേറ്റ് ഇന്റൻഷണൽ ആയിട്ട് ചെയ്ത ഒരു കാര്യമാണ് അല്ലെ. ഡെലിബറേറ്റ് ആണെന്ന് പറഞ്ഞാൽ അറിഞ്ഞുകൊണ്ട്, എടാ നീ ഡെലിബറേറ്റ് ആയിട്ട് ചെയ്തല്ലേടാ എന്ന് പറയുന്നത്. ചില ആൾക്കാരില്ല, അയ്യോ സോറി കേട്ടോ ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തല്ല എന്നൊക്കെ പറയില്ലേ. അതായത് ഇറ്റ് വാസ് നോട്ട് ഡെലിബറേറ്റ്, അറിഞ്ഞുകൊണ്ടല്ല. പക്ഷെ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ഇന്റൻഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇറ്റ് വാസ് നോട്ട് ഡെലിബറേറ്റ് കേട്ടോ. ഇന്റൻഷൻ അറിഞ്ഞുകൊണ്ട് ചെയ്താണ് ഡെലിബറേറ്റ്. അറിഞ്ഞുകൊണ്ടല്ലെങ്കിൽ അല്ലെ, അയ്യോ അറിഞ്ഞില്ല, അത് വളരെ ശ്രദ്ധയില്ല, നമ്മൾ കെയർലെസ് ആയിട്ട് വരുന്ന ഒരു റെക്ടസ് മിസ്റ്റേക്ക് ഒക്കെ പറയില്ലേ അത്. പക്ഷെ ഡെലിബറേറ്റ് മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ അറിഞ്ഞുകൊണ്ട്, ഞാൻ കരുതി കൂട്ടി ചെയ്ത അല്ലെ. ചിലരൊക്കെ ആൾക്കാരെ കൊല്ലുക, ഇന്ന കാര്യങ്ങളൊക്കെ കുറെ മിസ്റ്റേക്സ് ഒക്കെ ചെയ്യുന്നില്ല, അത് മിസ്റ്റേക്സ് അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യുന്നതാണ്, അല്ല ഹാർംഫുൾ ആയിട്ട് തന്നെ ചെയ്യുന്ന ഒരു കാര്യമാണ്. സോ ദാറ്റ് ഈസ് ഡെലിബറേറ്റ്. ഓർത്ത് വെച്ചോളാം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വേർബായിട്ടും അതേപോലെ അഡ്ജക്റ്റീവായിട്ട് ഉപയോഗിക്കാം. നൗൺ ആയിട്ട് അതിൻ്റെ വേർഡാണ് ഡെലിബറേഷൻ. ഓക്കെ, അടുത്തത് കണ്ടൻഷ്യസ്. നമ്മൾ പറയും ബോൺ ഓഫ് കണ്ടൻഷൻ എന്നൊരു ഇഡിയം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇത് പറയുമ്പോൾ നിങ്ങളോട് പറഞ്ഞു തരുന്നൊരു വാക്കാണ് ബോൺ ഓഫ് കണ്ടൻഷൻ എന്നൊരു ഇഡിയം ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. ബോൺ ഓഫ് കണ്ടൻഷൻ എന്ന് പറഞ്ഞാൽ ആർഗ്യുമെന്റ് എന്ന അർത്ഥം. അപ്പോൾ ബോൺ ഓഫ് കണ്ടൻഷൻ എന്ന് പറഞ്ഞാൽ ഈ വഴക്കിന്റെ കാരണം എന്നാണ് അർത്ഥം അല്ലേ. രണ്ട് നായ്ക്കൾ തമ്മിൽ കടികൂടാറുണ്ട് അല്ലെ, അതൊരു ഇഡിയമായിട്ട്. ഇത് രണ്ട് നായ്ക്കൾ തമ്മിൽ കടികൂടാറുണ്ട്. എന്തിനു വേണ്ടിയിട്ടാ? എല്ലിന് വേണ്ടിയിട്ട് അല്ലേ. രണ്ട് നായ്ക്കൾ തമ്മിൽ എപ്പോഴും കടികൂടുന്നതിന് വേണ്ടിയിട്ടാ? എല്ലിന് വേണ്ടി. അവർ തമ്മിൽ കണ്ടുകൂടാ അല്ലേ, എല്ലിന് വേണ്ടി അവർ കടി കൂടുന്നുണ്ട്. അപ്പോൾ അതുപോലെയാണ് പറയുന്നത് ബോൺ ഓഫ് കണ്ടൻഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കോസ് ഓഫ് ക്വാറൽ, കോസ് ഓഫ് ആർഗ്യുമെന്റ് എന്നാണ് അർത്ഥം. കോസ് ഓഫ് ക്വാറൽ, വഴക്കിന്റെ കാരണം. കോസ് ഓഫ് ആർഗ്യുമെന്റ്, കോസ് ഓഫ് ക്വാറൽ, കോസ് ഓഫ് ഡിസ്പ്യൂട്ട്, കോസ് ഓഫ് എന്താ പറയാ ഡിസ്എഗ്രിമെന്റ് എന്നൊക്കെ പറയാം. അപ്പൊ കണ്ടൻഷൻ എന്നൊക്കെ പറഞ്ഞാൽ ഡിസ്എഗ്രിമെന്റ് എന്നാണ് അർത്ഥം. ഓർത്ത് വെച്ചോണേ, കണ്ടൻഷൻ ഇതാണ് നമ്മുടെ നൗണ്. ഇതാണ് നൗണ് കേട്ടോ, കണ്ടൻഷൻ ആണ് നൗണ്. അപ്പൊ കണ്ടൻഷ്യസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അഡ്ജക്റ്റീവ് ഫോർമുലേഷൻ ആണ് കേട്ടോ. കണ്ടൻഷ്യസ് ഓർത്തോണം, കണ്ടൻഷൻ നൗൺ ആണ്. അപ്പോൾ ഞാൻ അവിടെ ഒരു ഇതോട് പറഞ്ഞു തരുന്ന വേറെ ഒന്നും കൊണ്ടല്ല. കണ്ടൻഷൻ, ബോൺ ഓഫ് കണ്ടൻഷൻ എന്നൊരു ഇഡിയം ഉണ്ട്. കണ്ടൻഷൻ നൗൺ ആണ്, അഡ്ജക്റ്റീവ് ആണ് കണ്ടൻഷ്യസ്. അപ്പോൾ കണ്ടൻഷൻ ആർഗ്യുമെന്റ്, കോൺട്രവേഴ്സി, ഡിസ്പ്യൂട്ട്, ഡിബേറ്റ് എന്നൊക്കെ പറയാമെങ്കിൽ, ഡിസഗ്രിമെന്റ് എന്നൊക്കെ പറയാമെങ്കിൽ, കണ്ടൻഷ്യസ് എന്ന് പറഞ്ഞാൽ കോൺട്രവേഴ്ഷ്യൽ, ഡിസ്പ്യൂട്ടബിൾ, ഡിബേറ്റബിൾ, ആർഗ്യുമെന്റേറ്റീവ് എന്നൊക്കെ പറയാം. അതാണ് കണ്ടൻഷ്യസ് എന്ന അഡ്ജക്റ്റീവിന്റെ അർത്ഥം. ഓക്കെ, കണക്റ്റഡ്. ഇത് ഞാൻ പറയുന്നത് എപ്പോഴും കണക്റ്റഡ് ആയിട്ട് പഠിക്കാം. ഒരു നൗണ്, അതിന്റെ അഡ്ജക്റ്റീവ്, അതിന്റെ വേർബ് ഫോർമുലേഷൻ മൊത്തത്തിൽ അങ്ങ് പഠിച്ചു വെച്ചാൽ പിന്നെ എവിടെ രീതി ചോദ്യം ചോദിച്ചാലും യു വിൽ ഗെറ്റ് ദി ആൻസർ. അത്രേ ഉള്ളൂ. അതാണ് വൊക്കാബുലറി പഠിക്കേണ്ട ഒരു കാര്യം. അങ്ങനെ പഠിച്ചാൽ പിന്നെ നിങ്ങൾ എപ്പോൾ ഒരു സെൻറ്റൻസ് വായിച്ചാൽ നിങ്ങൾക്ക് അതിന്റെ ആൻസർ ഓട്ടോമാറ്റിക്കലി അങ്ങ് വരും, അതിന്റെ വേർഡ് ഓട്ടോമാറ്റിക്കലി അങ്ങ് വരും. ഇങ്ങനെ ബ്രെയിനിൽ ഇങ്ങനെ തെളിഞ്ഞു വരും. ആഹാ കൊള്ളാലും, കളർഫുൾ ആയിട്ട് ഇങ്ങനെ വരും. അപ്പോൾ സ്ക്രാപ്പ് ബുക്ക് ഒക്കെ പോലെ. അപ്പോൾ അത് ഓർത്ത് വെച്ചോ കേട്ടോ. Yes, let me read your sentence. Before making a decision, you deliberately think about it. That's great. If you are traveling through the hills, you should travel in a deliberate way. Deliberation allada, in a deliberate way, careful way. Yes. എന്നോട് എൻ്റെ ചാച്ചൻ, എൻ്റെ ഗ്രാൻഡ് ഫാദർ, ഞങ്ങൾ ഭയങ്കര കമ്പനി ആട്ടോ. പുള്ളി ഞാൻ ഭയങ്കര കമ്പനി. ഞങ്ങൾ എപ്പോഴും വഴക്ക് കൂടുകയും ചെയ്യും. ഞങ്ങൾ പുള്ളിക്ക് 80 വയസ്സും ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ തമ്മിൽ ഭയങ്കര കട്ട ചങ്ക്സ് ആണ്. എൻ്റെ ട്രാവൽ പാർട്ണറാണ്. എന്നെ യാത്രകളെ ഇഷ്ടപ്പെടുത്തിയ ഒരു പുള്ളിയാണ് എന്നെ യാത്രകളെ ഇഷ്ടപ്പെടുത്തിയത്. ചെറുപ്പം മുതൽ എന്നെ കൊണ്ട് ഇങ്ങനെ യാത്ര പോകുമായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും പോകും ബൈക്കിൽ. ചാച്ചൻ്റെ ബൈക്കിൽ കയറി ചെറുതായിരുന്നപ്പോൾ മുതലേ ഞാൻ പോകുമായിരുന്നു വണ്ടിയിലൊക്കെ യാത്ര ചെയ്യും. ചിലപ്പോൾ ഞങ്ങൾ നടന്ന് ഒരു ടൗണിൽ പോയി വണ്ടി കൊണ്ടുപോയിട്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾ ടൗൺ മൊത്തം നടന്ന് ചുറ്റി പട്ടണം കാണാൻ പോകണം. ചാച്ചൻ എപ്പോഴും പറയും പട്ടണം കാണണമെങ്കിൽ നമ്മൾ നടന്ന് പട്ടണത്തിലൂടെ നടക്കണം എന്ന് പറയും. അതായത് ചെറിയ നമ്മൾ കടകളൊക്കെ അറിഞ്ഞ് ആ ഒരു ടൗണിൽ ചെന്നാൽ ആ ടൗണിലെ എല്ലാ നോക്ക് ആൻഡ് കോർണറിൽ നമ്മൾ ചെല്ലണം, നടന്നു പോകണം. എന്നാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. വണ്ടിയിൽ ഇരുന്നാൽ അതിൻ്റെ ഇത് മനസ്സിലാവില്ലേ. ഇറങ്ങിച്ചെന്ന ആൾക്കൊണ്ട് സംസാരിച്ച് ഇതാകണം പറയും. സോ അപ്പം ഞാനിപ്പോഴും ഇപ്പം കാർത്തിക്ക് പറഞ്ഞപ്പോഴാണ് ഇവിടുത്തെ. അപ്പം ചാച്ചൻ എപ്പോഴും എന്നോട് പറയും കാട്ടിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പം ഭയങ്കര ഡെലിബറേറ്റ് ആയിരിക്കണം നമ്മളെന്ന് പറയും. യു ഹാവ് ടു ബി വെരി മച്ച് കെയർഫുൾ. കാര്യം എപ്പോൾ വേണമെങ്കിലും എന്ത് ആനിമൽസ് വേണമെങ്കിലും ചാടാം. അത്ര ഇതാണ് കാട്. സോ ഇത് കേട്ടോ, ഞങ്ങൾ എപ്പോഴും അത് പറയുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ആനിമൽസിനെ കാണണമെങ്കിൽ യു ഹാവ് ടു ബി വെരി മച്ച് കോഷ്യസ്, നോക്കിയിരിക്കണം എന്ന് പറയും. കണ്ണും കാതും തുറന്നിരുന്നോണം എന്നൊക്കെ പറയും. സോ ഡെലിബറേറ്റ് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് കാർത്തിക് പറഞ്ഞത് ഓർമ്മ വന്നു. Okay, that's it. He always makes fun of me deliberately. That's a great sentence, Shahana. The teachers deliberately step up. Are deliberately step up allada? ആറ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിനോട് ING ഫോം കൊടുക്കുക. സൺലേ the teachers are deliberately stepping up their students to boost their confidence കേട്ടോ, അങ്ങനെ കൊടുക്കുക.
Some school children escape to എന്ത് stepping in using stepping in. അവിടെ ടു കൊടുത്തതിന് പ്രിപ്പോസിഷൻ ടു കൊടുത്ത ing കൊടുക്കണ്ടേ, ജെറണ്ട് കൊടുക്കണ്ടേ. അപ്പൊ എന്നെ കൊടുക്കണം ഷൈനി സ്റ്റെപ്പിംഗ് ഇൻ യൂസിങ് ഡ്രഗ് കേട്ടോ. യൂസിങ് ഡ്രഗ് മതി. പിന്നെ യൂസിങ് ഡ്രഗ് അബ്യൂസ് പറയില്ല. സ്റ്റെപ്പിംഗ് ഇൻ ഡ്രഗ് അബ്യൂസിന് കൊടുക്കുക, അല്ലെങ്കിൽ യൂസിങ് ഡ്രഗ്സ് കൊടുക്കാം. സ്റ്റെപ്പിംഗ് ഇൻ യൂസിങ് ഡ്രഗ്സ് അല്ലെങ്കിൽ സ്റ്റെപ്പിംഗ് ഇൻ ഡ്രഗ് അബ്യൂസ്, രണ്ടിൽ ഏതെങ്കിലും ഒന്ന് കേട്ടോ. ഷൈനി ഗുഡ് മോർണിംഗ്. യൂണിഫോം സിവിൽ കോഡ് ഇസ് എ കണ്ടൻഷ്യസ് ഇഷ്യൂ. പിന്നെ ഷൈനി ഹരിയോട് പറഞ്ഞ ഐ മിസ്ഡ് ഹിം അ ലോട്ട് എന്ന്, ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു അവനെ. അവനോട് പറയണം ഞാൻ അന്വേഷണം പറഞ്ഞു എന്ന് പറയാം കേട്ടോ. അപ്പോൾ ഉഷാറായിട്ടിരിക്കുന്നോ അവൻ, ഹാപ്പി ആയിട്ടിരിക്കുന്നു, എന്തുണ്ട് വിശേഷങ്ങളൊക്കെ അവന്. യൂണിഫോം സിവിൽ കോഡ് ഇസ് എ കണ്ടൻഷ്യസ് ഇഷ്യൂ. ദാറ്റ്സ് ഗ്രേറ്റ്. യു ഹാവ് ടു പാർട്ടിസിപ്പേറ്റ് ഡെലിബറേറ്റ്ലി ഇൻ ഇന്റർവ്യൂ ടു പാസ്. ഓൾ റൈറ്റ്, ദാറ്റ്സ് ഗ്രേറ്റ്. ടു പാസ് ഇറ്റ് എന്ന് കൊടുക്കും കേട്ടോ, ഇന്റർവ്യൂ ടു പാസ് ഇറ്റ്. ഓക്കെ. Indian third emergency was a contentious issue all over Kerala. Yes, I am contentious with your opinion. That's great. You should deliberate others. You should deliberate others' opinion. Others മറ്റുള്ളവരുടെ എന്ന് പറയണ്ടേ, മറ്റുള്ളവരുടെ എന്ന് വരുമ്പോഴേക്കും അതിന് നമ്മൾ അപ്പസ്ട്രോഫി കൊടുക്കണ്ടേ. You should deliberate others' opinion while arguing with them. All right. മിസ്സിന്റെ വയസ്സ് പറഞ്ഞു, പുള്ളിയുടെ മാത്രം പറഞ്ഞു. എൻ്റെ കാർത്തിക്, ഞാൻ എൻ്റെ വയസ്സ് പറയാൻ വേണ്ടി പറഞ്ഞു. പുള്ളിയുടെ വയസ്സ് ഞാൻ പറഞ്ഞ എന്തുകൊണ്ടാന്ന് മനസ്സിലായോ? പുള്ളിയുടെ വയസ്സ് പറഞ്ഞ ഇത്രേ ഉള്ളൂ. പുള്ളി എൻ്റെ ഗ്രാൻഡ് ഫാദർ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു തരായിരുന്നു. പുള്ളി ഇപ്പോഴും ഞങ്ങൾ ഒരുമിച്ച് ട്രാവൽ ചെയ്യുമെന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെ 60-70 വയസ്സുള്ള പുള്ളി, 60 വയസ്സുള്ള അല്ലെങ്കിൽ 50-50s 60s പുള്ളിയല്ല, 80 ഉള്ള ആളാണ്. പുള്ളി ഞാനുമാണ് ഇപ്പോഴും ഒരുമിച്ച് യാത്ര ചെയ്യുന്ന ആളാണെന്ന് പറയും. അത്ര എനർജറ്റിക് ആണ് എൻ്റെ ചാച്ചൻ എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ളൊരു ഇതിൽ പറഞ്ഞ. ഓ ഗോഡ്, ഇതിപ്പോൾ വളരെ എൻ്റെ ഉദ്ദേശത്തെ ആരും മാനിക്കുന്നില്ലല്ലോ. The teacher asked the students to find a contentious topic for the upcoming debate. That's great. You should walk through the streets, then only you will feel the depth. That's great. The contentious issue between the students and the college management is still burning. That's great. Contentious ഒന്നുകൂടെ പറയണോ? Contentious എന്ന് പറഞ്ഞാൽ ആർഗ്യുമെന്റേറ്റീവ് ആയിട്ടുള്ള, അതായത് ഒരു ആർഗ്യുമെന്റ് വരാൻ ചാൻസ് ഉള്ള, അതാണ് കണ്ടൻഷ്യസ് ഇഷ്യൂ. അതായത് ഭയങ്കര ഇതൊരു കണ്ടൻഷ്യസ് ഇഷ്യൂ ആട്ടോ, വെറുതെ അതിനെപ്പറ്റി നമ്മൾ സംസാരിക്കേണ്ട. അപ്പോൾ മതം, ദാറ്റ്സ് എ കണ്ടൻഷ്യസ് ഇഷ്യൂ. കാരണം അതാര് തുടങ്ങിയാലും അവിടെ വഴക്കുണ്ടാവും. അതാണ് ഡിസ്പ്യൂട്ടബിൾ ആണ്. കാരണം മതം എന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് ആൻ ഒനിയൻ അല്ല, ഇറ്റ്സ് ലൈക്ക് ആൻ അനിയൻ. അനിയൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ അനിയനല്ല ഒനിയൻ നമ്മൾ പറയില്ലേ സവോള പോലെയാണ്. നമ്മളതിന് സവോള ഇങ്ങനെ അതിൻ്റെ തൊലി ഇങ്ങനെ വന്ന് ഇങ്ങനെ തുറന്ന് നോക്കി കഴിയുമ്പോൾ ഇസ് ദർ എനിത്തിങ് സീഡോ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഇറ്റ്സ് പക്ക ഹോളോ ആണ്. അതേപോലെയാണ് മതം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് അതിനൊരു സത്ത് എന്താണെന്ന് വെച്ചാൽ നത്തിങ് ഇസ് ദാറ്റ്. പക്ഷെ ഒരു മതത്തെ പറ്റി പറഞ്ഞ് അതിനെ ചുറ്റിപ്പറ്റി ഞങ്ങളുടെ മതത്തെ പറഞ്ഞോണ്ടല്ലോ, അവരെ പറഞ്ഞോണ്ട് ഇവരെ പറഞ്ഞോണ്ടല്ലോ, പിന്നെ അവിടെ ജഗബൊക്കെയാണ്. സോ കണ്ടൻഷ്യസ് എന്ന് പറഞ്ഞാൽ എപ്പോൾ ആർഗ്യുമെന്റ് വരാൻ ചാൻസ് ഉള്ള, വഴക്ക് വരാൻ ചാൻസ് ഉള്ള, ഡിസ്പ്യൂട്ട് വരാൻ ചാൻസ് ഉള്ള, അതിനാണ് കണ്ടൻഷ്യസ് എന്ന അഡ്ജക്റ്റീവ് കേട്ടോ. Clear ആയോ റസിയ? During elections, politicians promise to deliberate the problems of people. That's great. Okay. അന്വേഷണം പറയാം അല്ലേ? ഓക്കെ, സുഖമായിട്ടിരിക്കുന്നു, അത് കേട്ടാൽ മതി. You deliberate everything but you pretend you're not. That's great. The political parties will deliberately make conflicts in various parts in order to win the election. Yes, അത് ഉറപ്പല്ലേ? അത് സ്ഥിരമായിട്ട് നടക്കുന്നൊരു പ്രക്രിയയാണ്. നമ്മൾ ഇന്ത്യയിലല്ലേ ജീവിക്കുന്നത്. അടുത്ത് നോക്കാം, അസേർപ്പ് ചെയ്യുക. അസേർപ്പ് ഇസ് എ വേർബ്. അസേർപ്പ് ചെയ്യുന്ന ടേക്ക് ഓവർ ചെയ്യുക കേട്ടോ. സീസ് ചെയ്യുക, എക്സ്പ്രോപ്രിയേറ്റ് ചെയ്യുക, അനക്സ് ചെയ്യുക, അതിന് അസേർപ്പ് ചെയ്യുക. അസേർപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ മറ്റേ വേർബാണ്. മറ്റേ എന്താ പറയാ, നമ്മൾ പണ്ടൊക്കെ ഇത് പറയുമ്പോൾ പറയായിരുന്നു, മറ്റേ രാജാക്കന്മാരുടെ ഒക്കെ കാലം പറയുന്നു, ഒരു ഇത് വന്നാൽ ഇവര് എന്ത് ചെയ്യും, എന്താ പറയാ, രാജ്യം ഇങ്ങനെ പിടിച്ചെടുക്കും, ആരോട് ചോദിക്കാനും പറയാൻ നിൽക്കില്ല. അപ്പം അതിനെയാണ് നമ്മൾ എന്താ വിളിക്കുന്നത്, അസേർപ്പ് ചെയ്യാന്ന് പറയാം. ടേക്ക് ഓവർ ചെയ്യുക, സീസ് ചെയ്യുക, അങ്ങനെ അസേർപ്പ് കേട്ടോ. അപ്പം അസേർപ്പിംഗ് എന്നൊക്കെ നമ്മളതിന് അസപ്പേഷൻ, അസേർപ്പിംഗ് എന്നൊക്കെ നമ്മൾ നൗണായിട്ട് പറയാറുണ്ട്. അതാണ് അസേർപ്പ്. അസേർപ്പിംഗ് എന്ന് പറഞ്ഞാൽ അസപ്പേഷൻ, അസപ്പേഷൻ എന്നൊക്കെ പറയാം, അതാണ് നൗണ്. അടുത്ത സ്റ്റാഗ്നന്റ്. അസപ്പേഷൻ ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നൗൺ ഞാൻ നോക്കട്ടെ, അസപ്പേഷൻ തന്നെയാണോ എന്ന് നോക്കാം. അസപ്പേഷൻ. അസർപ്പേഷൻ ആണ് നൗണ്, അസേർപ്പ് ചെയ്യുക വേർബ് കേട്ടോ. ഓർത്തോണം. അടുത്ത സ്റ്റാഗ്നന്റ്. സ്റ്റാഗ്നന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ സ്റ്റില്ലായിട്ട് നിൽക്കുന്ന അല്ലെ, മോഷൻലെസ്, ഇമ്മൊബൈൽ, ഇനേർട്ട്, അവിടെ മാറ്റമൊന്നുമില്ലാത്ത, ഒരു മാറ്റമില്ല, ഇറ്റ്സ് സ്റ്റാഗ്നന്റ്. എന്നുണ്ട് എന്നാ പോകുന്നു, എങ്ങനെയുണ്ട് പോകുന്നത് നിങ്ങളുടെ ബിസിനസിന്റെ കാര്യങ്ങൾക്ക് ഒന്നും പറയേണ്ടത്, ഭയങ്കര സ്റ്റാഗ്നന്റ് ആയിട്ട് പോകുന്നത്. അതായത് ഇപ്പോഴും അതേപോലെ ഒരു മാറ്റമില്ല അല്ലെ, ഇമ്മൊബൈലാണ്, മൂവ്മെന്റ് ഒന്നും ഇല്ലാത്ത, മോഷൻലെസ് ആയിട്ടുള്ള, സ്റ്റിൽ ആയിട്ടുള്ള, ദാറ്റ് ഇസ് സ്റ്റാഗ്നന്റ്.
സ്റ്റാഗ്നന്റ് ഗ്രോത്ത് എന്നൊക്കെ പറയുന്നത് ലൈക്ക് ഓഫ് ഇക്കോണമി എന്നൊക്കെ പറയുന്നിട്ടുണ്ട്, അതാണ് സ്റ്റാഗ്നന്റ്. അടുത്ത ഇൻക്രിമെന്റൽ. ഇൻക്രിമെന്റൽ എന്ന് പറഞ്ഞാൽ ചെറിയ മാറ്റം, ഗ്രാജുവൽ ആയിട്ടുള്ള, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള, അഡിറ്റീവ് ആയിട്ടുള്ള, ഒന്ന് കഴിഞ്ഞ് മറ്റൊന്ന് പയ്യെ അല്ലെ, ഒന്ന് കഴിയുമ്പോൾ മറ്റൊന്ന്, ആ അർത്ഥത്തിലാണ് ഇൻക്രിമെന്റൽ എന്ന് പറയാം. സോ ഓർത്തണം, ഇൻക്രിമെന്റൽ എന്ന് പറഞ്ഞാൽ പയ്യെ പയ്യെ ഉള്ളതാണ്, എന്നാൽ ഗ്രാജുവൽ എന്നൊക്കെ. സ്റ്റാഗ്നന്റ് എന്ന് പറഞ്ഞാൽ നത്തിങ് അല്ലെ, സ്റ്റില്ലാണ്, അവിടെ ഒരു മാറ്റമില്ല, അവിടെ സ്റ്റില്ലായിട്ട് നിൽക്കുന്നതാണ് സ്റ്റാഗ്നന്റ്. അപ്പം ചിലപ്പോൾ നമ്മൾ പറയാറുണ്ട് ഗ്രോത്ത് എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ ചിലർ പറയാറുണ്ട് സ്റ്റാഗ്നന്റ് ഗ്രോത്ത് ആണ് കമ്പനിയുടെ, അല്ലെങ്കിൽ ഇൻക്രിമെന്റൽ ഗ്രോത്ത്. സ്റ്റാഗ്നന്റ് എന്ന് പറഞ്ഞാൽ തീരെയില്ല, ഇൻക്രിമെന്റ് ആകുമ്പോൾ ചെറുതായിട്ടുണ്ട്, ദാറ്റ്സ് എ ഡിഫറൻസ് കേട്ടോ. ഓർത്ത് വെച്ചോളും സ്റ്റാഗ്നന്റ് ആൻഡ് ഇൻക്രിമെന്റൽ അഡ്ജക്റ്റീവ്സ് ആണ്, രണ്ടും അഡ്ജക്റ്റീവ്സ് ആണ്, ഓർത്ത് വെച്ചോളാം. സോ ലെറ്റ് മീ സീ. I always accept my sister's dress and bags. അടിപൊളി, ഡ്രീം ക്യാച്ചർ കൊള്ളാം നീ. The contentious speech was a deliberate attempt from the politician. That's a great sentence. The mosquitoes breed in stagnant water. That's great. I assert my family business. That's great. A principal said him അല്ല, principal said to him കേട്ടോ. Principal said to him to apologize due to his contentious talk. അപ്പം said to him എന്ന് പറയില്ല, അയാളോട് പറഞ്ഞു അല്ലെങ്കിൽ ചെയ്യാൻ പറഞ്ഞു അല്ലേ, അപ്പം അത് asked him. Principal asked him to apologize due to his contentious talk എന്ന് പറയും കേട്ടോ. അതാണ് റസിയ കറക്റ്റ് യൂസേജ്. we need a usurp അല്ല, we need to usurp in the exploitation against. we need a usurp ഇല്ല, usurp എന്ന് പറയില്ല കേട്ടോ. കാര്യം എന്ന് വെച്ചാൽ usurp എന്ന് പറയുന്നത് ഒരു വേർബാ, അതിന് എന്ന് കൊടുക്കാൻ പറ്റില്ലോ. we need an usurpation എന്ന് കൊടുത്തു, usurpation കൊടുക്ക്. usurpation എന്ന് പറഞ്ഞാൽ സീസിങ് നൗൺ ആണ്, usurpation കൊടുക്ക്. അഡ്ജക്റ്റീവ് ആയിട്ട് നമ്മൾ അഡ്ജക്റ്റീവ് ഒരിക്കലും നമ്മൾ വെർബിന് മുമ്പിൽ ഇട്ട് കൊടുക്കില്ല, നൗണിന് മുമ്പിലല്ലേ കൊടുക്കണ്ടേ കേട്ടോ. അപ്പോൾ usurpation എന്ന് കൊടുക്കും കേട്ടോ, we need usurpation എന്ന് കൊടുത്തോ. അപ്പോൾ അതാ അനുശ്രീ, we need usurpation in the exploitation against the caste കൊടുക്കും കേട്ടോ. He's usurping his goals one by one. That's great. His personality is on stagnant development. All right. Ibrahim Lodi usurped the kingdom from Prithviraj Chauhan in first battle of Tehran in 1191. That's great. Elements of an 18 group of periodic table are stagnant. Great. Contentious arguments made by the employees made the manager furious. That leads to the dismissal of discussion. That's great. Stagnant water in roads is difficult to drive in monsoon. Yes, ആണ് അല്ലേ, വെള്ളം കെട്ടിക്കിടക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, അപ്പോൾ നമുക്ക് അറിയില്ല, കുഴിയുടെ വ്യാപ്തി അറിയില്ല. ദാറ്റ്സ് റൈറ്റ്. വെദർ കണ്ടീഷൻസ് ആർ നോട്ട് സ്റ്റാഗ്നന്റ്. ദാറ്റ്സ് ഗ്രേറ്റ്. അപ്പോൾ നമുക്ക് അടുത്ത സെറ്റിലോട്ട് പോകാമല്ലോ. അടുത്ത സെറ്റാണ് റെക്കനിങ്. റെക്കൻ ചെയ്യുക എന്ന് പറയുമ്പോൾ തന്നെ കൺസിഡർ ചെയ്യുക, കാൽക്കുലേറ്റ് ചെയ്യുക എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ റെക്കനിങ് എന്ന് പറഞ്ഞാൽ എന്നാ അർത്ഥം? റെക്കനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാൽക്കുലേഷൻ, എസ്റ്റിമേഷൻ എന്നർത്ഥമാണ് റെക്കനിങ്. എന്നാൽ റെക്കനിങ്ങിന് വേറെ അർത്ഥം കൂടെ, ഒരു നെഗറ്റീവ് മീനിങ് അർത്ഥം കൂടെ ഉണ്ട്. നമ്മളൊരു കാര്യത്തിന് റിവെഞ്ച് എടുക്കില്ലേ, വിദ്യയായിട്ട് റിവെഞ്ച് എടുക്കില്ലേ, ഫെയ്റ്റ് എന്ന് പറയില്ലേ, റെട്രിബ്യൂഷൻ, ഒരാളുടെ വെഞ്ചൻസ് ഒക്കെ റെട്രിബ്യൂഷൻ, അതിനെ റെട്രിബ്യൂഷൻ എന്ന് പറയും, റെക്കനിങ് എന്ന് പറയും. സോ ഓർത്തോണം, റെക്കനിങ്ങിന് രണ്ടർത്ഥമുണ്ട്, ഒന്ന് കാൽക്കുലേഷൻ, എസ്റ്റിമേഷൻ. റെക്കൻ ചെയ്യുക എന്ന വേർബിൻ്റെ ആട്ടോ, നൗൺ ഫോർമുലേഷൻ ആണ് ഇത്, റെക്കൻ ചെയ്യുക എന്ന നൗണിൻ്റെ. അപ്പോൾ ഓർത്തോണം, അതിൻ്റെ കൂടെ ING ഇട്ടെടുത്തപ്പോൾ അതിൻ്റെ ജനറൽ ഫോർമുലേഷൻ അല്ല, ഇത് നൗൺ ഫോർമുലേഷൻ തന്നെയാണ് റെക്കനിങ് എന്ന് പറഞ്ഞാൽ. അടുത്ത ഇൻസെൻറ്റിവൈസ് ചെയ്യാം. ഇൻസെൻറ്റിവൈസ് നമ്മൾ കേട്ടിട്ടുണ്ട്, ഇൻസെൻറ്റീവ് എന്ന നൗണിൽ നിന്നാണ് ഇൻസെൻറ്റിവൈസ് വന്നേക്കണേ. ഇൻസെൻറ്റീവ് എന്ന നൗണിൽ നിന്ന് ഇൻസെൻറ്റീവ്സ് കിട്ടി എന്നൊക്കെ പറയില്ലേ, അത് നൗൺ അല്ലേ, അപ്പോൾ അതിൻ്റെ വേർബ് ഫോർമുലേഷൻ ആണ് ഇൻസെൻറ്റിവൈസ്. ഇൻസെൻറ്റിവൈസ് എന്ന് പറഞ്ഞാൽ മോട്ടിവേറ്റ് ചെയ്യുക, എൻകറേജ് ചെയ്യുക, ബൂസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ സ്റ്റിമുലേറ്റ് ചെയ്യുക, അതാണ് ഇൻസെൻറ്റിവൈസ് ചെയ്യുക എന്ന് പറയുക. ഇൻസെൻറ്റീവ് എന്ന് പറഞ്ഞാൽ മോട്ടിവേഷൻ അല്ലേ, എൻകറേജ്മെന്റ്, ബൂസ്റ്റ് എന്നൊക്കെ പറയും, അതാണ്, അതിനെയാണ് നമ്മൾ പറയുന്നത് ഇംപെച്ചസ് എന്നൊക്കെ പറയും, അതാണ് ഇൻസെൻറ്റീവ്. അപ്പോൾ ഇൻസെൻറ്റിവൈസ് വേർബായിട്ട് വരുന്നു അല്ലേ, ഓർത്തോണം. അടുത്ത ഇൻവോക്ക്. ഇൻവോക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ കോൾ ഓൺ, ഒരാളെ നമ്മൾ വിളിച്ചപേക്ഷിക്കുക, അതാണ് ഇൻവോക്ക് ചെയ്യുക. സപ്ലിക്കേറ്റ്, എൻട്രീറ്റ് ഒക്കെ വിളിച്ചപേക്ഷിക്കുക, അതാണ് ആ മൂന്നും. എന്നാൽ ഇൻവോക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ വേറൊരു കാര്യം കൂടി ഉണ്ട്, സൈറ്റ് ചെയ്യുക, റെഫർ ചെയ്യുക, ഒരു കാര്യം അഡ്യൂസ് ചെയ്യുക, റെഫർ ചെയ്യുക, സൈറ്റ് ചെയ്യുക, അതിനെയും ഇൻവോക്ക് എന്ന് പറയും. അപ്പോൾ രണ്ടർത്ഥങ്ങളുണ്ട്, ഓർത്ത് വെച്ചാൽ. ഒന്ന്, നമ്മൾ ഒരാളെ വിളിച്ചപേക്ഷിക്കുക, ഇപ്പോൾ ദൈവത്തെയൊക്കെ വിളിച്ചപേക്ഷിക്കുക എന്നൊക്കെ എല്ലാവരും പറഞ്ഞിട്ടില്ലേ, ലെറ്റ്സ് ഇൻവോക്ക് ദ പ്രസൻസ് ഓഫ് ഓൾ മൈറ്റി എന്നൊക്കെ പറഞ്ഞ് പറയാറില്ലേ, ആ സാധനം. അല്ലാതെ ഇൻവോക്കിന് നമ്മൾ സൈറ്റ് ചെയ്യുക, ഒരാളെ എന്താ പറയുന്നത്, റെഫർ ചെയ്യുക എന്നുള്ള അർത്ഥത്തിലാണ്. അഡ്യൂസ് ചെയ്യുക എന്നൊക്കെ അർത്ഥമുണ്ട് കേട്ടോ, ഓർത്ത് വെച്ചോണം. ദാറ്റ് ഇസ് ഇൻവോക്ക്, മറക്കണ്ട. റഷ്യ usurped Ukrainian territory. All right, that's good. Ukrainian's territory. ഉക്രൈനിക്കാരുടെ, അതും കറക്റ്റാ. ഷഹാന ഇബ്രാഹിം ലോധി
ഓക്കെ, ഷഹാന ഇബ്രാഹിം ലോകി ബാബുറിൻ്റെ ടൈമിൽ അല്ലേന്ന്. ഓ അങ്ങനെ, ഞാൻ പെട്ടെന്ന് ഷഹാനെ വെച്ച് സെൻറ്റൻസ് ആണ് കാർത്തിക, സോറി. സ്റ്റാഗ്നന്റ് എഡ്യൂക്കേഷണൽ സിസ്റ്റം ഇസ് പ്രിവെയിലിംഗ് ഇൻ ഇന്ത്യ. That's great. There is an incrementality. അല്ലല്ല, incrementality അല്ല അനുശ്രീ, there is an incrementation. അല്ല, that's an increment, or there is an increment കേട്ടോ, there is an increment in the population കേട്ടോ. ഇൻക്രിമെന്റ് എന്ന് കൊടുക്കും, incrementality അല്ല, increment കേട്ടോ അനുശ്രീ. He became stagnant when he saw her for the first time. That's great. China trying to usurp Indian land. China is, അവിടെ വേർബ് കൊടുക്കുമ്പോൾ ING ഫോം കൊടുക്കുമ്പോൾ അതിൻ്റെ കൂടെ അതിൻ്റെ ഓക്സിലറി വേർബ് കൊടുക്കണം, റഷ്യ. China is trying to usurp Indian land, but our soldiers never give up to defend them. Okay, to defend them അല്ല, ഡിഫെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ പ്രൊട്ടക്ട് ചെയ്യാന്നല്ലേ. നെവർ ഗിവ് അപ്പ് ഇൻ ഡിഫെൻഡിങ് ദം. ഡിഫെൻഡ് ചെയ്യുന്നതിൽ അവരൊരിക്കലും ഗിവ് അപ്പ് ചെയ്യാറില്ല. ഇൻ ഡിഫെൻഡിങ് ദം എന്ന് പറഞ്ഞാൽ അപ്പോൾ അത് കറക്റ്റ് മീനിങ് ആവാം. അവരെ ഡിഫെൻഡ് ചെയ്തുകൊണ്ടിരിക്കുക, ഇപ്പോഴും ഡിഫെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിലൊരു മാറ്റം അവർ വരുത്താറില്ല എന്നല്ല. അപ്പോൾ ഇൻ ഡിഫെൻഡിങ് ദം എന്ന് കൊടുക്കുക. ദേ ഓർഡർഡ് ഹിം ടു റിവോക്ക് ഹിസ് കണ്ടൻഷ്യസ് സ്റ്റേറ്റ് ആസ് സൂൺ ആസ് പോസിബിൾ. അതാണോ സ്റ്റേറ്റ് ആണെന്ന് തോന്നുന്നു, സ്റ്റേറ്റ്മെന്റ് ആണോ? വന്ദന ഗുഡ് മോർണിംഗ്. Alright, his reckonings are not properly working. That's great. Calculations അല്ലേ, അടിപൊളി. കണക്കൂട്ടലൊന്നും ശരിയാകുന്നില്ല. പ്രേരിപ്പിക്കുക, പ്രൊവോക്ക് ചെയ്യുക. നമ്മളൊരാളെ പ്രേരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ പ്രൊവോക്ക് ചെയ്യുക എന്ന് പറയാം, അല്ലെങ്കിൽ കൊയാക്സ് ചെയ്യുക എന്ന് പറയാം, ഒക്കെ പറയാം കേട്ടോ. പ്രേരിപ്പിക്കുക, പെർസ്വേഡ് ചെയ്യുക, അതും പറയാം. ഓക്കെ, മുഹമ്മദ് ഗോറി. റൈറ്റ്. Jhansi was asserted by Lord Dalhousie. That's good. After a grave setback, all his reckoning was collapsed. I thought it was something special, but it turns out they are a dime a dozen. They are a dime a dozen അല്ല, they are dime a dozen. രണ്ടെടുത്ത് വേണ്ട വന്ദന. ഓക്കെ ഓക്കെ ഫൈൻ. നിങ്ങളോട് തിരുത്തൽ വരുത്തി എനിക്ക് ഇഷ്ടപ്പെട്ടു. My younger sister incentivizes me to get something. That's great. I always incentivize myself. വേണം അല്ലേ, നമ്മളെ തന്നെ മോട്ടിവേറ്റ് ചെയ്ത് കൊടുക്കണം അല്ലേ. റിന്റു നീ സൂപ്പറാ, ഇടയ്ക്കിടയ്ക്ക് പറയണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് തന്നെ ഒരു ഇമ്പ്രൂവ്മെന്റ് വരും. You should reckon the approximate amount of the trip before it starts. That's great. അടുത്തത് അപ്രോപ്രിയേറ്റ്. അപ്രോപ്രിയേറ്റ് എന്ന് പറഞ്ഞാൽ എന്നാ അർത്ഥം അറിയോ? അപ്പൊ നമ്മൾ നേരത്തെ കണ്ടില്ലേ അസേർപ്പ് ചെയ്യുക, അതിന്റെ മറ്റൊരു മീനിങ് കൂടെയാണ് അപ്രോപ്രിയേറ്റ് ചെയ്യുക. കണ്ടോ, എക്സ്പ്രോപ്രിയേറ്റ് ചെയ്യാൻ അവിടെ കൊടുത്തിട്ടില്ലേ, അതേപോലെ അപ്രോപ്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാലും സെയിം സാധനമാണ്. ഓർത്തോളം, അപ്രോപ്രിയേറ്റ് ചെയ്യുക, അസേർപ്പ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ ഒരേ മീനിങ് ആണ് വേർബായിട്ട്. എന്നാൽ അപ്രോപ്രിയേറ്റ് ലാംഗ്വേജ് എന്നൊക്കെ പറയില്ലേ, സൂട്ടബിൾ, ഫിറ്റ് എന്നൊക്കെ പറയില്ലേ. ഓർത്തോണം, അപ്രോപ്രിയേറ്റ് എന്ന് പറഞ്ഞാൽ സൂട്ടബിൾ ആയിട്ടുള്ള, പ്രോപ്പർ ആയിട്ടുള്ള, ഫിറ്റ് ആയിട്ടുള്ള എന്നൊക്കെ അർത്ഥമുണ്ട്. പ്രോപ്പർ അല്ലെ, സൂട്ടബിൾ, ഫിറ്റ് എന്ന അഡ്ജക്റ്റീവ് ഫോർമുലേഷനും ഉണ്ട്. അതേപോലെ അപ്രോപ്രിയേറ്റ് ചെയ്യുക എന്ന വേർബാണ് സീസ്, അസ്യൂം എന്നൊക്കെ പറയുന്നത്. എന്നാൽ അതുപോലെ ഒരു കാര്യം കൂടെ പറയാം കേട്ടോ, നമ്മൾ ഒരാൾക്ക് എന്തെങ്കിലും ഒരു കാര്യം അപ്രോപ്രിയേറ്റ് ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്ന ഒരർത്ഥമുണ്ട്. അപ്രോപ്രിയേറ്റ് ചെയ്ത് കൊടുക്കുക, ഒരാൾക്ക് എന്തെങ്കിലും അപ്രോപ്രിയേറ്റ് ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുക, അസൈൻ ചെയ്യുക അല്ലെ, ഡ്യൂട്ടിയൊക്കെ അപ്രോപ്രിയേറ്റ് ചെയ്ത് കൊടുക്കുക എന്ന് പറയും. അത് ടേക്ക് ഓവർ എന്ന അർത്ഥത്തിലല്ല, രണ്ടർത്ഥമുണ്ട് അപ്രോപ്രിയേറ്റ് ആസ് എ വേർബ്. ഒന്ന് ടേക്ക് ഓവർ ചെയ്യുക, സീസ് ചെയ്യുക അല്ലെ, നമ്മൾ അസേർപ്പ് ചെയ്യുന്നൊരു അർത്ഥമുണ്ട്, അസ്യൂം ചെയ്യുന്നൊക്കെ അർത്ഥം. അതായത് ഒരു കാര്യം അസ്യൂം ചെയ്തെടുക്കുക, അസ്യൂം കൺട്രോൾ അതും ഇല്ല, അത് ടേക്ക് ഓവർ ചെയ്യുക. അത് അല്ലാതെ അർത്ഥം എന്ന് വെച്ചാൽ നമ്മളൊരു ആൾക്ക് ഒരു ഡ്യൂട്ടി അസൈൻ ചെയ്ത് കൊടുക്കുക, അലോക്കേറ്റ്, ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുക, അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുക, അതിനെയും കൂടെ അർത്ഥമുണ്ട്. അപ്പോൾ ഓർത്തോണേ, അസൈൻ ചെയ്യുക എന്ന വേർബ് അലോക്കേറ്റ് എന്ന വേർബും വേറെയാണ്, സീസ് ആൻഡ് അസ്യൂം എന്ന വേർബ് വേറെയാണ്. ഓർത്തോണം, സീസ് അസ്യൂം ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ നേരത്തെ അസേർപ്പിൻ്റെ അർത്ഥമാണ്, പക്ഷെ അസൈൻ അലോക്കേറ്റ് വേറെ അർത്ഥം. അപ്പോൾ അപ്രോപ്രിയേറ്റ് ചെയ്യുന്നതിന് രണ്ടർത്ഥം ഉണ്ട്, മറന്നുപോകല്ല, വെർബിന് രണ്ടർത്ഥം. അല്ലാതെ അപ്രോപ്രിയേറ്റ് ആസ് എൻ അഡ്ജക്റ്റീവ് ഒരു അർത്ഥമുള്ളൂ, സൂട്ടബിൾ ആയിട്ടുള്ള, ഏറ്റവും പ്രോപ്പർ ആയിട്ടുള്ള, ഫിറ്റ് ആയിട്ടുള്ള, അതാണ്. അടുത്ത അഡ്ജക്റ്റീവ് ആണ്, വേർഡാണ് സ്റ്റാച്യൂട്ടറി. സ്റ്റാച്യൂട്ട് എന്ന വേർബിൽ നിന്ന് പോയതാണ്, സ്റ്റാച്യൂട്ട് എന്ന നൗണിൽ നിന്ന് പോയതാണ് സ്റ്റാച്യൂട്ട്. സ്റ്റാച്യൂട്ട് അറിയായിരിക്കുമല്ലോ, ലോ എന്നാണ് സ്റ്റാച്യൂട്ട് എന്ന വാക്കിൻ്റെ അർത്ഥം. സ്റ്റാച്യൂ അല്ല, സ്റ്റാച്യൂട്ട്. ഓക്കെ, ലോ. അപ്പൊ സ്റ്റാച്യൂട്ടറി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്നാ? ലോഫുൾ, ലീഗൽ, ജുഡീഷ്യൽ, കോൺസ്റ്റിറ്റ്യൂഷണൽ എന്നാണ് അർത്ഥം. അപ്പൊ ലീഗൽ ആയിട്ടുള്ള, ലോഫുൾ ആയിട്ടുള്ള, ജുഡീഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള, അതാണ് സ്റ്റാച്യൂട്ടറി എന്ന് പറയാം. സ്റ്റാച്യൂട്ടറി കമ്മീഷൻ എന്നൊക്കെ പറയില്ലേ, അത്. സ്റ്റാച്യൂട്ട് എന്ന് പറഞ്ഞാൽ നൗണാണ്, ആ ലോ എന്ന നൗണ്, ആ നൗണിൽ നിന്നാണ് സ്റ്റാച്യൂട്ടറി വരുന്നത് കേട്ടോ, ഓർത്ത് വെച്ചോണം. ഓക്കെ, ഐ ഹോപ്പ് ദാറ്റ് ഇസ് ക്ലിയർ. He joined the job only because of the attractive incentives. That's great. The teacher incentivizes students before their board exam. Great. I really want to go to karaoke. Okay. I really want to go to karaoke, sing a few songs and just get it out of my system. That's great, Vandana. My reckoning was my decisions. That's great. My teachers incentivize us.
Teachers are plural അല്ലേ വസിയ. അപ്പോൾ verb plural കൊടുത്തേ. My teachers incentivize me. S വേണ്ട, S ഉണ്ട്. Me to study well. My reckoning on him was totally wrong. That's great. My matriculation result incentivized me to continue my studies. That's great. Polity പ്രകാരം statutory constitution സെയിം ആവില്ല. അങ്ങനെ സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷൻ എന്ന് പറഞ്ഞാൽ എന്നാ അർത്ഥം? ഭരണഘടനാപരമായ കമ്മീഷനാണത്. ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ചുള്ള സെയിം ആണ് സംഭവം. സ്റ്റാറ്റ്യൂഷണറി എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന സെയിം മീനിങ് തന്നെയാണ് കേട്ടോ. പൊളിറ്റിയിലും അതിലൊക്കെ ഒരേ സാധനമാണ് കാര്യം കേട്ടോ. പക്ഷെ നിങ്ങൾ എന്താ രണ്ട് വേർഡ്സിന് വ്യത്യാസം ഉണ്ടെങ്കിൽ അത് ടെർമിനോളജിയാണ്. ടെർമിനോളജി ഇസ് ഡിഫറെൻറ്റ്, പൊളിറ്റിക്കൽ ടെർമിനോളജീസ് ആർ ഡിഫറെൻറ്റ്, ബട്ട് അതിന് മീനിങ് പക്ക ഇത് തന്നെ കേട്ടോ. That was a wrong reckoning, or that's a wrong reckoning. That's great. They appropriated his first positioning in southern region. That's great. All employees are telling that he is appropriate for this position. That's great. Her husband always incentivizes her for getting a job. That's great. I always incentivize myself. ഇന്ന് വിനു ഇല്ലല്ലോ, വിനുവിനെ ഇന്ന് കണ്ടില്ലല്ലോ. അപ്പൊ അടുത്ത വാക്ക് നോക്കിയേ, ബെക്കൺ. ബെക്കൺ ബെക്കൺ ചെയ്യാന്ന് പറഞ്ഞാൽ എന്നർത്ഥം? കൈയിട്ടിങ്ങനെ ആംഗ്യം കാണിക്കുക, ജസ്റ്റർ ചെയ്യുക, സിഗ്നൽ ചെയ്യുക, വേവ് ചെയ്യുക എന്നൊക്കെ പറയാം. ബെക്കൺ ചെയ്യാം. അതിൻ്റെ വേറൊരു അർത്ഥമാണ് എൻറ്റൈസ് ചെയ്യുക അല്ലേ. എൻറ്റൈസ് ചെയ്യല്ലേ, ഇൻവൈറ്റ് ചെയ്യുക, ഒരാളെ നമ്മൾ വിളിക്കുക, ഇൻവൈറ്റ് ചെയ്യുന്നതിന് ബെക്കണോ അല്ലേ. നമ്മൾ ഒരാളെ കൈകൊണ്ട് ഇങ്ങനെ ആംഗ് കാണിച്ച് വിളിക്കുന്നതിന് തന്നെ ബെക്കൺ ചെയ്യുക. സെയിം സാധനം തന്നെ, ജസ്റ്റർ ചെയ്യുക, സിഗ്നൽ ചെയ്യുക, വേവ് ചെയ്യുക, അല്ലെങ്കിൽ എൻറ്റൈസ് ചെയ്യുക, ഇൻവൈറ്റ് ചെയ്യുക എന്നൊക്കെ നമുക്ക് പറയാം കേട്ടോ. നിയമപരമായ സ്ഥാപനം, ഓക്കെ, ഭരണഘടനാ സ്ഥാപനം, അങ്ങനെ ടെർമിനോളജി അല്ലേ കാർത്തിക്, ഞാനതാ പറഞ്ഞത്. അത് സിനിമസ് ആണ്. ഇംഗ്ലീഷിൽ വരുമ്പോൾ അതിന് കറക്റ്റാണ്, പക്ഷെ പൊളിറ്റിക്കൽ ടെർമിനോളജി വരുമ്പോൾ രണ്ടായിരിക്കാം. അത് നിങ്ങൾ പഠിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് അറിയാം. യെസ്. അടുത്ത മെയ്ഡൻ, അഡ്ജക്റ്റീവ് ആണ് മെയ്ഡൻ. ഇതൊക്കെ PSC ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നത്. CP എക്സാം ഒക്കെ എഴുതാൻ പോകുന്നവരൊക്കെ നോട്ട് ചെയ്തോ. ഫസ്റ്റ് അല്ലെങ്കിൽ ഇനീഷ്യൽ, ഇനോഗ്രൽ എന്നൊക്കെയാണ് മെയ്ഡൻ്റെ അർത്ഥം. പിന്നെ മെയ്ഡൻ അഡ്ജക്റ്റീവ് ഉണ്ട്, മെയ്ഡൻ സ്പീച്ച് എന്നൊക്കെ പറയില്ല. ആദ്യത്തെ സ്പീച്ച്, എൻ്റെ കന്നി എന്നാണ് അർത്ഥം. മെയ്ഡൻ വോട്ട്, കന്നി വോട്ട്, അതാണ് മെയ്ഡൻ്റെ അർത്ഥം. അല്ലാതെ മെയ്ഡൻ വുമൺ എന്നൊക്കെ പറഞ്ഞാൽ അർത്ഥമുള്ളൂ അൺമാരിഡ് ആണ്, അൺവെഡ് ആണ് എന്നുള്ള അർത്ഥം കൂടി ഉണ്ട്. അഡ്ജക്റ്റീവ് ആണ് കേട്ടോ, ഓർത്ത് വെച്ചോളാം. അടുത്തത് കമൻസ്. കമൻസ് ചെയ്യാന്ന് പറഞ്ഞാൽ കമൻസ് അല്ല, കമൻസ്മെന്റ് എന്ന് പറയും നൗണ്. എന്നാൽ വേർബ് ആയിട്ട് വരുമ്പോൾ കമൻസ് ചെയ്യുക. കമൻസ് ചെയ്യാന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യുക, ബിഗിൻ ചെയ്യുക, ഇനിഷ്യേറ്റ് ചെയ്യുക, സെറ്റ് അബൌട്ട് ചെയ്യുക. സോ കമൻസ്മെന്റ് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ് അല്ലേ, ഒരു കാര്യത്തിന്റെ സ്റ്റാർട്ടിങ്. കമൻസ്മെന്റ് നൗണ്, കമൻസ് ചെയ്യുക വേർബ് കേട്ടോ, ഓർത്ത് വെച്ചോണം. പഠിച്ചിട്ടുള്ളതാണ്, പുതിയ വാക്കൊന്നും അല്ല. അടുത്ത മെറ്റൽ, ആദ്യമായിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മെറ്റൽ ഒരു നൗണാണ്. മെറ്റൽ, METTLE, മെറ്റൽ, മെറ്റൽ, മെറ്റൽ ഓർത്തോണം. ആദ്യത്തെ വാക്കാണ് നമ്മളിത് ആദ്യമായിട്ട് ഇവിടെ ഡിസ്കസ് ചെയ്യുക. മെറ്റൽ നമ്മുടെ സ്പിരിറ്റ്, നമ്മുടെ ആ സ്പിരിറ്റ് ഉണ്ടല്ലോ, നമ്മുടെ ആ ഫോർട്ടിറ്റ്യൂഡ് ഉണ്ടല്ലോ, നമ്മൾ വളരെ ഡിറ്റർമിനേഷനോട് ഒരു കാര്യം ചെയ്യാനുള്ള ആ എനർജി ഉണ്ടല്ലോ, അതിനാണ് മെറ്റൽ എന്ന് പറയുന്നത്. റെസീലിയൻസ്, ആ ഒരു പവർ, ആ ഒരു വിഗർ, ആ എനർജി. സ്പിരിറ്റ്, ഫോർട്ടിറ്റ്യൂഡ്, ടെനേസിറ്റി, ആ റിസർവ്, ആ ഡിറ്റർമിനേഷൻ. റിസോൾവ് എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനേഷൻ, അതിനാണ് മെറ്റൽ എന്ന് പറയുന്നത്. മെറ്റൽ അല്ല, മെറ്റൽ ഓർത്തോണം. മെറ്റൽ എന്ന വാക്കിൻ്റെ അർത്ഥം സ്പിരിറ്റും റെസിലിയൻസും ഫോർട്ടിറ്റ്യൂഡും ഒക്കെയാണ്, ഓർത്തോണം. അടുത്ത് എന്താ, ഹാൽസൺ. യെസ്, ഇതിൻ്റെ ഹാൽസൺ എന്നാണ് ഇതിന് പറയുന്നത്. ഹാൽസൺ ഇസ് എൻ അഡ്ജക്റ്റീവ്. അർത്ഥം ഇതാണ്, കാം, വളരെ കാം ആയിട്ടുള്ള, സെറീൻ, പീസ്ഫുൾ, പ്ലസന്റ്, വളരെ ഹാപ്പി ആയിട്ടുള്ള, വളരെ പ്ലസന്റ് ആയിട്ടുള്ള, സെറീൻ ആയിട്ടുള്ള, സമാധാനപരമായ, അതിനെയാണ് നമ്മൾ ഹാൽസൺ എന്ന് പറയാം. ഡ്യൂറിങ് ദ ഹാൽസൺ ഡേയ്സ് എന്നൊക്കെ പറയും. അപ്പോൾ ഹാൽസൺ എന്ന വാക്ക് എനിക്കൊന്ന് പ്രൊനൗൺസിയേഷൻ അത് തന്നെയാണെന്ന് എൻ്റെ വിശ്വാസം. ഹാൽസൻ്റെ അർത്ഥം ഇതാണ്. യെസ്, ഹാൽസൺ. യെസ്, ഹാൽസൺ എന്ന വാക്കിൻ്റെ അർത്ഥം കാം, പീസ്ഫുൾ, സെറീൻ, അതുപോലെ തന്നെ പ്ലസന്റ് എന്നൊക്കെയാണ്. ആദ്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നൊരു അഡ്ജക്റ്റീവ് ആണ് കേട്ടോ. ഹാൽസൺ അഡ്ജക്റ്റീവ് ആണ്, മറക്കണ്ട. ഈ വേർഡ് നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഡിസ്കസ് ചെയ്യുന്നത് എഡിറ്റോറിയലിൽ, ഓർത്ത് വെച്ചോണേ. ഹാൽസൺ ഓക്കെ ആണേ. പൊളിറ്റി പ്രകാരം മാത്രമേ ഉള്ളൂ. ഓക്കെ ഫൈൻ. I'll keep an ear to the ground for any updates on the project. That's great. Prejudiced statutory bodies should be eradicated. Great. He beckoned his friend not to tell the truth. ഇന്ന് ആരതിയും ഇല്ലല്ലോ. ആരതിയും വിനുവിനെ കാണില്ല. നന്ദീശനും ഇല്ല അല്ലേ? ശരിയാ, നന്ദീശനും ഇല്ല. Incremental improvement in your studies incentivizes you to attain your dream. That's great. Attain your dream അല്ല, ഡ്രീം ക്യാച്ചറെ achieve your dream. Dream achieve ചെയ്യാം. നിർമ്മല Sitharaman is the second woman finance minister who reckoning Indian budget. Who reckoning ആണോ? അല്ല, who is reckoning Indian budget എന്ന് കൊടുക്കുക. The students always beckons him when he entered to his crush's class. That's right. You should change your beckons. Beckons verb അല്ലേ, അത് noun അല്ല. അപ്പോൾ you should change your beckons എന്ന് പറയില്ല കേട്ടോ ഷൈനി. That's wrong usage.
You should change your beckoning എന്ന് കൊടുത്തു. നിന്റെ ആ inviting ഒന്ന് ചേഞ്ച് ചെയ്തെന്ന് പറയാം. അപ്പോൾ ഓക്കെ ആവും. Beckoning എന്ന് പറയുമ്പോൾ അത് ജറുണ്ടാവും, അപ്പോൾ അത് ഓക്കെ ആവും കേട്ടോ. While attending interviews, he appropriates more duties for me, assigns അല്ലേ, because of the expulsion of his staff. That's great. Statutory bodies will decide the major constitutional amendments and reforms. Great. It is imperative to choose an appropriate stream for higher studies. All right. I thought he was definitely going to lose, but he had an ache up his sleeve and got up in points. That's great. My sister added Halison in her Instagram. Halison end adjective adu. Halison added end. Halison what? Halison emoji, Halison status, Halison words andil koduthu. Avade noun venam ട്ടോ Instagram bio, but she is just opposite to that കേട്ടോ. Added Halison. Oh ഇതാണ് കൊടുത്തത്. ആസ് എ വേർഡ് ഹാലിസൺ ആണോ? അപ്പോൾ ഇങ്ങനെ കൊടുക്കണേ, മൈ സിസ്റ്റർ ആഡഡ് ദ വേർഡ് ഹാലിസൺ ഇൻ ഹർ ഇൻസ്റ്റഗ്രാം ബയോ എന്ന് കൊടുക്കുക കേട്ടോ. ഹിസ് എക്സ്പ്രഷൻ ബെക്കനിങ് ടു മീ ടു ഹിസ് എക്സ്പ്രഷൻ ഈസ് ബെക്കനിങ് ടു മീ അല്ല, ഹിസ് എക്സ്പ്രഷൻ ഈസ് ബെക്കനിങ് മീ ടു എൻ്റർ ദ സ്റ്റേജ് എന്ന് കൊടുക്കുക കേട്ടോ. ഹിസ് എക്സ്പ്രഷൻ ഈസ് ബെക്കനിങ് മീ ടു എൻ്റർ ദ സ്റ്റേജ് എന്ന് കൊടുക്കണേ റസിയ. Bommy is an elephant beckoned its trunk while getting some bananas. Okay, that's great. And then beckoned. Who beckoned its trunk while getting some bananas? കേട്ടോ അന്ന് കൊടുക്കാം. അപ്പോൾ അടുത്ത സെറ്റിലോട്ട് നോക്കുക. അടുത്ത സെറ്റ് നമുക്ക് ഒരെണ്ണമുണ്ട്. CHSLന്റെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ജോയിൻ ചെയ്യുക. അതുപോലെ SSC MTSന്റെ ലാസ്റ്റ് ഡേറ്റ് അപ്ലൈസ് 21st ആണ്. അപ്ലൈ ചെയ്ത് കാണുമെന്ന് വിചാരിക്കുകയാണ്. പഠിച്ചോളൂ, ഉഷാറായിട്ട് പോട്ടെ. ക്ലാസ്സുകൾ നടക്കേണ്ട ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസ്സുകൾ, മെൻറ്റർഷിപ്പ്, ടെലിഗ്രാം ഗ്രൂപ്പ് ഒക്കെ പോകുന്നുണ്ട്. ഉഷാറായിട്ട് പഠിക്കുക. 2240 രൂപയ്ക്ക് കോഴ്സ് അവൈലബിൾ ആണ്, പഠിച്ചോളാം. അതുപോലെ IBPS RBPയുടെ ക്ലാസ്സുകൾ, ക്ലാർക്കിൻ്റെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഉഷാറായിട്ട് ജോയിൻ ചെയ്ത് ക്ലാസ്സുകൾ പോകണം. ലൈവ് ആൻഡ് റെക്കോർഡ് സെഷൻസും അവൈലബിൾ ആണ്. 1870 രൂപയ്ക്ക് നിങ്ങൾക്ക് കോഴ്സ് അവൈലബിൾ ആണ്. കോഡ് വീണ്ടും ഡിസ്കൗണ്ട് കുറഞ്ഞിട്ടുണ്ട്. ഡിസ്കൗണ്ട് കോഡ് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഡിസ്കൗണ്ടിൽ കിട്ടും കേട്ടോ. നമ്മൾ PO ക്ലർക്കിൻ്റെ എക്സാമിന് വേണ്ടി നോക്കുന്നവർക്ക് 1870 രൂപയ്ക്ക് കോഴ്സ് അവൈലബിൾ ആണ്. ജോയിൻ ചെയ്യുക, പഠിക്കുക. ഏതൊരു എക്സാമിനും നിങ്ങൾക്ക് ഇത് ഹെൽപ്ഫുൾ ആവും, ഏത് ബാങ്ക് എക്സാമിനും കേട്ടോ. അപ്പോൾ ലെറ്റ്സ് മൂവ് ടു ദി അടുത്ത സെറ്റ്. വോപ്പിംഗ് എന്ന വാക്കിൻ്റെ അർത്ഥം ഹ്യൂജ്, മാസീവ്, എനോമസ്, ഗൈജാൻറ്റിക്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? നമ്മുടെ വോപ്പിംഗ് എന്ന് പറയാം കേട്ടോ. ദാറ്റ് ഇസ് വോപ്പിംഗ് സക്സസ് എന്ന്, വോപ്പിംഗ് റിക്കവറി എന്ന് കേട്ടില്ലേ, അതിനാണ്. അടുത്ത സ്പൊറാഡിക്, അതും ഒബ്ജക്റ്റീവ് ആണ്. സ്പൊറാഡിക് എന്ന് പറഞ്ഞാൽ ഒക്കേഷണൽ, വല്ലപ്പോഴും ഉള്ളത്. സ്പൊറാഡിക് റെയിൻഫോൾ എന്നൊക്കെ പറയില്ലേ, അതായത് സ്പൊറാഡിക് വിസിറ്റ് എന്നൊക്കെ പറയില്ലേ, വല്ലപ്പോഴുള്ള വിസിറ്റ് ആണ്. ഇൻഫ്രീക്വൻറ്റ്, ഇറഗുലർ, ഒക്കേഷണൽ, വല്ലപ്പോഴും മാത്രം നടക്കുന്നതാണെങ്കിൽ യു കൻ സേ സ്പൊറാഡിക്. അബ്ജക്റ്റീവ് ആണ്, പഠിച്ചിട്ടുണ്ട്. വോപ്പിംഗ് അബ്ജക്റ്റീവ് ആണ്, പഠിച്ചിട്ടുണ്ട്. ഇത് ആദ്യമായിട്ടല്ല, എഡിറ്റോറിയൽ പല തവണ റിപ്പീറ്റ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. ഫോൾട്ടറിങ് അതുപോലെ. ഫോൾട്ടറിങ് എന്ന വാക്കും റിപ്പീറ്റേറ്റീവ് ആയിട്ട് വരുന്നത്. ഫോൾട്ടർ ചെയ്യുക, മാറ്റം വരുത്തുക അല്ലെ, ഡിലേ ചെയ്യുക. അപ്പോൾ ഫോൾട്ടറിങ് എന്ന് പറഞ്ഞാൽ ഹെസിറ്റൻറ്റ്, വെയ്വറിങ്, അൺസർട്ടൺ, വീക്ക് എന്നൊക്കെ പറയാം. ഫോൾട്ടർ ചെയ്യുന്ന വേർബിൽ നിന്നാണ് ഫോൾട്ടറിങ് അബ്ജക്റ്റീവ് വന്നത്. ഹെസിറ്റൻറ്റ്, വെയ്വറിങ്, അൺസർട്ടൺ, വീക്ക് എന്നൊക്കെയാണ് ഫോൾട്ടറിങ് എന്ന അബ്ജക്റ്റീവിൻ്റെ അർത്ഥം. അടുത്ത ബ്ലമിഷ് ആണ്. ബ്ലമിഷ് എന്ന് പറഞ്ഞാൽ നൗൺ ഉണ്ട്, വേർബ് ഉണ്ട്. ബ്ലമിഷ് എന്ന് പറഞ്ഞാൽ ഇംപെർഫെക്ഷൻ അല്ലെങ്കിൽ ഒരു ഫോൾട്ട്, ഒരു ഫ്ലോ, ഒരു എറർ, ഒരു മിസ്റ്റേക്ക്. അതാണ് ബ്ലമിഷ് എന്ന് പറഞ്ഞാൽ. എന്തോ ഒരു എറർ സംഭവിച്ചിട്ടുണ്ട്, അതിനെയാണ് നമ്മൾ ബ്ലമിഷ് എന്ന് പറയാം. അപ്പോൾ ബ്ലെമിഷ് ചെയ്യുക എന്ന് പറഞ്ഞതിനർത്ഥം അതിനെ സ്പോയിൽ ചെയ്യുക, മാറിയ, ഇമ്പയർ ചെയ്യുക, അതിനെ കൊളമാക്കുക, ഡിസ്ട്രോയ് ചെയ്യുക. അതിനാണ് ബ്ലെമിഷ് ചെയ്യുക പറയാം. ബ്ലെമിഷ് നൗൺ ഉണ്ട്, വേർബും ഉണ്ട്. ഒരേ മീനിങ് വരുന്ന നൗൺ ആൻഡ് വേർബ്, മറക്കണ്ട. അടുത്ത ആർഡ്വസ്. ഇറ്റ് വാസ് എൻ ആർഡ്വസ് ടാസ്ക് എന്ന് കേട്ടില്ലേ. ഓണറസ്, ഡിഫിക്കൾട്ട്, ലബോറിയസ്, ടാക്സിങ്, ഹാർഡ്. അയ്യോ പറ്റില്ല, എന്നെ കൊണ്ട് പറ്റില്ല, ഭയങ്കര കഷ്ടം പിടിച്ച പണിയാണ് അല്ലേ. നമ്മൾ അങ്ങനെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നതിനാണ് ആർഡ്വസ് എന്ന് പറയാം. ആർഡ്വസ്, ARDUOUS, ആർഡ്വസ് മറക്കണ്ട കേട്ടോ, ഓർത്ത് വെച്ചോണേ. Indian forces only call maidens. ഓക്കെ, തുടക്കക്കാരെന്നല്ല ഉദ്ദേശിക്കുന്നത്. മെയ്ഡൻ റിക്രൂട്ടേഴ്സ് എന്ന് കൊടുക്കുക. മെയ്ഡൻ റിക്രൂട്ടേഴ്സ് എന്ന്, കാൻഡിഡേറ്റ്സ് എന്ന് കൊടുത്തു. മെയ്ഡൻ കാൻഡിഡേറ്റ്സ് എന്ന് കൊടുക്കും കേട്ടോ. കാരണം മെയ്ഡൻസ് എന്ന് നൗൺ പറയില്ല, adjective ആണ് റസിയ. അത് she became nervous while performing her maiden speech. That's a great sentence. When my parents are talking about me, I beckon to my mother to stop the talk. എന്നെ പറ്റി പറയലമ്മ എന്നല്ലേ. I reckon verb മിസ് ഇപ്പോൾ അതിൻ്റെ ING ഫോം റെക്കണിങ് വരില്ലേ? വരും. റെക്കൺ വെർബിൽ റെക്കണിങ് വെർബ് വരും. അപ്പോൾ ഒരു കാര്യമുണ്ട്, അങ്ങനെ വെർബ് റെക്കണിങ് ആയിട്ട് വരുന്ന എപ്പോഴാണ്? കണ്ടിന്യൂസ് ടെൻസിലല്ലേ. അത് ഓർത്തോ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് ഓർത്തോടെ. ING വരും, ഉറപ്പായിട്ടും വരും. My mom always says I'm blemish in household works. I'm fault in now. I have a blemish എന്ന് കൊടുക്കണം.
blemish എന്ന് പറഞ്ഞാൽ imperfection. I am blemish എന്ന് പറയില്ല കേട്ടോ. I have a blemish. എനിക്കൊരു mistake ഉണ്ട്. I have a flaw. I have a fault എന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ കൊടുക്കണേ. My mom always says I have a blemish in household works എന്ന് പറയും. ഹൗസ്ഹോൾഡ് വർക്ക്സ് അല്ല, വർക്ക് കേട്ടോ. പണി എന്ന് പറയുന്നത്, ജോലി എന്ന് പറയുന്നത് നമുക്ക് പ്ലൂറൽ ഒരിക്കലും ഇല്ല, അൺകൗണ്ടബിൾ നൗൺ ആണ്. വർക്ക് എന്ന് കൊടുക്കാം. വിന്നിംഗ് ദി ഗെയിം ഇസ് എ പീസ് ഓഫ് കേക്ക് വൺസ് യു അണ്ടർസ്റ്റാൻഡ് ഹൗ ടു പ്ലേ. ദാറ്റ്സ് ഫൈൻ. ഹൗ ടു പ്ലേ ഇറ്റ് കേട്ടോ. ആ പ്ലേ മതി, കറക്റ്റാ. The fishermen in the ship beckoned the people in the land about the destruction that happened to their ship. Okay, destruction spelling DES ആണ്. സ്പെൽ ചെക്ക് ശ്രദ്ധിക്കണം ആതിര. DESTRUCTION. Don't blemish my work. Don't spoil my work. That's great. She went the extra mile. She went to the extra mile. Went കഴിഞ്ഞ് ഒരിക്കലും ഒബ്ജക്റ്റ് കൊടുക്കരുത്. To the. Went to the extra mile കേട്ടോ. And got our seats upgraded even though she didn't have to. That's great. I'm going to have to draw the line here. I can't do any more work until you pay your balance. That's great. Halcyon days will come after war. Yes, alle war nu shesham peace. Yes, he's halcyon during his work. That's great. That's great. അപ്പോൾ ഇത് ക്ലിയർ ആയല്ലോ. ഇതാണ് നമ്മുടെ വേർഡ്സ് കേട്ടോ. ലെറ്റ്സ് മൂവ് ടു ദി ആർട്ടിക്കിൾ. നമുക്ക് വേഗം ആർട്ടിക്കിൾ നോക്കാം. എൻവയൺമെന്റ് പ്രൊട്ടക്ഷൻ കൺസർവേഷൻ, എൻവയൺമെന്റ് അല്ല, ഫോറസ്റ്റ് കൺസർവേഷൻ ബില്ലിനെ പറ്റിയാണ്. അപ്പോൾ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് വായിച്ചു കൊണ്ടാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ആർട്ടിക്കിൾ ആണ്. ലെറ്റ്സ് ഗിവ് ഇറ്റ് എ റീഡ്. Okay, making whooping success in the election is an arduous task for political parties, especially in case of maiden candidates. Yes. Most of the time a whooping problem so illa. Most of the times a cut ചെയ്തേ whooping എന്ന് പറയുന്നത് കൊടുക്കുന്നതിന് മുമ്പ് ഓർക്കുക problems എന്ന പ്ലൂറൽ നൗണിന്റെ കൂടെ ഒരിക്കലും a കൊടുക്കരുത്. Most of the time whooping problems come together അല്ലെങ്കിൽ a whooping problem എന്ന് മതി, അത് കട്ട് ചെയ്യുക. problems ലെസ് കട്ട് ചെയ്യും. comes together in your arduous situation. He come to see her sporadically. He come അല്ല, he comes. അവൻ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. comes. he subject singular റസ്യ, അപ്പോൾ verb singular കൊടുത്തേ he comes കേട്ടോ. ഇനി മൂവിങ് ഓൺ ടു ദി ആർട്ടിക്കിൾ ഗ്രീൻ വാഷിംഗ്. നമ്മൾ ഈ ബ്രെയിൻ വാഷിംഗ് പറയുന്നത് ഗ്രീൻ വാഷിംഗ്, പച്ചയടിക്കൽ. എന്തിനാണ് പച്ചയടിക്കൽ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ചേഞ്ചസ് ടു കൺസർവേഷൻ ലോസ് മസ്റ്റ് ബി ബാക്ക്ഡ് ബൈ സയന്റിഫിക് എവിഡൻസ്. കൺസർവേഷൻ ലോസ് നല്ലതാണ് അല്ലേ? നമ്മുടെ ലൈഫിൽ നമ്മളെപ്പോഴും ആലോചിക്കും ഒരു കാര്യം കൺസേർവ് ചെയ്യുന്നതൊക്കെ നല്ലതാണ്. കൺസർവേഷൻ ലോസ് നല്ല, പ്രൊട്ടക്ഷൻ ലോസ് ഇപ്പോഴും നല്ലതാണ്. പക്ഷേ പ്രൊട്ടക്ട് ചെയ്യുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ സയന്റിഫിക് എവിഡൻസ് ഉപയോഗിച്ചിട്ട് വേണം ചെയ്യാൻ. അതായത് വെറുതെ പ്രൊട്ടക്ട് ചെയ്യാനാണെന്ന് പറഞ്ഞാൽ ഇന്നൊരു കാര്യത്തിന് അല്ലേ, നിയമപരമായിട്ടൊരു കാര്യത്തിന് അവിടെ കയറരുത്, ജനങ്ങൾ ഇതിൽ കയറരുത്, കാരണം ഇത് പ്രൊട്ടക്ട് ചെയ്യാനുള്ളതാണെന്നൊക്കെ പറഞ്ഞാൽ സാധാരണക്കാരെ വലയ്ക്കുന്ന പരിപാടിയാണ്. അപ്പോൾ ഇറ്റ് മസ്റ്റ് ബി ബാക്ക്ഡ് ബൈ സയന്റിഫിക് എവിഡൻസ്. സയന്റിഫിക് എവിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കൺസർവേഷൻ ലോസിന് മാറ്റങ്ങൾ കൊണ്ടുവരാൻ പാടുള്ളൂ എന്നൊരു ഓതർ ഒരു അനലിറ്റിക്കൽ അല്ലെങ്കിൽ ഒരു ക്രിട്ടിക്കൽ ആർട്ടിക്കിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ലെറ്റ്സ് ഗിവ് ടു റീഡ്. The Forest Conservation Amendment Bill 2023. അപ്പോൾ ഓർക്കണേ, ബില്ല് ഏതാണ്? ഫോറസ്റ്റ് കൺസർവേഷൻ അമെൻമെന്റ് ബിൽ. അപ്പോൾ ഫോറസ്റ്റിന്റെ കൺസർവേഷന് വേണ്ടിയിട്ടുള്ള പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള അമെൻമെന്റ് ബില്ല് 2023 ദാറ്റ് ഈസ് ബീങ് ഡെലിബറേറ്റഡ് അപ്പോൺ ബൈ എ ജോയിന്റ് കമ്മിറ്റി ദാറ്റ് ഈസ് ബീൻ കൺസിഡേർഡ്. അത് കൺസിഡർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ജോയിന്റ് കമ്മിറ്റി കൺസിഡർ ചെയ്യുന്നതുകൊണ്ട് കെയർഫുള്ളി കൺസിഡർ ചെയ്യുന്ന ഒരു ബില്ലാണ്. ബൈ എ ജോയിന്റ് കമ്മിറ്റി ഓഫ് പാർലമെന്റ്. നമ്മുടെ പാർലമെന്റ് ജോയിന്റ് കമ്മിറ്റി ഇതിനെ എന്ത് ചെയ്യണം, ഈ ബില്ലിനെ ഒന്ന് കൺസിഡർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. It's a contentious piece of legislation that signals the complex challenges involved in balancing industrial development and conservation of forests. അതൊരു കണ്ടൻഷ്യസ് ആയിട്ടുള്ള ഒരു പീസ് ഓഫ് ലെജിസ്ലേഷൻ ആണ്, ആർഗ്യുമെന്റേറ്റീവ് ആണ്. കാര്യം അവിടെ ഭയങ്കര ബാലൻസിങ് ഇഷ്യൂ ഭയങ്കരമായിട്ട് വരുന്നുണ്ട്. എന്തിനൊക്കെയാണ് ബാലൻസിങ് ഇഷ്യൂ? രണ്ട് കാര്യങ്ങൾ നമ്മൾ മുഖവരയ്ക്ക് എടുക്കേണ്ടതുണ്ട്. ഒന്ന്, ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് അല്ലേ. ഇൻഡസ്ട്രിയലൈസേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് അല്ലേ. നമ്മൾ പറയില്ലേ, നമ്മളിതിനെ ഡെവലപ്മെന്റ് നടക്കണമെങ്കിൽ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് നടന്നാലേ ഒരു ഇക്കോണമി എന്താ പറയുക വളരുള്ളൂ. അതേസമയത്ത് ഫോറസ്റ്റ് കൺസർവേഷൻ എന്ന് പറയുന്നത് വേറൊരു വലിയൊരു പ്രശ്നം കൂടെയാണ്. അപ്പം രണ്ട് കാര്യങ്ങൾ തമ്മിൽ മുഖവരയ്ക്ക് എടുത്തുകൊണ്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ട് ഈ പറയുന്ന ഫോറസ്റ്റ് കൺസർവേഷൻ അമെൻമെന്റ് ബില്ലിനെ ഒന്ന് സെറ്റാക്കാൻ പറ്റും. അപ്പം ഇങ്ങനെ ഒരു ലെജിസ്ലേഷൻ ഭയങ്കര കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു സാധനമാണ്, ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. ആൻഡ് അത് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ സയന്റിഫിക് എവിഡൻസ് ഇല്ലാതെ മുന്നോട്ട് പോകരുതെന്നാണ് ഓത്തർ പറഞ്ഞേക്കുന്നത്. Let's see. While industrialization inevitably means usurping greater tracts of forest, lands and ecosystems. നമുക്കൊരു കാര്യം അറിയാം, ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്നാ, നമ്മൾ കൂടുതലായിട്ട് ലാൻഡ് എടുക്കും അല്ലെ, കൂടുതൽ ലാൻഡിനെ ഇങ്ങനെ ടേക്ക് ഓവർ ചെയ്യും. ട്രാക്ട്സ് ഓഫ് ഫോറസ്റ്റിൽ നിന്ന് അല്ലെ, കാട് പിടിച്ചെടുക്കുന്ന ഏരിയ, ലാൻഡ്, ഇക്കോസിസ്റ്റംസ്, അതുപോലെ ഫോറസ്റ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുവാണ്, നമ്മളിങ്ങനെ ടേക്ക് ഓവർ ചെയ്യും, സീസ് ചെയ്യുക, ലാൻഡൊക്കെ എടുക്കും, അസേർപ്പ് ചെയ്യും. അപ്പോൾ the Forest Conservation Act 1980 has been the mantelpiece legislation that has empowered the state to regulate this and impose costs on such industrial exploitation. അപ്പോൾ ഇങ്ങനെയുള്ള ഇൻഡസ്ട്രിയൽ എക്സ്പ്ലോയിറ്റേഷൻ വന്നിട്ടുണ്ടെങ്കിൽ ഇവർക്കെതിരെ കേസ് എടുക്കാനും അവർക്കെതിരെ ടാക്സ് ഒക്കെ
പിരിക്കണം അല്ലേ, ഇതിൻ്റെ കോസ്റ്റ് ഇത് പൈസ ഈടാക്കാനും ഒക്കെ ആയിട്ട് ഉള്ള നിയമമുണ്ട് നമുക്ക്. അതാണ് നമ്മുടെ ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് 1980. 1980 ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ടിൽ ഇത് ഓർത്തോണേ, ഇത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ന്യൂസിൽ ഇങ്ങനെ ഒരു ആക്ടിനെ പറ്റി വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അടുത്ത എക്സാമിന് ഇത് വരും. അപ്പോൾ ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് 1980 നിലവിൽ വന്ന ഈ ആക്ട് പറയുന്നത് ഇങ്ങനെയാണ്: നമ്മൾ ആരെങ്കിലും ലാൻഡ്, ഫോറസ്റ്റിലെ ഏരിയ, എക്കോസിസ്റ്റം ഒക്കെ കൂടുതലായിട്ട് അസേർപ്പ് ചെയ്ത് പിടിച്ചെടുത്ത് അത് വെച്ചിട്ട് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് നടത്താൻ ശ്രമിക്കുകയാണെങ്കിൽ അവർക്കെതിരെ നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റേറ്റ് അതിനെ റെഗുലേറ്റ് ചെയ്യണം, അത് നിയന്ത്രിക്കണം, അതുപോലെ തന്നെ കോസ്റ്റ് ഇമ്പോസ് ചെയ്യണം എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള ഇൻഡസ്ട്രിയൽ എക്സ്പ്ലോയിറ്റേഷനെ അനുവദിക്കാൻ പാടില്ല. Originally meant for notified forests, a landmark Supreme Court judgment in the TN Godavarman Thirumalpad case 1996. അപ്പോൾ ഇത് ഒറിജിനേറ്റ് ചെയ്ത് എവിടെ നിന്നാണെന്നറിയോ? ഒറിജിനലി ഇത് ഈ ഫോറസ്റ്റിനെ പറ്റിയുള്ള ലാൻഡ്മാർക്ക് സുപ്രീം കോടതി ജഡ്ജ്മെന്റ്, ഒരു ഭയങ്കര ലാൻഡ്മാർക്ക് ആയിട്ടുള്ള ഭയങ്കര എടുത്തു പറയേണ്ട ഒരു സുപ്രീം കോടതി ജഡ്ജ്മെന്റ് നടന്നായിരുന്നു. ഏത് കേസിലാണെന്നറിയാവോ? TN ഗോദവർമ്മൻ തിരുമൽപ്പാട് കേസ് 1996 നടന്ന ഗോദവർമ്മൻ തിരുമൽപ്പാട് കേസിൽ ഇങ്ങനൊരു വളരെ ലാൻഡ്മാർക്ക് സുപ്രീം കോടതി ജഡ്ജ്മെന്റ് നടന്നിട്ടുണ്ടായിരുന്നു. അമംഗ് അതർ തിങ്സ്, കൂടാതെ വേറെ കുറെ കാര്യങ്ങളുണ്ടായിരുന്നു. അതിൽ നോട്ടിഫൈ ചെയ്ത കാര്യമാണ് that broadened the scope of such protection to even those not officially classified. So അപ്പോൾ ഇവിടെ എടുത്ത് പറയുന്ന ഒരു കാര്യം വെച്ചാൽ അത് ഈ ഒരു കാര്യത്തിന് കുറച്ചുകൂടെ സ്കോപ്പിനെ ബ്രോഡൻ ചെയ്തിട്ടുണ്ട്, നമ്മുടെ എൻവയോൺമെന്റിന്റെ സ്കോപ്പിനെ കുറച്ചുകൂടെ ബ്രോഡൻ ചെയ്തിട്ടുണ്ട്. കാര്യം ഇങ്ങനത്തെ പ്രൊട്ടക്ഷൻ വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ഒഫീഷ്യലി ഇതിൽ ക്ലാസിഫൈ ചെയ്ത ആൾക്കാരാണെങ്കിൽ പോലും, ഓർ ക്ലാസിഫൈ ചെയ്യപ്പെടാത്ത ഏരിയയിൽ പോലും നമ്മൾ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് എന്ന പേരിൽ നിങ്ങൾ ലാൻഡിനെ കൂടുതലായിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യുകയല്ല ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കൂടുതൽ അസേർപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ പണി പാളും, അവിടെ പണി പുറകിൽ വരുന്നുണ്ട്. സോ India's forest cover has seen only marginal increases, as biennial reports of the Forest Survey of India illustrate. അപ്പോൾ നമുക്കൊരു കാര്യം പറയാൻ മനസ്സിലാവും, ബൈനിലായിട്ട് 2 വർഷത്തിൽ ഒരിക്കലും റിപ്പോർട്ട് എടുക്കും. ബൈനൽ റിപ്പോർട്ടുകൾ ഇടയ്ക്ക് നോക്കുമ്പോൾ ഇന്ത്യയുടെ ഫോറസ്റ്റ് കവർ കുറച്ച് കൂടിയിട്ടുണ്ട്, പക്ഷെ മാർജിൻ വളരെ വളരെ കുറച്ച് ഇൻക്രീസ് വന്നിട്ടുള്ളൂ. അല്ലെങ്കിൽ തന്നെ നമുക്ക് പറയാം ഫോറസ്റ്റ് സർവേയിൽ മൊത്തത്തിൽ ബൈനൽ റിപ്പോർട്ട്, ഫോറസ്റ്റ് സർവേയുടെ ബൈനൽ റിപ്പോർട്ട് പറഞ്ഞതനുസരിച്ച് ഇന്ത്യയുടെ ഫോറസ്റ്റ് കവർ ഇച്ചിരി കൂടിയിട്ടുണ്ട്, പക്ഷെ ഭയങ്കര മാർജിനലായിട്ട് ഒരു ചെറിയ ഇതായിട്ടേ കൂടിയിട്ടുള്ളൂ, അത്രേ ഉള്ളൂ. Growth in forest cover inside officially recorded forest is stagnant. പക്ഷേ ഒഫീഷ്യൽ ആയിട്ടുള്ള റെക്കോർഡ്സിൽ നോക്കുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് മാറിയിട്ടൊന്നുമില്ല, അത് അതേപോലെ തന്നെ കൂടിയിട്ടില്ല, കുറഞ്ഞിട്ടില്ല, വളരെ സ്റ്റിൽ ആയിട്ട് തന്നെ അവിടെ നിൽക്കുകയാണ്. ബട്ട് അല്ലെങ്കിൽ പറയാം കുറച്ച് വേണമെങ്കിൽ ഒരു സ്റ്റെപ്പ് ബൈ ഒരു ഗ്രാജുവൽ ആയിട്ട് ഒരു കുറച്ച് ഇൻക്രിമെന്റൽ ആയിട്ട് വന്നിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം, അത്രേ ഉള്ളൂ. It is tree cover in orchards, plantations and village homesteads that has been on the rise and supplementing India's claim that 24% of its area is under forest and tree cover. അപ്പം ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? നമ്മൾ കുറച്ച് കൂടിയിട്ടുണ്ട് എന്ന് പറയുന്നത് എന്താ? നമ്മുടെ മരങ്ങൾ കൂടുതലായിട്ട് കൂട്ടിട്ടുണ്ട് കുറേ ഓർച്ചിഡ്സിൽ. പലരുടെയും പ്രൈവറ്റ് ഓർച്ചിഡ്സ് ഒക്കെ ഇല്ല, പലരുടെ വീടുകളിലൊക്കെ അവർ നട്ടെടുത്ത് പഴവർഗ്ഗമൊക്കെ നട്ടെടുത്ത് ഓർച്ചിഡ്സ് നട്ടെടുത്തില്ലേ അത്, അല്ലെങ്കിൽ പ്ലാന്റേഷൻസ് ഉണ്ടല്ലോ, പ്ലാന്റേഴ്സ് ഇല്ലേ, അവരുടെയൊക്കെ പ്ലാന്റേഷൻസ് കൂടിയിട്ടുണ്ട്, വില്ലേജ് ഹോം സ്റ്റേറ്റ്സ് കൂടിയിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള കുറച്ച് ഏരിയാസ് കൂടിയിട്ടുണ്ടെന്നല്ലാതെ ഫോറസ്റ്റ് ഏരിയ കൂടിയിട്ടുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഈ കാര്യങ്ങളൊക്കെ ഈസ് ഓൺ ദ റൈസ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഫോറസ്റ്റ് കവർ കൂടി, മരങ്ങൾ കൂടുന്നുണ്ടല്ലോ, അതാണ് ഇവിടെ കൂടി പറയുന്നത്. ഇവർ പറയുന്നത് കുറച്ച് കൂടിയിട്ടുണ്ടെന്ന് പറയുന്നത്. അതാണ് സപ്ലിമെന്റിങ് ഇന്ത്യയുടെ ക്ലെയിം ദാറ്റ് 24% ഓഫ് ഇറ്റ്സ് ഏരിയ, ഇന്ത്യയുടെ 24% ഓഫ് ഏരിയ ഫോറസ്റ്റിന്റെ കീഴിലാണ് വരുന്നത്, അല്ലെങ്കിൽ ട്രീ കവറിന്റെ കീഴിലാണ് വരുന്നത്, ഫോറസ്റ്റിന്റെയും ട്രീ കവറിന്റെ കീഴിലാണ് വരുന്നത് പറയാൻ എടുത്ത് പറയാനുള്ള കാര്യം ഇതൊക്കെയാണ്. കാര്യം നമ്മൾ പ്രൈവറ്റ് പ്രോപ്പർട്ടിയിൽ പോലും ഓർച്ചിഡ്സും പ്ലാന്റേഷൻസും വില്ലേജ് ഹോംസ്റ്റേഡ്സും ഉള്ളത് കൊണ്ട് തന്നെ എന്താ പറയുക, പച്ചപ്പ് കൂടുതലാണ്, ട്രീ കവർ കൂടുതലാണ്. ദാറ്റ്സ് ഇറ്റ്. ഇന്ത്യ ഹാസ് കമ്മിറ്റഡ് ടു ഇൻക്രീസിംഗ് ദിസ് നമ്പർ ടു 33%. അപ്പോൾ ഇന്ത്യ ഈ പറഞ്ഞ 24% നിന്ന് റൈസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, കമ്മിറ്റ് ചെയ്തേക്കുന്ന എത്ര, 33% വരാമെന്ന് പറഞ്ഞേക്കണേ. 24 33% വരും. ആൻഡ് ആഡിങ് എ കാർബൺ സിങ്ക് ഓഫ് 25 ബില്യൺ ടു carbon sink 25 billion 2.5 billion to 3 billion tons of carbon dioxide ലോട്ട് വരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ബൈ 2030. അല്ലെ, നമ്മുടെ ക്ലൈമറ്റ് ചേഞ്ചിന്റെ കാർബണിന്റെ എമിഷൻ എഗ്രിമെന്റ് കൊടുത്തേക്കണില്ലേ, 2030 ആകുമ്പോഴേക്കും 2.5 ബില്യണിൽ നിന്ന് 3 ബില്യൺ ടൺസ് ഓഫ് കാർബൺ ഡയോക്സൈഡിന്റെ ഇതിലോട്ട് ആഡിങ് കാർബൺ സിങ്ക് കൊണ്ടുവരാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതാണ് നമ്മൾ ഇന്റർനാഷണൽ ക്ലൈമറ്റ് കമ്മിറ്റ്മെന്റ്സിൽ ഇന്ത്യ കൊടുത്തേക്കുന്ന വാക്ക്. അത് ഇന്ത്യക്ക് വലിയൊരു ചാലഞ്ച് തന്നെയാണ് കേട്ടോ ശരിക്കും പറഞ്ഞത്. കാരണം ഇന്ത്യ ഈസ് എ ഡെവലപ്പിംഗ് കൺട്രിയാണ്. അപ്പോൾ ഇന്ത്യക്ക് ഒരുപാട് ചാലഞ്ചസ് ഫൈറ്റ് ചെയ്തിട്ട് ഇതിലെത്താൻ പറ്റുള്ളൂ. അതാണ് വലിയൊരു പ്രശ്നം. കാര്യം ലോസ് ഒക്കെ അത്രമാത്രം സ്ട്രിക്റ്റ് അല്ല നമ്മുടെ നാട്ടിൽ. അതാണ് ഏറ്റവും വലിയൊരു പ്രോബ്ലം എന്ന് പറയുന്നത്. ദ എക്സിസ്റ്റിംഗ് ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് 1980, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ തന്നെ പറഞ്ഞൊരു കാര്യമാണ്. 1980 നമ്മുടെ ഫോറസ്റ്റ് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ടിന്റെ പ്രത്യേകത വെച്ചാൽ ഇൻ ദ എൻവയോൺമെന്റ് മിനിസ്ട്രീസ് റെക്കണിംഗ്, അവരുടെ ഒരു കാൽക്കുലേഷൻ അനുസരിച്ച് വാസ് ഇൻസഫിഷ്യന്റ് ഫോർ ദീസ്
ends. അപ്പം ഇപ്പോൾ ഉള്ള 1980 ആ ഒരു നിയമം ശരിക്കും പറഞ്ഞാൽ അത് പോരാ. ഇപ്പോഴത്തെ ഒരു ഇമ്പ്രൂവ്മെന്റ് ഒക്കെ കൊണ്ടുവരണമെങ്കിൽ ഇത് പോരാ. ആ ഒരു പഴയ ഇത് വെച്ചിട്ട് ഒന്നും നടക്കാൻ പോകുന്നില്ല. ആസ് ഇറ്റ് ഡിഡ് നോട്ട് ഇൻസെന്റിവൈസ് പ്രൈവറ്റ് അഗ്രോ ഫോറസ്ട്രി, അതായത് പ്രൈവറ്റ് അഗ്രോ ഫോറസ്ട്രി, പ്രൈവറ്റ് ആയ ആൾക്കാർക്ക് അഗ്രോ ഫോറസ്ട്രി കൂടുതലായിട്ട് സ്ഥലങ്ങളിൽ ട്രീസ് ഒക്കെ വെച്ച് നട്ട് വളർത്താനുള്ള ഒരു മോട്ടിവേഷൻ കൊടുക്കാറില്ല, ഇൻസെന്റിവൈസ് കൊടുക്കാറില്ല. അതുപോലെ ട്രീ പ്ലാന്റേഷൻ ആക്ടിവിറ്റീസിനുള്ള എന്താ പറയുക ഇൻസെന്റിവൈസ് ഫാമേഴ്സിന് കൊടുക്കുകയോ അല്ലെങ്കിൽ അവർക്ക് അതിന് വേണ്ടിയിട്ടുള്ള സബ്സിഡി കൊടുക്കുകയോ അങ്ങനെ ഒരു കാര്യവും ഇതിൽ കൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റില്ല, പഴയ 1980 ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ടിനെ നമുക്ക് എന്താ പറയുക നമ്പാനൊക്കത്തില്ല. വൈ എന്നാൽ അതേ സമയത്ത് ഫ്രം 2019 to 21, 2019 മുതൽ 2021 മുതലുള്ള കാലഘട്ടം നമ്മൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ 2019 മുതൽ 2021 മുതലുള്ള കാലഘട്ടം നമ്മൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ 19, 20, 21 2 വർഷം ഇന്ത്യ ആഡഡ് 1540 സ്ക്വയർ കിലോമീറ്റേഴ്സ്. ഓർക്കണേ, 1540 സ്ക്വയർ കിലോമീറ്റേഴ്സ് ഓഫ് ഫോറസ്റ്റ് കവർ ഇന്ത്യ എന്ത് ചെയ്തിട്ടുണ്ട്, കൂട്ടിയിട്ടുണ്ട്. ഓഫ് വിച്ച് 1509 സ്ക്വയർ കിലോമീറ്റേഴ്സ് വാസ് ഔട്ട്സൈഡ് റെക്കോർഡഡ് ഫോറസ്റ്റ് ഏരിയ. അത് ഓർക്കണേ, ഫോറസ്റ്റ് ഏരിയയിൽ റെക്കോർഡഡ് ആയിട്ട് ഒഫീഷ്യൽ റെക്കോർഡിലെ ഫോറസ്റ്റ് ഏരിയയുടെ ഔട്ട്സൈഡ് ആയ ഏരിയയിലാണ് കൂടുതലായിട്ടും വന്നേക്കുന്ന ഈ പറയുന്ന 1509 ഇത് വന്നേക്കുന്നത് അവിടെ. ബാക്കി വരുന്ന കുറച്ച് ബാക്കി ഇത്രയും കിലോമീറ്റർ ഈ പറഞ്ഞ വളരെ നേരിയ കിലോമീറ്റർ മാത്രമേ ഫോറസ്റ്റ് ഏരിയ കൂടിയിട്ടുള്ളൂ. ബാക്കിയെല്ലാം വന്നേക്കുന്ന ഔട്ട്സൈഡ് ഫോറസ്റ്റ് ഏരിയ, അതായത് പ്ലാന്റേഷൻ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് അവരവരുടെ വീട്ടിൽ അല്ലെങ്കിൽ അവരവരുടെ പ്രൈവറ്റ് സെക്ടറിൽ അവർ നട്ട് വളർത്തേക്കുന്ന മരങ്ങളാണ് കൂടിയിട്ടുള്ളത്. The new amendments to the Forest Act gave such incentives by clearly defining the limits of 1996 judgment. അപ്പം ഇപ്പോൾ പുതിയൊരു നമ്മളൊരു ബില്ല് കൊണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെയാണ് 1996 ജഡ്ജ്മെന്റിനോട് ഡിഫൈൻ ചെയ്ത് ലിമിറ്റ്സ് ഒക്കെ കൂടെ ഒന്ന് കാറ്റഗറൈസ് ചെയ്ത് അതിനൊക്കെ മനസ്സിലാക്കി എടുക്കുന്ന ഒരു രീതിയിലാണ് പുതിയൊരു ബില്ല് നമ്മൾ കൊണ്ടുവരാൻ പ്ലാൻ ചെയ്തേക്കുന്നത്. ഓൺലി ലാൻഡ് റെക്കോർഡഡ് ആസ് ഫോറസ്റ്റ് ഇൻ എനി ഗവൺമെന്റ് റെക്കോർഡ് ഓൺ ഓർ ആഫ്റ്റർ 1980 വുഡ് ഇൻവോക്ക് പ്രൊവിഷൻസ് ഓഫ് ദ ആക്ട്. ഇവിടെ കൃത്യമായിട്ട് എടുത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്, ഏത് ലാൻഡാണോ ഫോറസ്റ്റിന്റെ പട്ടികയിൽ പെടുന്നത്, വനത്തിന്റെ പട്ടികയിൽ പെടുന്ന ലാൻഡ് ഏതാണോ റെക്കോർഡ് ചെയ്തേക്കുന്നത്, ഏതെങ്കിലും ഗവൺമെന്റ് റെക്കോർഡിൽ ഫോറസ്റ്റിന്റെ ലാൻഡ് റെക്കോർഡ് ഫോറസ്റ്റിന്റെ ലാൻഡ് ആണെന്ന് റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഓൺ ഓർ ആഫ്റ്റർ 1980, 1980ക്ക് ശേഷമോ നിങ്ങൾ എവിടെയെങ്കിലും ആരെങ്കിലും ഫോറസ്റ്റിന്റെ ഏരിയ ആയിട്ട് റെക്കോർഡ് ചെയ്ത ലാൻഡ് ഉണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യും, അതിന് നമ്മൾ പ്രൊവിഷൻസ് ഓഫ് ആക്ടിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എന്നാ പറയുന്നത്. അത് ഫോറസ്റ്റിന്റെ ഏരിയ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. Forest land authorized by states for non-forestry uses between 1980 to 1996 would not invoke provisions of the Act. പക്ഷെ അതേ സമയത്ത് 1980 മുതൽ 1996 വരെയുള്ള കാലഘട്ടത്തിൽ സ്റ്റേറ്റുകൾ ഓതറൈസ് ചെയ്തിട്ടുണ്ട് നോൺ ഫോറസ്ട്രി യൂസസിന് വേണ്ടിയിട്ട്. ഫോറസ്റ്റ് ഏരിയ ഫോറസ്റ്റ് ലാൻഡിന് ഉപയോഗിച്ചിട്ടുണ്ട് നോൺ ഫോറസ്ട്രി യൂസസിന് വേണ്ടിയിട്ട്. അങ്ങനെ നോൺ ഫോറസ്ട്രി യൂസസിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള ഫോറസ്ട്രീനെ ഒരിക്കലും നമ്മൾ ഈ ആക്ടിന്റെ പ്രൊവിഷൻസിൽ ഇൻക്ലൂഡ് ചെയ്യത്തില്ല. The amendments effectively mean states can no longer classify unclassified forest land or patches of trees with forest-like characteristics as forest land. അതായത് പറഞ്ഞു വരുന്ന ഇത്രേ ഉള്ളൂ, ഒരു സംസ്ഥാനത്തിനും ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്, ഒരു സ്റ്റേറ്റ്സിനും ക്ലാസിഫൈ ചെയ്യാൻ പറ്റില്ല അൺക്ലാസിഫൈഡ് ആയിട്ടുള്ള ഫോറസ്റ്റ് ലാൻഡിനെ അല്ലെങ്കിൽ പാച്ചസ് ഓഫ് ട്രീസ് കുറച്ച് മരങ്ങൾ കൂടി നിൽക്കുന്നതിനെ അല്ലെങ്കിൽ ഫോറസ്റ്റിലേക്ക് ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള കുറച്ച് ലാൻഡിനെ പിടിച്ച് ഫോറസ്റ്റ് ലാൻഡ് ആണ് എന്ന് പറഞ്ഞ് മുദ്ര കുത്തി അത് ഫോറസ്റ്റിന്റെ ഭാഗമാണ്, വനം വകുപ്പിന്റെ ഭാഗമാണെന്ന് പറയാൻ ഒരു സംസ്ഥാനത്തിനും അനുമതി കൊടുക്കില്ല എന്നാണ് ഇവിടെ, അനുമതി ഇല്ല എന്നാണ് പറയുന്നത്. ഇതാണ് ഇനി മുതൽ നടപ്പിലാക്കാൻ പോകുന്ന കാര്യം. The amendments will also allow forest land up to 100 km near India's borders. ഇന്ത്യയുടെ ബോർഡറിലുള്ള 100 കിലോമീറ്റർ കണക്ക് ലാൻഡ് ഉണ്ട് നമുക്ക്. ആ ഫോറസ്റ്റ് ലാൻഡിനെ ടു ബി അപ്രോപ്രിയേറ്റഡ് നമുക്ക് കൈയെടുക്കാനും ഏറ്റെടുക്കാം, നമ്മൾ ഇന്ത്യയുടെ ഭാഗമായിട്ട് അതിനെ അസേർപ്പ് ചെയ്തെടുക്കാനും വിതൗട്ട് സെൻട്രൽ അപ്രൂവൽ ഇല്ലാതെ തന്നെ നമുക്ക് ഇന്ത്യൻ ലാൻഡ് ആയിട്ട് എടുക്കാനും ഫോർ സ്ട്രാറ്റജിക് ആൻഡ് സെക്യൂരിറ്റി പർപ്പസ്. കാര്യം അതിന് വേറെ ഒന്നും കൊണ്ടല്ല നമ്മൾ അത് എടുക്കാനുള്ള കാരണം എന്താ, നമുക്ക് സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ടും അതുപോലെ തന്നെ സെക്യൂരിറ്റി പർപ്പസും ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് നമുക്ക് അതിനെ ഏറ്റെടുക്കാൻ വേണ്ടി നമ്മൾ ആ ഏരിയനെ എടുക്കുവാണ്. 100 കിലോമീറ്ററോളം ലാൻഡ് ഉണ്ട് ബോർഡർ ഏരിയയിൽ, അതിന് നമ്മൾ എടുക്കുകയാണ് നമ്മുടെ സെക്യൂരിറ്റി പർപ്പസിനും അതുപോലെ സ്ട്രാറ്റജിക് പർപ്പസിനും വേണ്ടിയിട്ട്. സെൻട്രൽ അപ്രൂവൽ ഇല്ലാതെ തന്നെ എടുക്കുകയാണ് എന്നാണ് പറയുന്നത്. The primary criticism is that these amendments don't really contribute to regenerating natural forests but rather incentivize afforestation for commercial ends. പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്താണെന്നറിയോ, ഏറ്റവും വലിയ പ്രോബ്ലം വരാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ ലാൻഡിനെ പിടിച്ച് ഇതിനെ കൊണ്ടുവരുന്നുണ്ടല്ലോ, ലാൻഡിനെ നമ്മൾ കൊണ്ടുവന്ന് അമെൻമെന്റ്സ് ഒക്കെ വരുത്തുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഈ അമെൻമെന്റ് പ്രത്യേകത എന്ന് വെച്ചാൽ ഇവർ റീജനറേറ്റ് ചെയ്യുന്ന എന്താ, ഇവർ വീണ്ടും ജനറേറ്റ് ചെയ്യുന്ന കാര്യം എന്താ, നാച്ചുറൽ ഫോറസ്റ്റിനെ അല്ല, ദേ ഡു നോട്ട് റീജനറേറ്റ് നാച്ചുറൽ ഫോറസ്റ്റ്. പക്ഷെ അവരെന്താ ചെയ്യുന്നത്, ദേ ഇൻസെന്റിവൈസ്, ബട്ട് അവരെന്താ ചെയ്യുന്നത്, ദേ ഇൻസെന്റിവൈസ് അഫോറസ്റ്റേഷൻ.
അഫോറസ്റ്റേഷനെ അവർ ഇൻസെൻറ്റിവൈസ് ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? കൊമേഴ്ഷ്യൽ പേർപ്പസസിന് വേണ്ടിയിട്ട്, കൊമേഴ്ഷ്യൽ എൻഡ്സിന് വേണ്ടിയിട്ട് അവർ അഫോറസ്റ്റേഷനെ മരങ്ങൾ നട്ടുപിടിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ ട്രൈ ചെയ്യുന്നു. അതിന് വേണ്ടിയിട്ടാണ് ഈ പുതിയ അമെൻമെൻറ്റ് ആക്ടുമായിട്ട് കൊണ്ടുവരുന്നത്. കാര്യം ഇപ്പോഴും നമ്മൾ എടുക്കുന്ന കണക്കെടുക്കുമ്പോൾ ഫോറസ്റ്റ് കൂടുമല്ലോ ചെയ്യുന്നത്, പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലുള്ള ട്രീ കവർ അല്ലേ കൂടുന്നത്. അപ്പോൾ അതാണ് ഇവിടെ ഈ ഒരു പ്രൈമറി ക്രിറ്റിസിസം, ഈ അമെൻമെൻറ്റിന് പുതിയ അമെൻമെൻറ്റുമായിട്ട് വരുന്നതിനോടൊരു ക്രിറ്റിസിസമായിട്ട് പറയുന്നതാണ്. What is worrying is that the parliamentary committee, despite its statutory privileges, ഈ parliamentary committee അതിന് statutory privileges ഉണ്ടെങ്കിലും has not expressed any opinion or suggestions on the way forward. അവർ പക്ഷെ ഒരു ഒപ്പീനിയൻ പറഞ്ഞിട്ടില്ല കേട്ടോ. ഇവർ statutory privileges ഉള്ള നമ്മുടെ കമ്മിറ്റി ആണെങ്കിൽ പോലും അവർ ഒരിക്കലും ഇതിനെപ്പറ്റി ഒരു ഒപ്പീനിയൻ, ഇത് എന്താ ചെയ്യേണ്ടത്, എന്താ കാര്യങ്ങളൊന്നും അല്ലേ നിയമപരമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അവിടെ നമ്മളിവിടെ സ്റ്റക്കായി നിൽക്കുവാണ്. ഗ്രൂമിങ് പ്രൈവറ്റ് ഫോറസ്റ്റ് മൈറ്റ് ലുക്ക് ഗുഡ് ഇൻ തിയറി, തിയറിറ്റിക്കലി കറക്റ്റ്, പ്രൈവറ്റ് ഫോറസ്റ്റിനെ നമ്മൾ ഗ്രൂം ചെയ്തെടുക്കുന്ന നല്ലൊരു കാര്യമാണ്. ബട്ട് എക്സ്പെക്ടിങ് ദം ടു ബി പെർമനന്റ് കാർബൺ സ്റ്റോക്ക് ഇസ് വിഷ്വൽ തിങ്കിങ് ഗിവൺ ദാറ്റ് സ്ട്രോങ് മാർക്കറ്റ് ഇൻസെന്റിവ്സ് എക്സിസ്റ്റ് ടു യൂസ് ദം ആസ് കാർബൺ ക്രെഡിറ്റ്സ്. നമ്മളൊരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ഫോറസ്റ്റ് ക്രിയേറ്റ് ചെയ്യില്ല, ആൾക്കാരൊക്കെ അവരുടെ നട്ടുപിടിപ്പിക്കുന്നൊക്കെ ഇല്ല, അതിന് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, അതിന് നമ്മൾ ഒരിക്കലും നമ്മുടെ തിയറിറ്റിക്കലി ഓക്കെയാണ്, പക്ഷേ ഒരിക്കലും അതിന് നമ്മൾ എന്താ പറയുക, പ്രൈവറ്റ് ഗ്രൂമിങ് ഫോറസ്റ്റുകൾ എന്ന് പറയുന്നതിന് തിയറിറ്റിക്കലി കൊള്ളാം, അല്ലാതെ ഒരിക്കലും നമുക്ക് എന്താ പ്രാക്ടിക്കലി കറക്റ്റ് അല്ല. കാരണം അതൊരു പെർമനന്റ് സൊല്യൂഷൻ അല്ല, പെർമനന്റ് കാർബൺ സ്റ്റോക്ക് അല്ല, അത് ഒരിക്കലും അല്ല. കാര്യം വെച്ചാൽ അതിന് കാർബൺ ക്രെഡിറ്റ്സ് കൊണ്ടുവരാനേ അതിന് പറ്റുള്ളൂ. While new climate realities might necessitate changes to the way conservation laws are interpreted, these must be backed by rigorous scientific evidence. അപ്പോൾ ഒരു സയന്റിഫിക് എവിഡൻസ് ഇല്ലാതെ വെറുതെ നമ്മൾ എന്തൊക്കെ ചെയ്ത് കൂട്ടാം എന്ന രീതിയിൽ അതിനോട് കൊണ്ടുവരുന്നത് വളരെ ക്രിയലായിട്ട് ചിന്തിച്ചിട്ട് വേണം തീരുമാനം എടുക്കാൻ എന്നുള്ളൊരു അനലിറ്റിക്കൽ പീസ് ഓഫ് ആർട്ടിക്കിളാണ്. കാര്യം കൃത്യമായിട്ട് അവിടെ ഡേറ്റ പറയുന്നുണ്ട്, ഇത് ഫോറസ്റ്റ് ഏരിയ എത്ര ഉണ്ട്, ഫോറസ്റ്റ് ഏരിയ അല്ലാത്ത പ്രൈവറ്റ് പ്രോപ്പർട്ടി ഏരിയ എത്ര ഉണ്ട് എന്നൊക്കെ ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ വിൽ അണ്ടർസ്റ്റാൻഡ്, നമുക്ക് മനസ്സിലാൻ പറ്റും ഏതൊക്കെയാണ് അതിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ പ്രോപ്പറായിട്ട് സയന്റിഫിക് എവിഡൻസ് ഇല്ലാതെ ഒരിക്കലും ഇത് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ലെന്നാണ് ഇവിടെ ഓതർ പറയുന്നത്. ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ ടു യു. മനസ്സിലാക്കി ഒരു തംസ് അപ്പ് ഇട്ടുള്ളൂ. നമുക്ക് ഇന്നലത്തെ ക്വസ്റ്റ്യൻ നോക്കാം, ഇന്നലത്തെ അല്ല തിങ്കളാഴ്ച ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: The alleged war crimes committed by Russia in Ukraine have well documented and slammed internationally. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിലോട്ട് വരാം, ആൻസറിലോട്ട് വരാം നിങ്ങൾക്ക്. ഓക്കെ, ആൻസറിലോട്ട് വന്നോ? സമയമായി, നമുക്ക് വേഗം ആൻസറിലോട്ട് വരാലോ. ആൻസറിലോട്ട് വന്നോ? യെസ്. ഇവിടുത്തെ ആൻസർ എന്താ? ഹാവ് വെൽ ഡോക്യുമെന്റഡ് എന്ന് പറയില്ല അല്ലേ? ഹാവ് വെൽ ഡോക്യുമെന്റഡ് ആണോ? അല്ല, ഡോക്യുമെന്റ് ചെയ്യുക, ഡോക്യുമെന്റ് ചെയ്യപ്പെടുക, ഇത് പാസിവൈസേഷൻ വേണം. ഹാവ് ബീൻ വെൽ ഡോക്യുമെന്റഡ് എന്നാണ്. എന്ത് ഡോക്യുമെന്റ് ചെയ്തു എന്ന് ഒരു ചോദ്യം പറ്റില്ലേ? അപ്പോഴാണ് പറയുന്നത് അലജ് വാർ ക്രൈംസ് കമ്മിറ്റഡ് ബൈ റഷ്യ. റഷ്യ നടത്തിയ ക്രൈമുകൾ ഡോക്യുമെന്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആൻഡ് ഹാവ് ബീൻ വെൽ ഡോക്യുമെന്റഡ് ആൻഡ് സ്ലാംഡ് ഇന്റർനാഷണൽ ആയിട്ട് അതിനെ സ്ലാം ചെയ്യപ്പെട്ടിട്ടുണ്ട്, ഡോക്യുമെന്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു പാസിവൈസേഷൻ ഇവിടെ കൊണ്ടുവരണം. കാര്യം അവിടെ ഡോക്യുമെന്റ് ചെയ്യുക, സ്ലാം ചെയ്യുക എന്നുള്ള വേർബ് ട്രാൻസിറ്റീവ് വേർബുകളാണ്. ആ വേർബുകൾക്ക് രണ്ടിനും ഒബ്ജക്റ്റ് വേണം. ഒബ്ജക്റ്റ് ഇല്ലാതെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പിച്ചു അത് ട്രാൻസിറ്റീവ് വേർബായിട്ടായിരിക്കും കൊടുത്തേക്കുന്നത് എന്നുള്ള കാര്യം ഒന്ന് ശ്രദ്ധിച്ചോളാം. ഓക്കെ, അപ്പോൾ നമുക്ക് ടൈം ഒരുപാട് ആയതുകൊണ്ട് നമുക്ക് പയ്യെ വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Indian cricket has a chance to test their bench strength in the Caribbean. ഇതാണ് ക്വസ്റ്റ്യൻ. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, വരാറുള്ള ക്വസ്റ്റ്യൻ ടൈപ്പ് ആണ്. ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചുള്ള ആൻസർ എനിക്ക് കോമന്റ് സെക്ഷനിൽ തരാം. അപ്പം ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവർ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. KPSC ഷോർട്ട് സെലക്ഷൻ, അതുപോലെ Adda247 കേരള സെൻട്രൽ എക്സാംസ്, നമ്മുടെ ക്ലാസ്സുകളുടെയൊക്കെ PDF, അതുപോലെ ഡെയിലി വേർഡ്സ്, ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ ഒരു ചാനലിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടും. അതുപോലെ ചാനൽ എപ്പോഴും നമ്മൾ എന്താ പറയുക കണക്റ്റഡ് ആയിരിക്കുക, നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടും. വേർഡ്സ്, ക്വസ്റ്റ്യൻസ് ഒക്കെ ഇവിടെ കിട്ടും. അതുപോലെ എൻ്റെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവർ എൻ്റെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാം. ഇംഗ്ലീഷ് വിത്ത് റിന്റു ആണ് എൻ്റെ ടെലിഗ്രാം ചാനൽ. ഈ എഡിറ്റോറിയലൊക്കെ നോട്ട്സ് കൃത്യമായിട്ട്, അതുപോലെ ഞാൻ എടുക്കുന്ന ക്ലാസ്സുകളുടെയൊക്കെ നോട്ട്സ് PDF ഒക്കെ ആയിട്ട് കൃത്യമായിട്ട് നിങ്ങൾക്ക് കിട്ടും.
അതുപോലെ ഇന്ന് CGLന്റെ മാരത്തൺ ഉണ്ട് കേട്ടോ, മറക്കണ്ട. 12 മണിയാകുമ്പോൾ തുടങ്ങും. സോ കീപ് വാച്ചിങ് ആൻഡ് കീപ് സപ്പോർട്ടിങ്. താങ്ക് യു സോ മച്ച്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഇടാൻ മറക്കണ്ട, ഷെയർ ചെയ്യാൻ മറക്കണ്ട, കമന്റ് സെക്ഷനിൽ ഡൗട്ട്സോ സജഷൻസോ ഉണ്ടെങ്കിൽ പങ്കുവെക്കാം, ആൻസർ പോസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ കണ്ടുകൊണ്ടേ ഇരിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, ഹാവ് എ ഗുഡ് ഡേ. കാണാം. വൈകിട്ട് നമുക്ക് 12 മുതൽ മാരത്തൺ ഉണ്ട്. അതിൽ 2 മണിയാകുമ്പോൾ ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റൻ ആയിട്ട് ഞാൻ വരും. അതുപോലെ വൈകിട്ട് 8 മണിയാകുമ്പോൾ ഞാൻ നമ്മുടെ ബാങ്കിൻ്റെ സ്ട്രാറ്റജി വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ താങ്ക് യു സോ മച്ച്. ടേക്ക് കെയർ.